നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂർ രണ്ടാം ദിവസവും തുടരുകയാണ്. ഇന്നലെ രാത്രി വടക്കേ ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ നടത്തിയ ആക്രമണം ഇന്ത്യ പരാജയപ്പെടുത്തി. പാകിസ്ഥാൻ മിസൈലുകളും ഡ്രോണുകളും അയച്ചെങ്കിലും ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഇവയെ നിഷ്പ്രഭമാക്കി. ഇതിന് മറുപടിയായി ഇന്ന് രാവിലെ ലാഹോറും റാവൽപിണ്ടിയും കറാച്ചിയും അടക്കം 9 പാക് നഗരങ്ങളിൽ ഇന്ത്യ ഡ്രോൺ ആക്രമണം നടത്തി. ലാഹോറിൽ പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ ആക്രമണം. ഇങ്ങനെ ഓപ്പറേഷൻ സിന്ദൂർ 2.0 ആണ് ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ആദ്യം പി ബസന്ത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ബസന്ത്, ഇന്നലത്തേത് കൊണ്ട് സിന്ദൂർ അവസാനിച്ചില്ല. ഇന്ന് രാജ്നാഥ് സിംഗ് കേന്ദ്ര പ്രതിരോധ മന്ത്രി വിവിധ കക്ഷി നേതാക്കളെ അത് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. പിന്നാലെ ഉച്ച കഴിഞ്ഞ് 2:30 2:34 ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇന്ത്യ പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി വിശദീകരിക്കുകയും ചെയ്തു. പാകിസ്ഥാൻ ഇന്നലെ രാത്രി ഇന്ത്യൻ ആർമി ടാർഗറ്റുകൾ ലക്ഷ്യം വെച്ചു. അത് നിഷ്പ്രഭമായി. മറുപടിയായി ഇന്ത്യ ലാഹോറും കറാച്ചിയും റാവൽപിണ്ടിയും അടക്കം ടാർഗറ്റ് ചെയ്തു എന്ന് വ്യക്തമാക്കുന്നു. ഇന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ 2.0യുടെ ഭാഗമായി നടന്നത്? അഭിലാഷ്, ഇന്ന് പുലർച്ചെയാണ് ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ രണ്ടാം ഘട്ടം അരങ്ങേറിയത്. അതായത് ലാഹോർ അടക്കമുള്ള നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ഇന്ത്യയുടെ ഡ്രോൺ മിസൈൽ അറ്റാക്കുകളാണ് ഉണ്ടായത്, അല്ലെങ്കിൽ ആക്രമണങ്ങളാണ് ഉണ്ടായത്. ലാഹോറിലെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തു എന്ന് ഇന്ത്യ ഔദ്യോഗികമായി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഞങ്ങളുടെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ആ പ്രതിരോധ സംവിധാനം ചൈനയുടെ ആണ് ആ ഒരു പ്രതിരോധ സംവിധാനം ഉണ്ടാക്കിയിരുന്നത്. അത് തകർന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ഔദ്യോഗികമായി ഇന്ത്യ വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല, പാകിസ്ഥാൻ ഔദ്യോഗികമായി പറഞ്ഞത് ഞങ്ങളുടെ 9 നഗരങ്ങൾ, അതായത് കറാച്ചി, ലാഹോർ, റാവൽപിണ്ടി, അട്ടോക്ക്, ഗുജറൻവാല, സിയാൽകോട്ട് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇന്ത്യയുടെ ഡ്രോൺ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പാകിസ്ഥാൻ പറഞ്ഞത്. ഏകദേശം അതിനെ ചുവട് പിടിച്ചാണ് ഇന്ത്യ ഇക്കാര്യം വ്യക്തമാക്കിയത്. പാകിസ്ഥാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തന്നെ ഞങ്ങൾ തകർത്തു എന്നുള്ളത്. പക്ഷേ ഇന്ത്യ ഇപ്പോൾ വേറൊരു വ്യാഖ്യാനമാണ് ഇക്കാര്യത്തിൽ നൽകുന്നത്. അതായത് ഇന്ത്യ അത്തരത്തിലൊരു ആക്രമണം നടത്തിയിട്ടില്ല. ഇന്ത്യ ഇങ്ങനെ ഒരു ആക്രമണം നടത്തി എന്ന് പറയുന്നത് ഇന്ത്യക്ക് നേരെയുള്ള ആക്രമണത്തിന് എന്തെങ്കിലും ഒരു അടിസ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് എന്നുള്ളൊരു ആരോപണമാണ് വെക്കുന്നത്. പക്ഷേ ഇന്ത്യയുടെ ഇന്നത്തെ ഔദ്യോഗികമായി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പും അതിനുശേഷം ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയവും വിദേശ മന്ത്രാലയവും ഒന്നിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് ഇന്ത്യ ഈ ഡ്രോൺ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. ലാഹോറിലെ ഈ പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തു എന്ന് പറയുമ്പോൾ ഇന്ന് രാവിലെ പാക് മാധ്യമങ്ങളാണ് ആദ്യമായി ലാഹോറിൽ 3 സ്ഫോടനങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നത്. വോൾട്ടൺ റോഡ് വിമാനത്താവളത്തിന് സമീപവും അതോടൊപ്പം ഗോപാൽ നഗറിലും നസീറാബാദിലും ഇതുണ്ടായി എന്നാണ് പറഞ്ഞത്. തുടർന്ന് ഇന്ത്യയുടെ ഒരു ഡ്രോൺ വെടിവെച്ചിട്ടു എന്നുള്ളൊരു വിവരവും പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെ റാവൽപിണ്ടിയിൽ അതോടൊപ്പം തന്നെ കറാച്ചിയിലെ 2 സ്ഥലങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ എക്സിൽ അവിടെ നിന്നുള്ള തദ്ദേശവാസികളും പങ്കുവച്ചു. അതിൽ പ്രധാനമായും ഈ ഡ്രോണുകളുടെ ചിത്രങ്ങളായിരുന്നു. അതേസമയം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇന്ത്യയിലേക്ക് 15 സ്ഥലങ്ങളിൽ ആക്രമണം ഉണ്ടായി എന്നാണ് ഇന്ന് ഇന്ത്യ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ശക്തമായി ഇന്ത്യ തിരിച്ചടിച്ചു എന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ S-400 ട്രയംഫ് മിസൈലുകൾ ഉപയോഗിച്ച് ഇന്ത്യ പാകിസ്ഥാൻ്റെ ഈ സൈനിക കേന്ദ്രങ്ങളിലേക്കുള്ള ആക്രമണത്തെ തടുത്തു എന്ന് തന്നെ ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. 15 സ്ഥലങ്ങൾ എന്ന് പറയുമ്പോൾ അത് ജമ്മു കാശ്മീർ, അതോടൊപ്പം തന്നെ ഗുജറാത്ത്, അതോടൊപ്പം പഞ്ചാബ്, ഈ 3 സംസ്ഥാനങ്ങളിലായിട്ടുള്ള 15 സ്ഥലങ്ങളിലെ സൈനിക ഇൻസ്റ്റലേഷൻസ് അല്ലെങ്കിൽ മിലിറ്ററി ഇൻസ്റ്റലേഷൻസ് ആണ് പാകിസ്ഥാൻ ലക്ഷ്യമിട്ടിരുന്നത്. അമൃത്സറിൽ സുവർണ ക്ഷേത്രത്തെയും ലക്ഷ്യമിട്ടു എന്നുള്ളൊരു റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും അമൃത്സറിൽ രാവിലെ 2 സ്ഫോടനങ്ങൾ കേട്ടു എന്ന് തദ്ദേശവാസികൾ പറയുന്നുണ്ട്. തൊട്ടു പിന്നാലെ മജീദ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും അവിടുത്തെ ഒരു ഗ്രാമത്തിൽ നിന്നും ചൈനീസ് മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. അതായത് ഇന്ത്യ മിസൈൽസ് S-400 ട്രയംഫ് മിസൈലുകൾ ഉപയോഗിച്ച് തകർത്ത ചൈനീസ് മിസൈലുകളുടെ അവശിഷ്ടങ്ങളും കണ്ടെടുത്തിട്ടുണ്ട്. ഇക്കാര്യം ഔദ്യോഗികമായി ഇന്ത്യ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. 15 സ്ഥലങ്ങളിൽ പാകിസ്ഥാൻ നടത്തിയ നീക്കം ഞങ്ങൾ തകർത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഇന്ന് സർവകക്ഷി യോഗത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളത് ഒരു ഓൺഗോയിങ് ഓപ്പറേഷനാണ് എന്നുള്ള കാര്യം കക്ഷി നേതാക്കളെ അറിയിച്ചിട്ടുണ്ട്. പുറത്തു വന്ന രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൻ്റെ ഇടയിൽ പറഞ്ഞത്, ഞങ്ങൾ ചില വിവരങ്ങൾ ചോദിച്ചപ്പോൾ സർക്കാർ അത് പങ്കുവച്ചില്ല എന്ന് പറഞ്ഞു. ഇതിനുള്ള വിശദീകരണം പിന്നീട് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു നൽകിയത് പ്രതിരോധ മന്ത്രി
കക്ഷി നേതാക്കളെ അറിയിച്ചത് ഇതൊരു ഓൺഗോയിങ് ഓപ്പറേഷൻ എന്നുള്ളതാണ്. അതായത് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല, അത് തുടരുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ ഇത്തരം നിർണായകമായ സങ്കീർണമായ വിവരങ്ങളൊന്നും തന്നെ പങ്കുവെക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ തുടരുന്നു എന്ന് തന്നെയാണ്. യെസ്, ബി ബാലഗോപാൽ കാശ്മീരിൽ നിന്നുണ്ട്. ശ്രദ്ധിക്കണം, പാകിസ്ഥാൻ 15 സ്ഥലങ്ങളാണ് ടാർഗറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. ശ്രീനഗർ, അവന്തിപുര, ജമ്മു, പത്താൻകോട്ട്, അമൃത്സർ, കപൂർത്തല, ജലന്ധർ, ലുധിയാന, ആദംപൂർ, ഭട്ടിൻഡ, ചണ്ഡീഗഡ്, നൽ, പലോധി, ഉത്തർലായ്, ഭൂജി 15 ഇടങ്ങളിലേക്ക് പാകിസ്ഥാൻ ഡ്രോണുകളും മിസൈലുകളും അയച്ചെങ്കിലും ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം അവയെ നിഷ്പ്രഭമാക്കി. അതുകൊണ്ട് പാകിസ്ഥാൻ ഒരു തരത്തിലുള്ള അറ്റാക്കും ഇന്ത്യൻ ടെറിട്ടറിയിൽ നടത്താൻ കഴിഞ്ഞില്ല. പക്ഷെ പാകിസ്ഥാൻ അറ്റംപ്റ്റ് ചെയ്തു, അതിനുള്ള മറുപടിയാണ് ഇന്ത്യ നൽകിയിട്ടുള്ളത്. ബി ബാലഗോപാൽ കശ്മീരിൽ നിന്നുണ്ട്. ബാലു, ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ഇന്നലെ വളരെ ശക്തമായ ഷെല്ലിംഗ് അതിർത്തിക്കപ്പുറത്തുനിന്നുണ്ടായിരുന്നു. ഇസ്ലാമാബാദ് മേഖലയിൽ 17 മരണം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരു സൈനികൻ വീരമൃത്യു വരിച്ചിരുന്നു. ഇന്ന് ഈ അതിർത്തിക്കപ്പുറത്തു നിന്നുള്ള വെടിവെപ്പിലും ഷെല്ലിങ്ങിലും കുറവുണ്ടോ? എന്താണ് അവിടുത്തെ സ്ഥിതിവിശേഷം? അഭിലാഷ്, ഞാനിപ്പോൾ നിൽക്കുന്നത് പൂഞ്ചിലാണ്. അതായത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ്റെ ഏറ്റവും ശക്തമായ പ്രകോപനമുണ്ടായ സ്ഥലമാണ് ഈ പൂഞ്ചിലാണ് ഈ വിവിധ ആക്രമണങ്ങൾ ഈ പാകിസ്ഥാൻ നടത്തിയിരിക്കുന്ന ഈ ഷെല്ലിങ്ങിലും മറ്റും ഏതാണ്ട് 15 പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിരിക്കുന്നത്. അതാണ് സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്കുകളിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ മരണസംഖ്യ കുറച്ചുകൂടി കൂടാൻ സാധ്യതയുണ്ട്. കാരണം നിരവധി പേർക്ക് പരിക്കുകളും ഏറ്റിട്ടുണ്ട്. നമ്മൾ ഇന്ന് അവിടെ പോയപ്പോഴാണ്, അതായത് ഈ പൂഞ്ചിലെ പല മേഖലകളിലും ജനവാസ കേന്ദ്രങ്ങളിലൊക്കെ പോയപ്പോഴാണ് ഈ പാകിസ്ഥാൻ്റെ ഈ ഭീകരമായ ഷെല്ലിങ്ങിൻ്റെ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാകുന്നത്. കാരണം സാധാരണഗതിയിലൊക്കെ ഇങ്ങനെ ഈ അതിർത്തിയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടാകുകയാണെങ്കിൽ ഈ നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തുള്ള ഗ്രാമങ്ങളെയാണ് സാധാരണ ലക്ഷ്യമിടാറ്. പക്ഷേ ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ പൂഞ്ചിൽ ഇന്നലെ ഏതാണ്ട് രാവിലെ 10 മണിക്ക് ശേഷം, അതായത് ഈ 10 മണിക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട്. ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം വന്നതിന് തൊട്ട് പിന്നാലെ മണിക്കൂറുകളോളമാണ് ഈ പൂഞ്ചിൽ ഈ ഷെല്ലിംഗ് നടന്നിരുന്നത്. അത് ഏതാണ്ട് വൈകിട്ട് വരെ ആ ഷെല്ലിംഗ് നടന്നിരുന്നു എന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. ഞാൻ പോയ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ വേണ്ടി കഴിയുമായിരുന്നു. ഈ ഷെല്ലിങ്ങിലൊക്കെ ഈ കെട്ടിടങ്ങൾക്കൊക്കെ കേടുപാടുണ്ടാകുക, എന്നിട്ട് അവിടെ വന്ന് പതിക്കുന്ന ഷെല്ലുകൾ, അതിൻ്റെ ഈ ചീളുകൾ, അതായത് അതിൻ്റെ ഈ സ്പ്ലിൻറ്റർ, ഈ വാഹനങ്ങൾ, അതുപോലെ തന്നെ കടകൾ തുടങ്ങിയ പല സ്ഥലങ്ങളിലേക്കും അല്ലെങ്കിൽ പല ഇതിലേക്കും തുളച്ചു കയറി അവിടെയൊക്കെ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുമായിരുന്നു. പൂഞ്ചിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ വളരെ പരിതാപകരമാണ് അവിടുത്തെ അവസ്ഥ എന്ന് വേണം പറയേണ്ടത്. കാരണം ഈ പൂഞ്ചിൽ ഈ സാധാരണഗതിയിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജനവാസ കേന്ദ്രങ്ങളിലേക്കൊന്നും അങ്ങനെ ഇതുവരെയും ഒരു അക്രമ സംഭവങ്ങളൊന്നും അല്ലെങ്കിൽ ഈ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വെടിവെപ്പൊന്നും ഉണ്ടായിട്ടില്ല. ഒരു അപവാദം ഉണ്ടായിട്ടുള്ളത് 1999 കാർഗിൽ യുദ്ധസമയത്ത് പാകിസ്ഥാൻ അവിടെ വലിയ തോതിൽ ഷെല്ലിംഗ് നടത്തിയിരുന്നു. പക്ഷേ അതിൻ്റെയും എത്രയോ മടങ്ങ് ഭീകരമായ തോതിലുള്ള ഷെല്ലിങ്ങാണ് ഈ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് പാകിസ്ഥാൻ ഇന്നലെ നടത്തിയതെന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. അവിടെ പ്രശസ്തമായ ഒരു ഗുരുദ്വാരം ഇപ്പോൾ ഇന്ത്യ വിക്രം മിശ്രി തന്നെ ആരോപിച്ച ഒരു കാര്യം, ടാർഗറ്റഡ് ആയി ന്യൂനപക്ഷങ്ങളെ ആക്രമിച്ചു എന്നുള്ളതാണ്. സിഖ് മതവിഭാഗങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ ഗുരുദ്വാര ആക്രമിച്ചു, ആ കമ്മ്യൂണിറ്റിയെ ലക്ഷ്യം വെച്ചു എന്ന് ഇന്ത്യ ആരോപിക്കുന്നുണ്ട്. സാധാരണ ഉള്ള ക്രോസ് ബോർഡർ ഫയറിംഗിന് അപ്പുറത്ത് സിവിലിയൻസിനെ ലക്ഷ്യമിട്ട് ടാർഗറ്റഡ് ആയിട്ടുള്ള ആക്രമണമായിരുന്നോ ഇന്നലെ പാകിസ്ഥാൻ പൂഞ്ച് രജൌരി മേഖലകളിൽ നടത്തിയത്? അഭിലാഷ്, അത് അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം നമുക്ക് ഈ ഗുരുദ്വാര എന്ന് പറയുമ്പോൾ ഈ ഗുരുദ്വാരയ്ക്ക് സമീപത്ത് ഒരു മസ്ജിദ്, ഒരു അമ്പലം ഒക്കെ ഉണ്ട്. നമ്മളവിടെ പോകുമ്പോഴാണ് അത് കൃത്യമായി മനസ്സിലാകുന്നത്. അത് വലിയൊരു ജനവാസ കേന്ദ്രമാണ്. പക്ഷേ ഈ പറയുന്ന ഗുരുദ്വാര, അതായത് 1947 മുമ്പ് രൂപീകൃതമായ ഈ ഗുരുദ്വാരയുടെ ഭാഗത്തേക്ക് അവിടേക്ക് 3 ഷെല്ലുകളാണ് പതിച്ചിരുന്നത്. അതിൽ ഒരെണ്ണം മാത്രമാണ് ഈ ഗുരുദ്വാരയിൽ പതിഞ്ഞത്. അതിൻ്റെ 2 എണ്ണം അതിൻ്റെ സമീപ പ്രദേശങ്ങളിലുള്ള, അതായത് വീടുകളിലും മറ്റുമാണ് പതിഞ്ഞത്. കൃത്യമായ ഒരു ലക്ഷ്യം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. ഈ ഗുരുദ്വാര അവരുടെ ഒരു ഹിറ്റ് ലിസ്റ്റിലുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഷെല്ലിംഗ് ഈ ഗുരുദ്വാരയിലേക്ക് നടത്തിയതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ എനിക്ക് ഏറ്റവും വിഷമം തോന്നി, അല്ലെങ്കിൽ നമുക്ക് പറയാൻ തന്നെ വിഷമം ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ അവിടെ കണ്ടത്, അവിടുത്തെ ഏറ്റവും പ്രശസ്തമായ ഒരു സ്കൂളിലേക്ക്, ക്രൈസ്റ്റ് സ്കൂൾ എന്നാണ് പറയുന്നത്, പൂഞ്ചിലെ പ്രശസ്തമായ ക്രൈസ്റ്റ് സ്കൂളിലേക്ക്, ആ സ്കൂളിനെ ലക്ഷ്യം വെച്ച് വരെ ഈ ഷെല്ലിംഗ് നടത്തിയിരുന്നു എന്നതാണ്. പക്ഷേ ഭാഗ്യവശാൽ കുട്ടികൾ ആരും
ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ആ ഷെല്ലിങ് അതിൻ്റെ തൊട്ട് താഴെ സ്കൂളിൻ്റെ കോമ്പൗണ്ടിൻ്റെ സമീപത്താണ് വന്നിരുന്നത്. അവിടെയൊക്കെ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളൊക്കെ ഉണ്ട്. ഈ അതിർത്തി മേഖലകളിലേക്ക് ഇപ്പോൾ പോലീസ്, അതായത് സുരക്ഷാ സൈന്യം നമ്മളെ കടത്തിവിടുന്നില്ല. അവർ പറഞ്ഞത് ഈ നിലവിൽ അവിടെ ഒരു വളരെ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. കാരണം പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം എന്നും ഈ ഫയറിംഗ് ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് ഈ പൂഞ്ച് രജോരി സെക്ടർ. അതുകൊണ്ട് തന്നെ ആ മേഖലകളിലേക്ക് നമുക്ക് കടന്നു പോകാൻ വേണ്ടി ഇന്ന് കഴിഞ്ഞില്ല. പക്ഷേ ഈ ജനവാസ കേന്ദ്രങ്ങളിലൊക്കെ പാകിസ്ഥാൻ്റെ ഷെല്ലിംഗ് കൃത്യമായി നടന്നിട്ടുണ്ട്. അതിലൂടെ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടൊക്കെ കാണാൻ വേണ്ടി കഴിഞ്ഞു. ഈ പൂഞ്ചിനെ കുറിച്ച് പറഞ്ഞാൽ, ഈ പൂഞ്ചിൽ നിന്ന് ഇപ്പോൾ ആൾക്കാരൊക്കെ ഏതാണ്ട് പലായനത്തിൻ്റെ വക്കിലാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവരൊക്കെ ഈ ഇനിയും തുടർ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന ഒരു ആശങ്ക അവരെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് സംസാരിച്ച ഈ സിഖ് കുടുംബത്തിലേക്ക് പലരും എന്നോട് പറഞ്ഞത് അവരുടെയൊക്കെ ബന്ധുക്കൾ പത്താൻകോട്ടിലോ അല്ലെങ്കിൽ ജമ്മുവിലേക്കോ ഉള്ള ബന്ധുക്കളുടെ അടുത്തേക്ക് അവർ പോവുകയാണ്. ഈ സംഘർഷത്തിന് ഒരു അയവ് വന്നതിന് ശേഷമേ അവർക്ക് തിരിച്ചു വരാൻ വേണ്ടി കഴിയുള്ളൂ എന്നതാണ്. ഈ അതിർത്തി ഗ്രാമങ്ങളിലൊക്കെ ആണെങ്കിൽ ഈ ബങ്കറുകളുണ്ട്. പക്ഷേ സിറ്റിയിലേക്ക് വരുമ്പോൾ സർക്കാർ അങ്ങനെ ബങ്കറൊന്നും നിർമ്മിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഷെല്ലിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഇവർക്ക് ബങ്കറിൻ്റെ സൗകര്യമൊന്നുമില്ല. കാരണം ഏതെങ്കിലും ഒരു കെട്ടിടത്തിൻ്റെ ബേസ്മെൻറ്റിൽ എങ്ങനെ പോയി ഇരിക്കുക എന്നുള്ളത് മാത്രമാണ് അവരെ സംബന്ധിച്ച് ചെയ്യാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യം. പാകിസ്ഥാൻ തുടർന്നും ആക്രമണം നടത്തുകയാണെങ്കിൽ സ്വാഭാവികമായും വലിയ നാശനഷ്ടങ്ങൾ ആ പ്രദേശത്ത് സിവിലിയൻ നാശനഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആൾക്കാർ ഇപ്പോൾ കൂട്ടത്തോടു കൂടി ഈ പൂഞ്ച് രജോരി മേഖലകളിൽ നിന്ന് ഇപ്പോൾ പലായനം ചെയ്തു പോകുന്നത്. യെസ്, ഞാൻ ബാലഗോപാലിലേക്ക് വരാം, തുടരണം. ഇപ്പോൾ നമ്മോടൊപ്പം അനൂപ് ദാസ് കൂടിയുണ്ട്. അനൂപ്, പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് കുറേയൊക്കെ പ്രതീക്ഷിതമായിരുന്നു എസ്കലേഷൻ. കാരണം അതിനോട് അനുബന്ധിച്ച് തന്നെ ഇന്ത്യ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ചിരുന്നു. ജനങ്ങളോട് ബ്ലാക്ക് ഔട്ട് തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെ അവരെ പരിശീലിപ്പിച്ചിരുന്നു. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ച് 15 ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചിട്ടും ഒന്നുപോലും ആ ലക്ഷ്യത്തിന് അടുത്തെത്താൻ കഴിഞ്ഞില്ല. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ ബ്രേക്ക് ചെയ്യാൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല എന്നൊരു കാര്യം അവിടെ നിൽക്കുന്നുണ്ട്. ഇന്ത്യ അതിന് യോജിച്ച തിരിച്ചടി നൽകുകയും ചെയ്തു. ഇപ്പോഴും ഹൈ അലർട്ടിൽ തന്നെയാണോ വടക്ക് കിഴക്കൻ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങൾ? അതെ, വലിയ ജാഗ്രതയിലാണ് ഈ മേഖലയാകെ ഉള്ളത്. എന്തെന്നാൽ പാകിസ്ഥാൻ ഏത് നിമിഷവും ഒരു തിരിച്ചടി നടത്തിയേക്കാം എന്ന കാരണത്താൽ തന്നെ വലിയ മുന്നൊരുക്കങ്ങളുണ്ട്. പ്രത്യേകിച്ച് സേനയുടെ എല്ലാ വിഭാഗങ്ങളും, അത് കര, വ്യോമ, നാവിക സേനാ വിഭാഗങ്ങളൊക്കെ തന്നെ പ്രതിരോധം തീർത്ത് അതല്ല ഒരു ആക്രമണം ഉണ്ടായാൽ തിരിച്ചടിക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ജനങ്ങളോട് ഒരു ആക്രമണം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇടപെടണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പ്രാദേശിക ഭരണകൂടം ഉൾപ്പെടെ കൃത്യമായി പറഞ്ഞ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ കാര്യകാരണങ്ങൾ സഹിതം വിശദീകരിച്ച് നൽകിയിട്ടുണ്ട്. അതിനുമപ്പുറത്തേക്ക് ഈ ആശുപത്രികളിലുള്ള ഉദ്യോഗസ്ഥരും മറ്റ് ആരോഗ്യ പ്രവർത്തകരും അവരോടൊക്കെ അവധികൾ അവസാനിപ്പിച്ച് തിരികെ എത്താനും 24 മണിക്കൂറും ജോലി ചെയ്യാനും എവിടെ വേണമെങ്കിലും പോയി ജോലി ചെയ്യാൻ തയ്യാറായി നിൽക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് ഈ അതിർത്തി മേഖലയിൽ മാത്രമല്ല, ഡൽഹിയിലുള്ള സർക്കാർ ആശുപത്രികൾ ഉൾപ്പെടെ ആ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. അവധിയെടുത്ത് പോകുന്നതിനും ഒപ്പം തന്നെ ഡൽഹി വിട്ടു പോകുന്നതിനും ഒക്കെ തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിന് കൂടെ തന്നെയാണ് ഈ മേഖലയിലാകെയുള്ള, അതായത് അതിർത്തി മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ മേഖലയിലാകെ എന്തെങ്കിലും സംശയാസ്പദമായി കണ്ടാൽ അത് പോലീസിനെയോ സുരക്ഷാ സേനയോ അറിയിക്കാൻ വേണ്ട സംവിധാനവും പ്രാദേശിക ഭരണകൂടങ്ങളും ജില്ലാ ഭരണകൂടങ്ങളും ഒരുക്കിയിട്ടുമുണ്ട്. യെസ്, അതാണ് ഡൽഹിയിലും മറ്റ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഏർപ്പെടുത്തിയിരിക്കുന്ന ക്രമീകരണങ്ങൾ. നമുക്ക് ചർച്ചകളിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട്. റിപ്പോർട്ടർമാർ തുടരുന്നുണ്ട്. കേണൽ രാജീവ് മണാളി, താങ്കൾക്ക് കശ്മീരിൽ കാർഗിൽ യുദ്ധ സമയത്തെ സർവീസിന്റെ അനുഭവമുണ്ട്. പാകിസ്ഥാൻ ഇപ്പോൾ ചെയ്യുന്നത്, ഇന്നലെ ചെയ്തത് പൂഞ്ച് രജോറി സെക്ടറിൽ ചരിത്രത്തിലില്ലാത്തവണ്ണം ശക്തമായ ഷെല്ലിംഗ് നടത്തി. ഇന്ത്യൻ ഗ്രാമീണർക്ക്, സിവിലിയൻസിന്, ഒരു സൈനിക ഉദ്യോഗസ്ഥന് മരണമുണ്ടായി. അതാണ് സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോഴും ആ ഫയറിംഗ് തുടരുന്നുണ്ട്. പക്ഷേ ഇന്നലത്തെ അത്രയും രൂക്ഷത ഇല്ല. പാകിസ്ഥാന് മേൽ ഇന്ത്യ നടത്തിയിട്ടുള്ള ആക്രമണത്തിന് ഈ അതിർത്തിയിലെ ഈ പ്രകോപനം കൊണ്ട് പാകിസ്ഥാൻ പിന്മാറും, അടങ്ങും എന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നില്ല, അങ്ങനെ വരാൻ സാധ്യതയില്ല. പാകിസ്ഥാൻ്റെ എല്ലാ കാലത്തുമുള്ള ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഈ അതിർത്തി പ്രദേശങ്ങളിൽ ഷെല്ലിംഗ്, മോട്ടോർ എല്ലാം നിരന്തരം അവർ ഉപയോഗിച്ചിരുന്നു. സാധാരണഗതിയിൽ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ആ ഷെല്ലിങ്ങിൻ്റെയൊക്കെ മറവിലാണ് ഭീകരരെ അകത്തേക്ക് കടത്തിവിടാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് മൾട്ടിപ്പിൾ പോയിൻറ്റ്സിൽ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നതാണ്. അതിന് തക്ക മറുപടി ഇന്ത്യ എപ്പോഴും എല്ലാ കാലത്തും കൊടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ പൂഞ്ചിൽ നിന്ന് കേൾക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് സാധാരണഗതിയിൽ ഉണ്ടാകുന്നതിനേക്കാളും വളരെ കൂടുതലായിട്ടുള്ളൊരു ഷെൽ ആക്രമണമൊക്കെയാണ് അവിടെ കണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ശരിയാണെങ്കിൽ അവർ
ഒരു ആ ബോർഡർ ഏരിയ മരവിപ്പിക്കാനും അത് ഒരു ശ്രമമാണ് നടക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒന്ന് അവരുടെ ഈ അമൃത്സർ തുടങ്ങി നമ്മുടെ പല ഏരിയകളിൽ നടത്തിയ ആക്രമണം ഫലിക്കാതെ പോയതിൻ്റെ ഒരു വിഷമം കൂടെ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് അവലോകനം ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് പാകിസ്ഥാൻ നമ്മുടെ ഒരു തിരിച്ചടിക്ക് തയ്യാറായിരുന്നില്ല. അവർ സാധാരണഗതിയിൽ നമ്മൾ ഒരു മൈൽഡായിട്ട് എടുക്കുന്നത് അത് തുടരുമെന്ന് ഒരുപക്ഷെ പ്രതീക്ഷിച്ചിട്ടുണ്ടാകാം. ശരിയായിട്ടൊരു വാർ ഗെയിമിംഗ് അവർ നടത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ 15 ദിവസങ്ങൾ കൊണ്ട് ഓരോ സിറ്റുവേഷൻസും, ലൈക്ലി സിറ്റുവേഷൻസ് അസസ് ചെയ്യുകയും അതിന് ഓരോന്നിനും നേരിടാൻ വേണ്ട ഓപ്ഷൻസ് തയ്യാറായിരുന്നു എന്ന് വേണം കരുതാൻ. ഇപ്പോൾ നമ്മുടെ മേഖലയിൽ, നമ്മുടെ രാജ്യത്ത് നടത്തിയ ആക്രമണത്തിന് പ്രത്യാക്രമണം വളരെ പെട്ടെന്ന് തന്നെയായിരുന്നു എന്ന് മാത്രമല്ല, ആ ടാർഗറ്റ്സ് എല്ലാം വളരെ ഭംഗിയായിട്ട് കൃത്യമായിട്ട് സെലക്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അവിടെ എന്ത് ഡാമേജ് ഉണ്ടായെന്നുള്ളൊരു ഡാമേജ് അസസ്മെൻറ്റ് ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. നമ്മൾ പല ദൃശ്യങ്ങളും കണ്ടു. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് എന്തൊക്കെയാണ് കൃത്യമായിട്ടുള്ളൊരു ഡാമേജ് അസസ്മെൻറ്റ് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ 2 കാര്യങ്ങൾ വ്യക്തമാണ്. ഒന്ന്, പാകിസ്ഥാൻ വെറുതെ ഇരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അവരുടെ മെയിൻ ലക്ഷ്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയെ ഒന്ന് പ്രകോപിപ്പിക്കുക, ആണവയുദ്ധം സാധ്യമാണ് എന്നവർക്ക് ഒരു തോന്നലുണ്ടാക്കുക, അതുവഴി അവരെ കൊണ്ട് ഇടപെടിക്കുക. ഇതൊക്കെ ആയിരിക്കണം അവരുടെ ലക്ഷ്യം. ചൈന തന്നെ ഞങ്ങൾ ഇതിലിടപെടാൻ തയ്യാറാണ്, ഞങ്ങൾ മധ്യസ്ഥതയ്ക്ക് തയ്യാറാണെന്നൊരു വാർത്ത കൂടെ കണ്ടു. ചൈനയാണ് ഒരിക്കലും ഇതിനൊരു മധ്യസ്ഥതയ്ക്ക് വിളിക്കാൻ പാടില്ലാത്തത്. പക്ഷെ അവർ തുറന്നു പറയുകയാണ് ഞങ്ങൾ മധ്യസ്ഥതയ്ക്ക് തയ്യാറാണെന്നുള്ളത്. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, അവർ ഇതിലൊരു ഇൻ്റർനാഷണൽ ഇൻ്റർവെൻഷൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ബാലഗോപാൽ, ഇന്നലെ 9 ടെറർ ഇൻഫ്രാസ്ട്രക്ചറുകളാണ് ഇന്ത്യ ലക്ഷ്യം വെച്ചത്. അത് ലക്ഷ്യവേദി ആണ് താനും. HVT എന്ന് പറയാവുന്ന വലിയ ടാർഗറ്റുകൾ ഇന്ത്യക്ക് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. റൌഫ് അസർ അടക്കം കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ അതിന് സ്വാഭാവികമായും എന്താണ് പ്രതിഫലനം എന്നുള്ളത് ഇതിനോടകം വിലയിരുത്തുന്നുണ്ടാവുമല്ലോ. പാകിസ്ഥാന് ഒരു കൺവെൻഷണൽ വാർ ഇന്ത്യയുമായി നടത്തുക എന്നുള്ളത് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. പാകിസ്ഥാൻ എല്ലാ കാലത്തും ഈ ടെറർ ഔട്ട്ഫിറ്റുകളെ ആശ്രയിക്കാറുണ്ട്. ഇന്ത്യക്കെതിരെ ഒരു പ്രോക്സി വാർ നടത്താൻ അവർ അതിർത്തിയിൽ നുഴഞ്ഞുകയറ്റം നടത്തുക, കശ്മീരിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുക, ഇത് ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിർത്തി അശാന്തമാവുന്ന സമയത്ത് നുഴഞ്ഞുകയറ്റവും ഭീകര സംഘടനകളുടെ ആക്രമണവും മുൻകൂട്ടി കണ്ടുള്ള പ്രതിരോധവും അതിനുള്ള നടപടികളും അവിടെ ഉണ്ടോ? ഒപ്പം നാട്ടുകാരുടെ അവസ്ഥ എന്താണ്? നേരത്തെ പൂഞ്ചിലുള്ള ആളുകൾ കൂടുതൽ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നതായി ബാലഗോപാൽ പറഞ്ഞു. അതിർത്തി ഗ്രാമങ്ങളിലുള്ളവർ അവിടെ തന്നെയാണോ, അതോ അവരൊക്കെ ഇപ്പോൾ ബങ്കറുകളിലാണോ? എന്താണ് അതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള അവസ്ഥ? അഭിലാഷ്, ഈ ബങ്കറിലേക്ക് ഒരാൾ പോകണമെങ്കിൽ അവർക്ക് അതുമായി ബന്ധപ്പെട്ട് ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്ന് നിർദ്ദേശം ലഭിക്കണം. അതായത് സൈറൻ മുഴങ്ങും. ആ മുഴങ്ങിയതിന് ശേഷം മാത്രമായിരിക്കും അവർ ഈ ബങ്കറിലേക്കൊക്കെ പോകുന്നത്. ഈ നിലവിൽ ഈ നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തുള്ള മിക്ക ഗ്രാമങ്ങളിലും അല്ലെങ്കിൽ മിക്ക പോസ്റ്റുകളിലുമൊക്കെ ഈ നമുക്ക് അറിയാം ഈ അശാന്തി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ നിരന്തരം ഈ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ ഉതിർക്കുന്നുണ്ട്. അതിനൊക്കെ ശക്തമായ തിരിച്ചടി ഇന്ത്യ നൽകുകയും ചെയ്യുന്നുണ്ട്. ഈ നുഴഞ്ഞുകയറ്റം ഈ ഘട്ടത്തിൽ നടക്കുമെന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ അനൂപ് പറഞ്ഞതുപോലെ തന്നെ വലിയ അലേർട്ടിലാണ് നമ്മുടെ സുരക്ഷാ സൈന്യം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഞാനിന്ന് ജമ്മുവിൽ നിന്ന് ഈ രജോരി വഴി പൂഞ്ചിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഈ ഏതാണ്ട് റോഡിലൊക്കെ വലിയ തോതിലുള്ള പരിശോധന, ആ പരിശോധന മാത്രമല്ല 1-2 സ്ഥലങ്ങളിൽ നിന്നല്ല, നിരന്തരം നമുക്ക് അങ്ങനെ പരിശോധനകൾ നമ്മൾ വിധേയമാകുന്നു. നമ്മളുടെ ഐഡൻറ്റിറ്റി അവർ അസർട്ടൈൻ ചെയ്യുന്നു. അതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് വളരെ സെൻസിറ്റീവായിട്ടുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ആൾക്കാർക്ക് പോകാൻ വേണ്ടി കഴിയുന്നത്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ഈ നുഴഞ്ഞുകയറ്റവും മറ്റും ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് കൃത്യമായി അങ്ങനെ പറയാൻ വേണ്ടി കഴിയില്ല. പക്ഷേ ഒരു കാര്യം അഭിലാഷ് പറഞ്ഞത് സത്യമാണ്. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു കൺവെൻഷണൽ വാറിലൂടെ നമ്മളെ പരാജയപ്പെടുത്താൻ അല്ലെങ്കിൽ നമുക്ക് ഒരു തിരിച്ചടി നൽകാനോ അല്ലെങ്കിൽ ഇന്ത്യയോട് പോരാടാനോ ഉള്ള ശക്തിയൊന്നും പാകിസ്ഥാനില്ല. പാകിസ്ഥാൻ്റെ ഈ അവരുടെ
പ്രതിരോധ രംഗത്ത് തന്നെ പാളിച്ചകളുടെ ഏറ്റവും വലിയ ഉദാഹരണം, അല്ലെങ്കിൽ അത് തെളിയിക്കുന്ന ഒന്നായിരുന്നു ഈ ഓപ്പറേഷൻ സിന്ദൂർ. കാരണം ഈ 100 കിലോമീറ്റർ ഉള്ളിൽ വരെ അവരുടെ അതിർത്തിക്കുള്ളിൽ ഈ മിസൈലുകൾ പോകുമ്പോൾ ഒരു ഘട്ടത്തിൽ പോലും അവർക്കത് കണ്ടെത്താനോ അല്ലെങ്കിൽ അത് തടയാനോ ഒന്നും അവർക്ക് സാധിച്ചിരുന്നില്ല. വലിയ തോതിലുള്ള ഈ ഗീർവാണങ്ങളൊക്കെ പറയുമെങ്കിലും പാകിസ്ഥാൻ്റെ പക്കലുള്ള ആയുധങ്ങൾക്കൊക്കെ എത്രത്തോളം ശേഷിയുണ്ടെന്നുള്ള കാര്യത്തിലും സംശയമുണ്ട്. ഏതായാലും നിലവിൽ പാകിസ്ഥാൻ ഒരു തിരിച്ചടിക്ക് സ്വാഭാവികമായും അവിടുത്തെ ആഭ്യന്തര രാഷ്ട്രീയത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അവരൊരു ടോക്കണായിട്ടൊക്കെ ഒരു തിരിച്ചടിക്ക് ശ്രമിക്കുമെന്നുള്ളതല്ലാതെ ഈ ഒരു വലിയ തോതിലുള്ള ഒരു തിരിച്ചടിക്ക് ഈ ഘട്ടത്തിൽ പാകിസ്ഥാൻ മുതിരുമെന്ന് ഞാൻ കരുതുന്നില്ല. യെസ്, എന്തായാലും പാകിസ്ഥാന്റെ HQ-9 അഡ്വാൻസ്ഡ് റഡാർ സിസ്റ്റം പരാജയപ്പെട്ടിട്ടുണ്ട്. ചൈനീസ് നിർമ്മിതമാണ്. അതുകൊണ്ട് പക്ഷേ ഇന്ത്യയുടെ വ്യോമാക്രമണത്തെ ചെറുക്കാൻ കഴിഞ്ഞില്ല എന്ന വസ്തുത അവിടെ നിൽക്കുന്നുണ്ട്. എനിക്കൊരു ഇടവേള അത്യാവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം ഞാൻ മടങ്ങിയെത്താം. വീണ്ടും സൂപ്പർ പ്രൈം ടൈമിലേക്ക്. ബസന്ത്, ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത, പാകിസ്ഥാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റി മുഴുവൻ അന്താരാഷ്ട്ര വിമാന സർവീസുകളും റദ്ദാക്കിയിരിക്കുന്നു എന്നാണ്. അതായത് എല്ലാ വിമാനത്താവളങ്ങളും അടച്ചു. നേരത്തെ തന്നെ പ്രമുഖ വിമാനത്താവളങ്ങൾ ക്ലോസ് ചെയ്തിരുന്നു. ഇപ്പോൾ പാകിസ്ഥാൻ എയർ സ്പേസിലേക്ക് ഒരു അന്താരാഷ്ട്ര വിമാനവും വരേണ്ട എന്ന് പാകിസ്ഥാൻ തീരുമാനിക്കുമ്പോൾ അത് ഒരു മുൻകരുതൽ, അതായത് വലുതെന്തോ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നതിൻ്റെ സൂചനയാണോ? നമുക്കറിയാം, ലാഹോറിലും റാവൽപിണ്ടിയിലും പാകിസ്ഥാന്റെ സൈനിക ആസ്ഥാനം ഇരിക്കുന്ന റാവൽപിണ്ടിയിൽ 3 ഇന്ത്യൻ ഡ്രോണുകൾ എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ തന്നെ പറഞ്ഞു ഞങ്ങൾ 25 ഡ്രോണുകൾ ഇന്റർസെപ്റ്റ് ചെയ്തു എന്ന് പാകിസ്ഥാൻ തന്നെ സമ്മതിച്ച സാഹചര്യവും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വിമാനത്താവളങ്ങൾ അടച്ചത് ഒരു മുൻകരുതൽ എന്നുള്ള നിലയിലാവാനാണോ സാധ്യത? തീർച്ചയായും ഇത് ഇന്ത്യയുടെ പ്രതികരണം ഇനിയും എങ്ങനെയായിരിക്കും, അതായത് ഈ രണ്ടാം ഘട്ട സിന്ദൂർ ഓപ്പറേഷൻ സിന്ദൂർ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ പാകിസ്ഥാൻ ആശങ്കയുണ്ട്. ഇസ്ലാമാബാദാണ് പാകിസ്ഥാന്റെ തലസ്ഥാനമെങ്കിലും ലാഹോറാണ് എന്നും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരുപക്ഷെ ഹൃദയം എന്ന് പറയുന്ന പാകിസ്ഥാനിൻ്റെ ലാഹോർ കേന്ദ്രീകരിച്ചിട്ടാണ് അവരുടെ രാഷ്ട്രീയവും സൈനിക നീക്കങ്ങളും എല്ലാം തന്നെ. അവിടെയാണ് ഇന്ത്യ കയറി ഇന്ന് തകർത്തത് എന്നുള്ളതാണ്. അതായത് പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം തകർക്കുക, ലാഹോറിലെ തകർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു നടപടിയാണത്. പാകിസ്ഥാന് ഈ പറയുന്ന പോലെ അന്താരാഷ്ട്ര വിമാനങ്ങൾ ഇപ്പോൾ തന്നെ അവിടെ വരുന്നില്ല. പലരും പാകിസ്ഥാൻ എയർ സ്പേസ് ഒഴിവാക്കിയാണ് അന്താരാഷ്ട്ര വിമാനങ്ങൾ അടക്കമുള്ളവ പോകുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ വിവരം അനുസരിച്ചിട്ട് ഒരു വിമാനം ഫ്ലൈറ്റ് റഡാറിൽ കഴിഞ്ഞ ദിവസം വന്ന വിവരമാണ്, ഒരു വിമാനം പാകിസ്ഥാൻ്റെ അതിർത്തി വരെ എത്തി മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു എത്യോപ്യൻ വിമാനം എന്നാണ് പറയുന്നത്. പക്ഷേ അത്തരത്തിൽ പാക് വ്യോമപാത ഒഴിവാക്കിയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര വിമാനങ്ങൾ ഇപ്പോൾ തന്നെ സർവീസ് നടത്തുന്ന ഒരു സാഹചര്യമുള്ളത്. ഇന്ത്യൻ വിമാനങ്ങൾക്ക് നിരോധനമുണ്ട്. ബാക്കി ഈ പറയുന്ന വിമാന കമ്പനികൾ, ഈവൻ ലുഫ്താൻസ പോലും അല്ലെങ്കിൽ പിന്നെ സ്വിസ് എയർലൈൻസ് പോലും, ഇവയെല്ലാം തന്നെ ഇപ്പോൾ തന്നെ ഓൾറെഡി ഈ പാക് വ്യോമപാത ഒഴിവാക്കിയാണ് യാത്രകൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ വ്യോമപാത അടയ്ക്കുന്നത് ഒരു പുതിയ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും മാറ്റമുണ്ടാകുമെന്ന് അറിയില്ല. സാമ്പത്തികമായി അവർ വലിയ തോതിൽ ഞെരുങ്ങുന്ന ഒരു സാഹചര്യമാണ്. അതായത് ഈ ഈ വ്യോമപാത ഉപയോഗിക്കുന്നതിന് വിദേശ വിമാനങ്ങളായിരുന്നാൽ അതിനൊരു നിരക്ക് പാകിസ്ഥാന് ലഭിക്കുന്നതായിരുന്നു. ഇപ്പോൾ അതും പൂർണ്ണമായി അടയുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഈ ഓപ്പറേഷൻ സിന്ദൂർ 2 ഇന്ത്യ ഇപ്പോൾ ഇന്നലെ ഈ ഡ്രോണുകൾ ഉപയോഗിച്ചു. പാകിസ്ഥാൻ്റെ സൈനിക ഇൻസ്റ്റലേഷൻസാണ് പലതും ലക്ഷ്യമിട്ടിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ലാഹോറിൽ പോലും അവരുടെ സൈനിക താവളത്തിന് സമീപമാണ് ഈ ഡ്രോണ് ഇത് ചെയ്തത്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരം എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ ഈ ചൈന നിർമ്മിത ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ എവിടെയാണ് എന്നറിയാൻ വേണ്ടിയുള്ള ഒരു ഡ്രോൺ അറ്റാക്കായിരുന്നു ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് എന്നുള്ളൊരു ആഖ്യാനം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. അതായത് ഇവിടെ എവിടെയൊക്കെ ഇവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ട് എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള ഏകദേശ ധാരണ ഇന്നലത്തെ ഈ ഡ്രോൺ അറ്റാക്കിൽ നിന്ന് ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ട്. പലയിടത്തും ഇപ്പോൾ റാവൽപിണ്ടിയിൽ പോലും ഒരു സ്റ്റേഡിയത്തിൽ സ്റ്റേഡിയത്തിന് സമീപമാണ് പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. പിണ്ടിയിൽ തന്നെ ഫുഡ് സ്ട്രീറ്റിന് സമീപമാണ് ഇത് പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എവിടെയൊക്കെ ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ട് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം കൂടിയായിരുന്നു എന്നുള്ളൊരു വിലയിരുത്തലും വരുന്നുണ്ട്. ഏതായാലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർക്ക് പരസ്യമായി പറയേണ്ടി വന്നു 9 ഇടത്ത് ഇന്ത്യയുടെ ഡ്രോൺ അറ്റാക്ക് നടന്നു എന്നുള്ളത്. പക്ഷേ അതിൽ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത പോലെ തന്നെയാണ്, എങ്ങനെയാണ് ഇന്ത്യയുടെ ഒരു ഡ്രോൺ ലാഹോർ വരെ എത്തിയത് എന്നുള്ളത് പാകിസ്ഥാൻ പരിശോധിക്കേണ്ടതാണ്. ഇന്ത്യ ആക്രമിച്ചു എന്നുള്ളതിനപ്പുറത്തേക്ക് മാറി എങ്ങനെയാണ് അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തന്നെ പരാജയപ്പെട്ടത് എന്നുള്ളതാണ്. ചൈന കബളിപ്പിച്ചതാണോ? അവരുടെ ഗാർബേജുകളെല്ലാം കൊണ്ട് ചൈന പാകിസ്ഥാന് നൽകിയതാണോ? അതായത് സെക്കൻഡ് ഹാൻഡ് ഉപകരണങ്ങൾ നൽകിയതാണോ? ഏതാണ് അവിടെ സംഭവിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് വിലയിരുത്താൻ കഴിയുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, പാകിസ്ഥാൻ്റെ സൈനിക കേന്ദ്രങ്ങൾ ഭീകര ക്യാമ്പുകൾ ഇന്നലെ ഇന്ത്യയെ തകർത്തു. 2,
ഈ ചൈനീസ് ഗാർബേജ് എന്ന് പറയാവുന്ന ഇത്തരം ഈ പാക് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഇന്ത്യ തകർത്തിട്ടുണ്ട്. മൂന്നാമതായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ആത്മവീര്യവും ഇന്നത്തോടുകൂടി ഇന്ത്യ തകർത്തിട്ടുണ്ട്. തീർച്ചയായും പാകിസ്ഥാൻ സേനയെ കുറിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. HQ-9 എന്ന എയർ ഡിഫൻസ് സിസ്റ്റമാണ് പാകിസ്ഥാനുള്ളത്. ചൈനീസ് നിർമ്മിതമാണ്. ആ വ്യോമ തടസ്സത്തെ അതല്ലെങ്കിൽ ആ വ്യോമ പ്രതിരോധത്തെ ഇന്ത്യ മറികടന്നു. ലാഹോറിലെ ഈ HQ-9 ഡിഫൻസിനെ ബ്രേക്ക് ചെയ്തു, അല്ലെങ്കിൽ അതിനെ ന്യൂട്രലൈസ് ചെയ്തു എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യ ഉപയോഗിച്ചിരിക്കുന്നത് ഹറോപ്പ് IAI ആണ്. ഹറോപ്പ് എന്ന ഡ്രോൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇസ്രയേലി നിർമ്മിതമാണ്. ഇസ്രയേലി ഏജൻസിയിൽ നിന്ന് ഇന്ത്യ വാങ്ങിയ ഹറോപ്പ് എന്ന് പറയുന്നത് ഒരു സൂയിസൈഡ് ഡ്രോൺ ആണ്. ആ ഡ്രോൺ ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള റഡാർ ഇൻസ്പെക്ഷനെയും മറികടക്കാൻ ശേഷിയുള്ള ഒന്നാണ്. അപ്പോൾ ഹറോപ്പിന്റെ ശേഷി കൂടി അവിടെ തെളിയിക്കപ്പെടുകയാണ്. പല ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. നാഗാസ്ത്ര, വാർമേറ്റ്, അതുപോലെ തന്നെ സ്കൈ സ്ട്രൈക്കർ തുടങ്ങിയ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഹറോപ്പ് ഡ്രോൺ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്നലെ സ്കാൽപ്പും ഹാമറും നൽകിയ പ്രഹരം ഇന്ന് നൽകാൻ ഹറോപ്പ് എന്ന ഇസ്രയേലി നിർമ്മിത ഡ്രോണിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് വേണം നമ്മൾ സാമാന്യമായി അനുമാനിക്കാൻ. എന്തായാലും HQ-9 പാകിസ്ഥാന്റെ HQ-9 പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത, തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാനെ തള്ളിപ്പറയുന്നു എന്നുള്ളതാണ്. ഈ 21 താവളങ്ങൾ ഇന്ത്യ, ഭീകരരുടെ താവളങ്ങൾ ഇന്ത്യ ഐഡന്റിഫൈ ചെയ്യുകയും അതിൽ 9 എണ്ണത്തിൽ സ്ട്രൈക്ക് നടത്തുകയും ചെയ്തല്ലോ. ഇത് പാകിസ്ഥാൻ സേനയിൽ നിന്ന് ചോർന്നതാണ് എന്നുള്ളതാണ് തെഹ്രീക്ക് താലിബാന്റെ ആരോപണം. ഭീകരരുടെ ഒളിത്താവളങ്ങളെ സംബന്ധിച്ച ഇന്റലിജൻസ് വിവരം ഇന്ത്യക്ക് ചോർത്തി നൽകിയത് പാകിസ്ഥാൻ സേനയാണ് എന്ന് തെഹ്രീക്ക് താലിബാൻ ഒരു പ്രസ്താവനയിൽ ആരോപിക്കുന്നു. എന്ന് മാത്രമല്ല, പാകിസ്ഥാൻ സൈന്യത്തെ വിശ്വസിക്കരുത് എന്ന് പാകിസ്ഥാനിൽ വലിയ സ്വാധീനമുള്ള ഈ ഭീകരവാദ സംഘടന തെഹ്രീക്ക് താലിബാൻ ജനങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. കൗതുകകരമായ പൊട്ടിത്തെറികളാണ് പാകിസ്ഥാനിൽ അല്ലെങ്കിൽ പാകിസ്ഥാൻ രാഷ്ട്രീയത്തിലും സംഭവിക്കുന്നത് എന്ന് നമുക്ക് കാണാം. അതിന്റെ വിശദാംശങ്ങൾ ആവശ്യമുണ്ട്. എന്തായാലും തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാനെ തള്ളിപ്പറയുകയും ഞങ്ങളുടേതടക്കമുള്ള ഈ ഭീകരവാദ ക്യാമ്പുകളുടെ ലിസ്റ്റ് നിങ്ങളുടെ കയ്യിൽ നിന്നല്ലേ ഇന്ത്യക്ക് ചോർന്നത് എന്ന് പറയുകയൊക്കെ ചെയ്യുന്ന അങ്ങനെ ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരു ഇടവേള കൂടി എടുത്തതിന് ശേഷം വിശദാംശങ്ങളിലേക്ക്. പ്രത്യാക്രമണം തുടരുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ 2.0 സമഗ്രമായി പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിക്കുകയാണ് മാതൃഭൂമി ന്യൂസ്. അനൂപ് ദാസ് തുടരുന്നുണ്ട്. അനൂപ്, രണ്ടാമത്തെ ദിവസം പൊതുവെ എല്ലാവരും ഒരു ഡീഎസ്കലേഷനാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ പാകിസ്ഥാന്റെ ഭാഗത്ത് പ്രകോപനം ഉണ്ടാകുന്നു, ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് കനത്ത തിരിച്ചടി ഉണ്ടാകുന്നു. ഇന്ത്യയുടെ ഹരോപ്പ് അടക്കമുള്ള ഡ്രോണുകൾ പാകിസ്ഥാനിൽ എത്തുന്നു. അത് ലാഹോറിലെ ഒരു സൈനിക ടാർഗറ്റിന് സമീപത്താണ് വീണത്. 4 പാകിസ്ഥാൻ സൈനികർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി. റാവൽപിണ്ടിയിൽ പാകിസ്ഥാന്റെ സൈനിക ആസ്ഥാനം ഇരിക്കുന്നത് റാവൽപിണ്ടിയിലാണ്. റാവൽപിണ്ടിയിൽ 3 ഡ്രോണുകൾ എത്തി. അതിൽ ഒരു ഡ്രോൺ വീണത് റാവൽപിണ്ടി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ ഫുഡ് വെൻഡിംഗ് ഏരിയയിലാണ്. എന്ന് മാത്രമല്ല, PSL റാവൽപിണ്ടിയിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. PSL മത്സരങ്ങളെല്ലാം ഇപ്പോൾ കറാച്ചിയിലേക്ക് മാറ്റി എന്നാണ് അറിയുന്നത്. ക്രിക്കറ്റ് താരങ്ങളെ അടക്കം ഒഴിപ്പിക്കേണ്ട സാഹചര്യം പാക് ക്രിക്കറ്റ് ബോർഡിനെ സംബന്ധിച്ച്, PCBയെ സംബന്ധിച്ചുണ്ടാവുന്നു. അപ്പോൾ പാകിസ്ഥാന്റെ പെന്റഗൺ എന്നറിയപ്പെടുന്ന റാവൽപിണ്ടി, അവരുടെ ഏറ്റവും വലിയ വ്യവസായ നഗരമായ ലാഹോർ, ഇതൊക്കെ വളരെ ഈസിയാണ്, ഡ്രോണുകൾക്ക് തന്നെ ആക്സസിബിൾ ആണ് എന്ന് തെളിയിക്കപ്പെട്ട ദിവസമാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ പാകിസ്ഥാൻ എയർ സ്പേസും മറ്റുമൊക്കെ അടയ്ക്കുന്നുണ്ട്. ഒരുപക്ഷെ ഒരു വൾണറബിലിറ്റി തിരിച്ചറിഞ്ഞായിരിക്കുമോ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യം വെച്ചായിരിക്കുമോ? തിരിച്ചടി എന്ന ലക്ഷ്യം ഉറപ്പായും പാകിസ്ഥാൻ ഉണ്ടാവും. കാരണം അത്രയധികം കുഴപ്പം അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. അത് ഡ്രോണുകൾ വന്ന് ലാഹോറിലായാലും റാവൽപിണ്ടിയിലായാലും കുഴപ്പങ്ങൾ സൃഷ്ടിച്ചത്. രാജ്യത്തിനകത്ത് തന്നെ പല മേഖലകളിൽ സർക്കാർ എടുത്ത നടപടികൾ പോരാ എന്ന ആവശ്യം വരുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തെഹ്രീക്ക് താലിബാന്റെ ഉൾപ്പെടെ പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നു. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, അതിർത്തി പ്രദേശത്തെ ഇരുഭാഗത്തുമുള്ള ജനങ്ങളുടെ ജീവിതം അസാധ്യമാവും വിധമുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ കടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായിട്ട് ഇന്നലെ പുലർച്ചയോടുകൂടി പാകിസ്ഥാനിൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ തന്നെ പാകിസ്ഥാൻ സേന പൂഞ്ചിൽ തുടർച്ചയായി ഷെല്ലാക്രമണം നടത്തിയിരുന്നു. അതിൽ 16 സാധാരണക്കാരായ മനുഷ്യർ, നമ്മുടെ അതിർത്തി പ്രദേശത്തുള്ള ആളുകൾ കൊല്ലപ്പെട്ടു. ഏതാണ്ട് 60ഓളം പേർ ഇപ്പോഴും ആശുപത്രിയിലാണ്. ഇന്ത്യ തിരിച്ചടിച്ചിട്ടുണ്ട്. അവിടെ എത്ര ആളുകൾ മരിച്ചു എന്നോ എത്ര ആളുകൾക്ക് പരിക്കേറ്റു എന്ന കണക്ക് ലഭ്യമായിട്ടില്ല. പക്ഷേ ഈ സംഘർഷം ആരംഭിച്ചതിന് ശേഷം ഏറ്റവും വലിയ കുഴപ്പം സംഭവിക്കുന്നത് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അതിർത്തി പ്രദേശത്താണ് എന്നുള്ളതാണ് പറയാൻ കഴിയുന്ന കാര്യം. അതിനപ്പുറത്തേക്ക് ചെറിയ ചെറിയ സംഭവങ്ങൾ മാത്രമേ കൂടുതലായും സംഭവിക്കുന്നുള്ളൂ. എന്നാൽ അതിർത്തി പ്രദേശത്ത് കാര്യങ്ങൾ കൂടുതൽ വഷളായി വരികയാണിപ്പോൾ. കേണൽ രാജീവ് മണ്ണാളി, ഇപ്പോൾ ഒന്നാമത്തെ ദിവസം നമ്മൾ മുമ്പൊക്കെ കണ്ടതുപോലെ പത്താൻകോട്ട് എന്ന ഇന്ത്യയുടെ 2019 മറുപടിക്ക് സമാനമായ വിധത്തിൽ എന്ന് പറയുമ്പോൾ ആക്ഷൻ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ പത്താൻകോട്ടിനേക്കാൾ വലിയ ഇന്റൻസിറ്റി ഇന്നലത്തെ സ്ട്രൈക്കിനുണ്ടായിരുന്നു എന്നുള്ളത് നിസ്തർക്കമാണ്. പക്ഷേ അതുകൊണ്ട് അവസാനിച്ചു എന്ന് കരുതിയെടുത്തത് അങ്ങനെയല്ല. ഇതൊരു ഓൺഗോയിങ് എക്സർസൈസ് ആണ് എന്ന് ഇന്ത്യ വ്യക്തമാക്കുകയാണ്. പാകിസ്ഥാനിൽ ചെന്ന് 9 ഭീകര ക്യാമ്പുകൾ തകർത്തു. വലിയ നാശനഷ്ടം ഭീകരരുടെ പ്രധാനപ്പെട്ട ടാർഗറ്റുകൾക്ക് ഉണ്ടാക്കി എന്ന് മാത്രമല്ല,
ഇന്നത് വീണ്ടും തുടരുന്നത് എന്തിന്റെ സൂചനയാണ് എന്ന് മാത്രമല്ല, ലാഹോറും റാവൽപിണ്ടിയും അടക്കമുള്ള ഇടങ്ങളിലേക്ക് ഇന്ത്യ ഡ്രോണുകൾ അയക്കുകയും ആ ഡ്രോൺ പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് സമീപം വരെ എത്തുകയും ചെയ്തത് ഇതിനെ നമ്മൾ ഒരു മിലിറ്ററി ഓപ്പറേഷന്റെ രീതിയിൽ എങ്ങനെയാണ് വായിച്ചെടുക്കേണ്ടത്? ഇത് ഞാൻ 2-3 ദൃശ്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കാം. ഒന്ന്, ഇന്ന് വൈകുന്നേരമോ ഇന്ന് ഉച്ചയ്ക്കോ പാകിസ്ഥാൻ പാർലമെൻറ്റിൽ നടന്ന ഒരു ദൃശ്യമാണ്. അത് ഒരു മുൻ സൈനികൻ കൂടെയായ ഒരു പാർലമെൻറ്റ് മെമ്പർ പൊട്ടിക്കരഞ്ഞു എന്നുള്ളൊരു വാർത്തയും ഒരു ദൃശ്യവും നമ്മൾ കാണാനിടയായി. അതുപോലെ തന്നെ വൺസ് അഗെയിൻ ഒരു പാർലമെൻറ്റിൽ നടന്ന വേറൊരു സംഭവം, പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി കയ്യടി വാങ്ങുകയാണ് ഇന്ത്യയുടെ 3 റഫാൽ വിമാനങ്ങൾ അവർ നശിപ്പിച്ചു എന്നുള്ളത്. അപ്പോൾ ഇവരെന്തൊക്കെയോ ചെയ്യുന്നു, അവർ ഒരു പ്ലാൻഡ് ആക്ഷൻ, ഒരു ആക്ഷൻ പ്ലാൻ ഇല്ലാത്ത മാതിരിയാണ് എനിക്ക് തോന്നുന്നത്. ഏതെങ്കിലും ഒരു സൈനിക നീക്കം ഉണ്ടാകുമ്പോൾ അതിന് വളരെ കാര്യമായ പ്ലാനിങ്ങും പ്രിപ്പറേഷനും ഒക്കെ ആവശ്യമാണ്. പാകിസ്ഥാൻ്റെ കാര്യത്തിൽ അത് ഉണ്ടായിരുന്നോ എന്നെനിക്ക് സംശയം തോന്നുകയാണ്. കാരണം ഒരു ഇമ്പൾസീവ് റിയാക്ഷൻ മാതിരിയാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യ അവരുടെ 9 പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ആക്രമിച്ചു, എന്നാൽ ഇപ്പോൾ തന്നെ ദേ പിടിച്ചോ എന്നുള്ള മറ്റുള്ളൊരു റിയാക്ഷൻ. ആ റിയാക്ഷൻ ശരിക്കും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണോ എന്തുദ്ദേശിച്ചിട്ടാണ് എന്നുള്ളതൊന്നും ക്ലിയർ അല്ല. അതുപോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം റാവൽപിണ്ടി, ലാഹോർ, കറാച്ചിയിലൊക്കെ നമ്മുടെ ഡ്രോൺസ് എത്തുക എന്ന് വെച്ചാൽ അതിനപ്പുറം ഇനി വേറെ ഒന്നുമില്ല. കാരണം അവരുടെ എയർ സ്പേസ് തുറന്നു കിടക്കുകയാണെന്നാണ് അവർ കാണിക്കുന്നത്. ഇത് കാണിക്കുന്നത് നമ്മുടെ വ്യോമസേന വേണമെന്ന് വിചാരിച്ചാൽ പാകിസ്ഥാനിൽ എവിടെ കയറി ചെന്നും അവർക്ക് അവിടെ നാശം വിതയ്ക്കാം എന്നൊരു ഇൻഡിക്കേഷനാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ശരിയായ ഒരു ഫിസിക്കൽ അറ്റാക്ക് ഇതുവരെ വന്നിട്ടില്ല. ഇതിപ്പോൾ വ്യോമാക്രമണം മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുള്ളൂ. പിന്നെ ഷെല്ലിംഗ് ബോർഡറിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 ദിവസത്തെ ആക്ടിവിറ്റീസ് വിശകലനം ചെയ്യുകയാണെങ്കിൽ ഒരു വശത്ത് ഭാരതം വളരെ കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടിയ സംഗതികൾ എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് കണ്ടുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളും, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു എത്തിയും പിടിയും കിട്ടാത്ത ഒരു ഇമ്പൾസീവ് റിയാക്ഷൻസ് ആണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെ അല്ല ഒരു മെച്യൂർഡ് സൈന്യം ഒരു യുദ്ധത്തിന് പുറപ്പെടുക എന്നുള്ളത്. അപ്പോൾ അവർ യുദ്ധത്തിന് തയ്യാറായിരുന്നില്ല എന്ന് വേണം കരുതാൻ. അതേസമയം ഈ 15 ദിവസം എടുത്ത് ഭാരതം എല്ലാ തരത്തിലും നമ്മുടെ ഒരു പൂർണ്ണമായ തയ്യാറെടുപ്പ് നടത്തി എല്ലാ ഇൻ്റലിജൻസും ശേഖരിച്ച്, ഇപ്പോൾ നമ്മൾ ഈ കണ്ടത് ഡ്രോൺസ് പോകുന്നതൊക്കെ ആ ഇൻ്റലിജൻസ് കിട്ടിയ ഇൻഫർമേഷൻ ഒരു റീകൺഫേം ചെയ്യുകയായിരുന്നു എന്ന് വേണം കരുതാൻ. അപ്പോൾ വ്യക്തമായ ഒരു ഇൻ്റലിജൻസ് അവൈലബിലിറ്റി ഇവിടെ ഉണ്ട്. കാര്യങ്ങൾ വളരെ നേരത്തെ തന്നെ ഓപ്ഷൻസ് സെലക്ട് ചെയ്തിരിക്കുന്നു. ഒരു വളരെ കൃത്യമായ വാർ ഗെയിമിംഗ് നടന്നിട്ടുണ്ട്. മറുവശത്ത് ഇതൊന്നും കാണാനില്ല. ഇനി ഇപ്പോൾ 3-ാമത്തെ ദിവസം 4-ാമത്തെ ദിവസമൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യുമോ എന്നാണ് ഒരു ചോദ്യം ചോദിച്ചിരുന്നത്. മിക്കവാറും ഇത് തുടരാനാണ് സാധ്യത. അല്ലെങ്കിൽ പാകിസ്ഥാൻ വളരെ കൃത്യമായിട്ട് ലോകരാഷ്ട്രങ്ങളെ സമീപിച്ച്, ഒന്നുമില്ലെങ്കിൽ പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങളെ സമീപിച്ച് എങ്ങനെയെങ്കിലും ഇടപെട്ട് ഇതൊന്ന് നിർത്തിത്തരണം എന്ന് അപേക്ഷിക്കണം. അത് എപ്പോൾ നടക്കുമെന്നുള്ളതൊന്നും നമുക്കറിയില്ല. പിന്നെ ചൈന ഇതിലിടപെടാൻ നോക്കിയാൽ ഭാരതമൊട്ട് സമ്മതിക്കുകയില്ല. അപ്പോൾ പിന്നെ ഭാരതം അസന്നദ്ധമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്, എസ്കലേഷൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പാകിസ്ഥാൻ എന്തെങ്കിലും അഡ്വഞ്ചർ കാണിക്കുകയാണെങ്കിൽ, ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾ അതിന് കൃത്യമായ തിരിച്ചടി കൊടുക്കുമെന്നുള്ളത്. അപ്പോൾ ഒരു വശത്ത് ഒരു അൺസർട്ടനിറ്റി പാകിസ്ഥാൻ്റെ സൈഡിൽ നിന്ന്, ഇന്ത്യയുടെ സൈഡിൽ നിന്ന് എല്ലാത്തിനും തയ്യാറായി വളരെ കൃത്യമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ പാകിസ്ഥാൻ എങ്ങനെ അവരുടെ സിറ്റുവേഷൻ മാനേജ് ചെയ്യും എന്നുള്ളത് എനിക്കറിയില്ല. നമുക്കത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ബസന്ത് തുടരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ബസന്ത്, ഇപ്പോൾ പാക് താലിബാന്റേതായ ഒരു പരാമർശം, ഒരു പത്രക്കുറിപ്പ് വരുന്നത് പാകിസ്ഥാൻ സൈന്യത്തെ തള്ളിക്കൊണ്ടാണ്. ഇന്ന് ഇപ്പോൾ ഇന്ത്യ ഔദ്യോഗികമായി വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ഈ റൌഫ് അസറിന്റെ കാര്യം ചോദിച്ചിരുന്നു. പക്ഷെ അത്തരം കാര്യങ്ങളൊന്നും വെളിപ്പെടുത്താൻ, അല്ലെങ്കിൽ അത് പൂർണ്ണമായും ഇവാലുവേറ്റ് ചെയ്ത്
നിങ്ങളിലേക്ക് വിവരം തരാൻ മാത്രമായിട്ടില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ ഔദ്യോഗിക നിലപാട്. പക്ഷേ കൊട്ടും ഭീകരനായ റൌഫ് അസർ അടക്കം കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് എല്ലായിടത്തും ഉള്ളത്. ഇന്നലെ ഫ്യൂണറൽ ചടങ്ങുകൾ നമ്മൾ കണ്ടതുമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഭീകര സംഘടനകൾക്ക് പാകിസ്ഥാൻ ആർമിയുടെ പിടിപ്പുകേടാണ് ഇങ്ങനെ ഒരു കലാമിറ്റി വരുത്തി വെച്ചത് എന്ന ഒരു നിലപാടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അഭിപ്രായമുണ്ട് എന്നാണോ? അല്ല അഭിലാഷ്, ഇതിൽ ഇന്ന് തെഹ്രീക്ക് താലിബാൻ എന്ന് പറയുന്ന അഫ്ഗാൻ ആ ഭാഗത്ത് ഇന്ത്യ പാകിസ്ഥാൻ അഫ്ഗാൻ അതിർത്തി പ്രദേശത്തുള്ള ഒരു ഭീകര സംഘടനയാണ്, അതിനെ നിരോധിച്ചിട്ടുമുള്ളതാണ്. പക്ഷേ ഇന്ന് ഈ അവരിറക്കിയിരിക്കുന്ന ഈ പ്രസ്താവന എന്ന് പറയുന്നത് പാകിസ്ഥാൻ സൈന്യത്തെ നേരിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടാണ്. അതായത് മൗലാന മസൂദ് അസറിൻ്റെ, അതായത് ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ മസൂദ് അസറിൻ്റെ കുടുംബാംഗങ്ങളുടെ മരണത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു വധത്തിലേക്ക് നയിച്ച സംഭവങ്ങൾക്ക് ഉത്തരവാദി പാകിസ്ഥാൻ സൈന്യമാണ് എന്നുള്ളതാണ്. മാത്രമല്ല സേനയെ വിശ്വസിക്കരുത് കൂടി അവർ പറയുന്നുണ്ട്. അതായത് ഒറ്റും എന്നുള്ളതാണ് പ്രധാനമായും. അതായത് ഈ മത സംഘടനകൾക്കെതിരെ എന്നും പാകിസ്ഥാൻ സൈന്യം വിദേശ ശക്തികളുമായി, പ്രത്യേകിച്ച് അമേരിക്കയുമായി കൂട്ടുചേർന്ന് നിന്നുകൊണ്ട് എന്നും ഒറ്റുകൊടുത്തിട്ടുള്ള സ്വഭാവമുള്ള ഒരു സേനയാണ് പാകിസ്ഥാൻ്റേത് എന്നാണ് തെഹ്രീക്ക് താലിബാൻ ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത്. അതായത് അമേരിക്കയിൽ നിന്നും പണം വാങ്ങി എന്ത് ജോലിയും ചെയ്യുന്ന കോർ കമാൻഡേഴ്സ് അല്ലെങ്കിൽ ക്രോർ കമാൻഡേഴ്സാണ് പാകിസ്ഥാൻ ഉള്ളത് എന്നുള്ളത് പറഞ്ഞു വെക്കുകയാണ് തെഹ്രീക്ക് താലിബാൻ എന്നുള്ളത് നമ്മൾ വിസ്മരിക്കരുത്. പിന്നെ മസൂദ് അസറിൻ്റെ വിഷയം, മസൂദ് അസറിൻ്റെ സഹോദരൻ റൌഫ് അസറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇന്നെല്ലാവരും കൊടുത്തിട്ടുണ്ട്. അതായത് ഇന്നലെ നടന്ന ഇന്ത്യയുടെ വ്യോമാക്രമണത്തിൽ മസൂദ് അസറിൻ്റെ സഹോദരൻ റൌഫ് അസറും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ഇയാൾ ഈ സുബാനല്ല മർക്കസിൽ ഉണ്ടായിരുന്നു. മസൂദ് അസറിൻ്റെ സഹോദരിയും ഭർത്താവും അനന്തരവനും ഭാര്യയും അതോടൊപ്പം തന്നെ മറ്റ് 2-3 അനന്തരവന്മാർ 5 കുട്ടികൾ ഇവരെല്ലാവരും തന്നെ മരിച്ചത് സ്ഥിരീകരിച്ച് ഇന്നലെ മസൂദ് അസർ തന്നെ പ്രസ്താവന ഇറക്കിയിരുന്നു. പക്ഷേ റൌഫ് അസറിൻ്റെ വിഷയം വന്നത് ഇന്നാണ്. അതായത് റൌഫ് അസർ കൊല്ലപ്പെട്ടു എന്നുള്ളത് കാണ്ഡഹാറിൽ ഇന്ത്യൻ എയർലൈൻസ് വിമാനം തട്ടിക്കൊണ്ടുപോയി കാണ്ഡഹാറിൽ എത്തിക്കുകയും അവിടെ വെച്ച് ഈ ഒരാളെ വധിക്കുകയും ചെയ്ത ഒരു വലിയ സംഭവം ഇന്നും ഇന്ത്യയുടെ നോവായി നിൽക്കുന്ന ആ ഒരു കാണ്ഡഹാർ വിമാന തട്ടിപ്പിന് പിറകിലെ ആസൂത്രകനാണ് ഈ റൌഫ് അസർ എന്ന് പറയുന്നത്. മസൂദ് അസറിനെ ജയിലിൽ നിന്നും മോചിപ്പിക്കാൻ വേണ്ടി ആസൂത്രണം ചെയ്തതായിരുന്നു ഈ ആ വിമാന ഹൈജാക്ക് അല്ലെങ്കിൽ ആ വിമാനം റാഞ്ചൽ. അപ്പോൾ ആ റൌഫ് അസർ ഇന്നലെ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് ഔദ്യോഗിക വൃത്തങ്ങൾ പറയുന്നത്. പക്ഷേ അക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ ഇന്ന് വിദേശ മന്ത്രാലയം തയ്യാറായിട്ടില്ല. വിദേശ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞത് അക്കാര്യങ്ങളൊക്കെ അതടക്കമുള്ള മറ്റ് കാര്യങ്ങൾ, അതായത് എത്ര പേർ കൊല്ലപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വ്യക്തത പിന്നീട് വരുത്താമെന്ന് മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. ഈ വാർത്ത നിഷേധിച്ചിട്ടില്ല അദ്ദേഹം. അതായത് റൌഫ് അസർ കൊല്ലപ്പെട്ടു എന്നുള്ളത്. മൗലാന മസൂദ് അസർ എവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചോദ്യം. എല്ലാവരുടെയും മുന്നിൽ നിൽക്കുന്ന ഒരു വലിയ ചോദ്യം അതാണ്. കാരണം മൗലാന മസൂദ് അസർ ഇന്നലെ തൻ്റെ കുടുംബത്തിലെ 10 പേരും തൻ്റെ 4 അനുയായികളും കൊല്ലപ്പെട്ടു എന്നുള്ളത് സ്ഥിരീകരിച്ചുകൊണ്ടൊരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. മാത്രമല്ല എനിക്ക് അവരോടൊപ്പം പോകാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു വ്യസനവും അദ്ദേഹം അതിൻ്റെ കൂട്ടത്തിൽ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇയാൾ എവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം. മസൂദ് അസർ എന്ന് പറയുന്ന കൊടും ഭീകരൻ ഇന്ത്യയിൽ നിരവധി ഭീകരാക്രമണം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഒരാൾ, ഇയാൾ എവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഈ 14 പേരുടെ ശവസംസ്കാര ചടങ്ങുകൾ ഈ ബഹാവൽപൂരിൽ നടന്നത് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ കാർമ്മികത്വത്തിലാണ്. അതായത് പാകിസ്ഥാൻ സേനയുടെ ആ ഭാഗത്തുള്ള ഉന്നത കമാൻഡർമാർ അടക്കം പങ്കെടുത്ത ഒരു വലിയ ചടങ്ങായിട്ടാണ് നടന്നത്. മാത്രമല്ല ഈ മൃതദേഹങ്ങൾ ആശുപത്രിയിൽ നിന്നും കൊണ്ടുപോകുന്ന ആംബുലൻസിന് വഴിയരികിൽ നിന്ന് പാക് സൈന്യം സല്യൂട്ട് നൽകുന്ന ചിത്രങ്ങൾ വരെ പുറത്തു വന്നിട്ടുണ്ട്. എന്തിനാണ് ഒരു കൊടും ഭീകരനെ അല്ലെങ്കിൽ കൊടും ഭീകരൻ്റെ ബന്ധുക്കൾ അല്ലെങ്കിൽ കൊടും ഭീകരർ കൊല്ലപ്പെട്ട ഒരു സംഭവത്തിൽ അവരുടെ മൃതദേഹങ്ങൾ പോകുമ്പോൾ ഒരു പാക് സൈന്യം സല്യൂട്ട് ചെയ്യേണ്ട ആവശ്യം എന്താണ് എന്നാണ് അതിലെ ഏറ്റവും വലിയ ചോദ്യം. ഇന്നലത്തെ ആ ശവസംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളിലൊന്നും തന്നെ മസൂദ് അസർ വരുന്നില്ല. ഒരു പ്രസ്താവന മാത്രമേ മുന്നിലുള്ളൂ. എന്തുകൊണ്ട് മസൂദ് അസർ വന്നില്ല? പക്ഷേ തിരിച്ച് ഇന്ന് വിദേശ സെക്രട്ടറി വിക്രം മിശ്രി എടുത്തു കാണിച്ച ഒരു ഫോട്ടോ ഉണ്ട്. അത് മുറിദ്കയിൽ ഇന്നലെ ലഷ്കർ ഇ തയ്ബയുടെ അവരുടെ ആസ്ഥാനത്ത് നടന്ന ആക്രമണത്തിൽ, ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിൽ മരിച്ചവർക്ക് നടന്ന ആ സംസ്കാര ചടങ്ങുകളിൽ പാക് സൈന്യം പങ്കെടുക്കുന്നുണ്ട്. അവിടെയും പാക് സൈന്യം പങ്കെടുക്കുന്നു. അവിടെ ലഷ്കർ ഇ തയ്ബയുടെ ഒരു കമാൻഡർ
അത് നിരോധിക്കപ്പെട്ട ഒരു സംഘടനയുടെ കമാൻഡർ അതിന് മുമ്പിൽ നിന്ന് അവരുടെ പ്രാർത്ഥനകൾ ചൊല്ലുന്നു. എന്തിനാണ് പാകിസ്ഥാൻ സൈന്യം ഇത്തരത്തിൽ യൂണിഫോം ഇട്ട് ഭീകരർക്ക് സല്യൂട്ട് അടിക്കുകയും അതിൽ പാകിസ്ഥാൻ പതാക പുതയ്ക്കുന്നത് എന്തിനാണ് എന്നുള്ളതാണ് വലിയ ചോദ്യം. ഭീകരരാണവർ, കൊടും ഭീകരർക്ക് അവർ വധിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ പാകിസ്ഥാൻ പതാക പൊതിക്കേണ്ട ആവശ്യം എന്താണ്? അവിടെ പാക് സൈന്യം സല്യൂട്ട് അടിക്കേണ്ട ആവശ്യം എന്താണ് എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇന്ന് വിദേശ സെക്രട്ടറി ചോദിച്ചത്. ശരിയാണ്, ഇന്നലെ മസൂദ് അസറിൻ്റെ സഹോദരി ഭർത്താവിൻ്റെയും ഒക്കെ മരണമുണ്ടായിട്ടുണ്ട്. അവിടെ അവരുടെ മൃതദേഹം സംസ്കരിക്കുന്ന ചടങ്ങുകളിൽ മസൂദ് അസർ രംഗത്തില്ല. അപ്പോൾ മസൂദ് അസർ എവിടെ എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. അതിന് ഇതുവരെ ഉത്തരം നൽകാൻ പാകിസ്ഥാൻ സൈന്യം തയ്യാറായിട്ടില്ല. ഇന്ത്യയിൽ നിന്നും അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുന്നില്ല. പക്ഷേ മസൂദ് അസർ എവിടെ എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. സാധാരണയായി മസൂദ് അസറിനെ ഒരു UN ഡെസിഗ്നേറ്റഡ് ടെററിസ്റ്റാണ്, അതായത് മുദ്രകുത്തപ്പെട്ട ഭീകരനാണ്. മസൂദ് അസറിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്ന് പാകിസ്ഥാൻ എപ്പോഴും പറയും, ഞങ്ങളുടെ തടവിലാണ് എന്ന് പറയും. പക്ഷേ തടവ് എന്ന് പറയുന്നത് ISIയുടെ സുരക്ഷിത താവളത്തിൽ സുഖ ജീവിതം നയിക്കുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ മസൂദ് അസർ എവിടെ എന്നുള്ളവരാണ് വലിയ ചോദ്യം. ആ കൊടും ഭീകരൻ കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു വലിയ ചോദ്യം പല ഘട്ടങ്ങളിലും പല തരത്തിലും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മോടൊപ്പം മോഹൻ വർഗീസും PJ വിൻസെന്റും കൂടി പങ്കുചേരുകയാണ്. ശ്രീ PJ വിൻസെന്റ്, ഓപ്പറേഷൻ സിന്ധൂർ ഒറ്റ ദിവസം കൊണ്ട് അവസാനിക്കുന്നില്ല, ഇതൊരു ഓൺഗോയിങ് പ്രക്രിയയാണ് എന്ന് പ്രതിരോധ മന്ത്രി പറയുന്നു. അതിന്റെ രണ്ടാം ഘട്ടം നമ്മൾ ഇന്ന് കാണുന്നു. കറാച്ചിയിലും റാവൽപിണ്ടിയിലും ലാഹോറിലും അടക്കം ഇന്ത്യൻ ഡ്രോണുകൾ പാകിസ്ഥാന്റെ HQ-9 വ്യോമ പ്രതിരോധത്തെ ലംഘിച്ച് അല്ലെങ്കിൽ അതിനെ അപ്രസക്തമാക്കിക്കൊണ്ട് ചെല്ലുന്നു. സൈനിക കേന്ദ്രങ്ങൾക്ക് അടുത്തുവരെ ചെല്ലുന്നു. 4 പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായി പാകിസ്ഥാന്റെ ഔദ്യോഗിക കമ്മ്യൂണിക്കേഷൻ തന്നെ വരുന്നു. അതായത് രണ്ടാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. അതേസമയം ഇന്ത്യയിലെ 15 മിലിറ്ററി ടാർഗറ്റുകൾ പാകിസ്ഥാൻ ഉന്നം വെച്ചെങ്കിലും അത് ഫലവത്തായില്ല. ഒരു മിസൈലും ഒരു സൈനിക കേന്ദ്രത്തിലും ഒരു മിലിറ്ററി ഇൻസ്റ്റലേഷനിലും പതിച്ചിട്ടില്ല ഇന്നലെ രാത്രിയിൽ. ഇത് മുന്നോട്ട് പോവുകയാണ്. ഒരു ലിമിറ്റഡ് വാർ എന്ന സ്ഥിതിയിലേക്കാണോ നമ്മൾ? ലിമിറ്റഡ് വാർ, പരിമിത യുദ്ധം ഉണ്ടാകും എന്നത് തന്നെ ആണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷേ യുദ്ധത്തിൻ്റെ ഇപ്പോഴത്തെ ഗതി നിരീക്ഷിക്കുമ്പോൾ അത് കുറച്ചുകൂടെ തീവ്രമായ തലത്തിലേക്ക് നീങ്ങിയേക്കാം എന്നുള്ളതാണ് അത് നൽകുന്ന സൂചന. ലൈൻ ഓഫ് കൺട്രോൾ കേന്ദ്രീകരിച്ചാണ് യുദ്ധമുണ്ടാകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് പരിമിത യുദ്ധമായി കലാശിക്കും. പക്ഷേ ഇൻ്റർനാഷണൽ ബോർഡറിലേക്ക് സംഘർഷം നീണ്ടു കഴിഞ്ഞാൽ അത് സമ്പൂർണ്ണ യുദ്ധത്തിനുള്ള സാധ്യത അധികമാണ്. ഇതിപ്പോൾ പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ എല്ലാം തന്നെ ഡ്രോൺ ആക്രമണത്തിന് വിധേയമായിട്ടുണ്ട്. കറാച്ചിയിൽ സ്ഫോടനം ഉണ്ടായിട്ടുണ്ട്, റാവൽപിണ്ടി അവരുടെ മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സാണ്. ലാഹോറിൽ സ്ഫോടനം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ലാഹോറിലെ വ്യോമ പ്രതിരോധ സംവിധാനം നമ്മൾ നിർവീര്യമാക്കി കഴിഞ്ഞു. സിയാൽകോട്ട് വളരെ തന്ത്രപ്രധാനമായൊരു നഗരമാണ്. സിയാൽകോട്ടിലുള്ള ഹിസ്ബുൾ മുജാഹിദിൻ്റെ കേന്ദ്രം നമ്മൾ എയർ സ്ട്രൈക്കിൽ തകർത്തു എന്ന് മാത്രമല്ല ആ നഗരം വളരെ പ്രധാനപ്പെട്ടതാണ്. പാകിസ്ഥാൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക മേഖല കൂടിയാണ്. അവിടെയും വ്യോമ പ്രതിരോധത്തെ പൂർണ്ണമായിട്ടും ഇന്ത്യ ഉല്ലംഘിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇത് യുദ്ധം വ്യാപനത്തിൻ്റെ സാധ്യതകളുണ്ട്. ഇന്ത്യയിലെ മിലിറ്ററി ലക്ഷ്യങ്ങൾ പാകിസ്ഥാൻ ഉന്നം വെച്ചിരുന്നു. പക്ഷേ ആ ആക്രമണത്തെ ഇന്ത്യ ഫലപ്രദമായി ചെറുത്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല വ്യോമ പ്രതിരോധത്തിൻ്റെ കാര്യത്തിൽ പാകിസ്ഥാനേക്കാൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം നമുക്കുണ്ട്. S-400 ലോകത്തിലെ തന്നെ ഏറ്റവും കൃത്യതയാർന്ന ഒരു വ്യോമ പ്രതിരോധ സംവിധാനമാണ്. അത് സമ്പൂർണ്ണമായി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടില്ല എങ്കിലും നമുക്ക് റഷ്യയുടെ സാങ്കേതിക സഹായവും ഇക്കാര്യത്തിൽ ഉണ്ട്. മാത്രമല്ല പാകിസ്ഥാനെ സംബന്ധിച്ച് തിരിച്ചടിക്കുക എന്നുള്ളത് അവരുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണല്ലോ. 15 ടാർഗറ്റുകൾ അവർ വെച്ചിട്ടും അതിന് കഴിഞ്ഞില്ല. ഈ S-400 സുദർശന ചക്രം അതിനെ നിർവീര്യമാക്കി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം പിറ്റേന്ന് രാവിലെ പാകിസ്ഥാനിലേക്ക് അവരുടെ HQ-9 ഡിഫൻസിനെ പൊളിച്ചുകൊണ്ടാണ് ഡ്രോൺ അയക്കുന്നത്. അതെ, അത് വളരെ വളരെ കൃത്യമാണ്. ഇപ്പം ലോകത്തിലുള്ള ഏറ്റവും കൃത്യതയാർന്ന മിസൈൽ പ്രതിരോധ സംവിധാനത്തിൽ അത് ഈ താഡ് സംവിധാനം, അതുപോലെ ഇസ്രായേലൊക്കെ പ്രയോഗിക്കുന്ന അയൺ ഡോം, പിന്നെ S-400 ഇതൊക്കെയാണ്.
അപ്പോൾ S-400 മറ്റ് സിസ്റ്റത്തേക്കാൾ കൂടുതൽ നല്ലതാണെന്ന് കണ്ടിട്ടാണ് ഇന്ത്യ അതിൽ ഒപ്പുവെക്കുകയും റഷ്യയുമായിട്ട് ആ S-24 മിസൈൽ വേദ സംവിധാനം സ്ഥാപിക്കാനുള്ള കരാർ ഒപ്പിടുകയും ചെയ്യുന്നത്. ഇന്ത്യക്കും 2 വർഷം മുന്നേ തന്നെ ചൈന ഈ സംവിധാനം റഷ്യയിൽ നിന്ന് വാങ്ങിക്കുകയുണ്ടായി. ഏതായാലും അതോടൊപ്പം തദ്ദേശീയമായി നമ്മൾ രൂപകൽപ്പന ചെയ്ത വ്യോമ പ്രതിരോധ സംവിധാനവും കൂടി ഉണ്ട് എന്നാണ് മിലിറ്ററി ഇൻ്റലിജൻസിൻ്റെ സൂചന. അപ്പോൾ റഷ്യയുടെ സിസ്റ്റം നമ്മൾ സ്ഥാപിക്കുന്നത് മാത്രമല്ല, അതിനെ നിരന്തരമായി നവീകരിച്ച് ഇന്ത്യൻ സാഹചര്യത്തിന് ഇണങ്ങുന്ന വിധത്തിൽ കസ്റ്റമൈസ് ചെയ്ത് ഉപയോഗിക്കുന്നതിൽ ഇന്ത്യൻ സൈന്യം വലിയ മേൽക്കൈ കാണിച്ചിരിക്കുന്നു. അതാണ് നമുക്ക് വളരെ സുവ്യക്തമായി പാകിസ്ഥാൻ്റെ അക്രമത്തെ ഇല്ലാതാക്കാൻ സാധിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പാകിസ്ഥാൻ ഇന്നിപ്പോൾ ഒരു തുറന്നു കിടക്കുന്ന പ്രദേശമാണ്. അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഏറെക്കുറെ നിർവീര്യമാക്കപ്പെട്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇനി ഇന്ത്യക്കെതിരെ ഒരു ആക്രമണം നടന്നു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ മിലിറ്ററി ആസ്ഥാനമായ റാവൽപിണ്ടിയെ പോലും പ്രതിരോധിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. മാത്രമല്ല, അവരുടെ വളരെ പേരുകേട്ട വ്യോമ സംവിധാനം, അവർക്ക് അമേരിക്കയെല്ലാം നൽകിയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എയർക്രാഫ്റ്റുകളുണ്ട്, അതുപോലെ വിമാനങ്ങളുണ്ട്. പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ടും അവർക്ക് നമ്മളുടെ സ്കാൾപ്പ് മിസൈലുകളും ഹമ്മർ ബോംബുകളും വളരെ കൃത്യതയോടെ 9 കേന്ദ്രങ്ങളിൽ പതിച്ചപ്പോൾ ഒന്നിനെ പോലും അവർക്ക് വെടിവെച്ചിടാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അവരുടെ വ്യോമ പ്രതിരോധവും യഥാർത്ഥത്തിൽ പാളിപ്പോയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ അവർക്ക് ഒരു മേൽക്കൈ ഉണ്ടാക്കാൻ, മേൽക്കൈ എന്ന് പറയാൻ സാധിക്കില്ല, പക്ഷേ LOC കേന്ദ്രീകരിച്ച് അവർ ഷെല്ലിങ്ങും നിരന്തരമായ ഷെല്ലിങ്, അതുപോലെ വെടിവെപ്പ് തുടരുകയാണ്. ഇപ്പം നിലവിൽ തന്നെ 15 ആളുകൾ കൊല ചെയ്യപ്പെട്ടു എന്നതാണ് റിപ്പോർട്ട്, അല്ലേ അഭിലാഷ്? ലേറ്റസ്റ്റ് റിപ്പോർട്ട് 16 അതിൽ തന്നെ 14 പേര് പൗരൻ, 16 പേര്, 15 സിവിലിയന്മാരും ഒരു പട്ടാളക്കാരനും. അതെ. അപ്പോൾ മറ്റേ പൂഞ്ച് ജില്ലയിൽ അവിടെ ഒരു സിഖ് ഗുരുദ്വാര ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇന്ത്യയിലെ സിവിലിയന്മാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആ മേഖലയിൽ കനത്ത ഷെല്ലിംഗ് നടത്തുകയും ജനജീവിതം ദുസ്സഹമാക്കുന്നതിലും പാകിസ്ഥാൻ ഇപ്പോൾ താൽക്കാലികമായ ഒരു വിജയം നേടിയിട്ടുണ്ട്. അത് കൃത്യമായ പ്ലാനിംഗ് ഒന്നുമില്ലാതെ അതിർത്തിയല്ല, ലൈൻ ഓഫ് കൺട്രോൾ ഉടനീളം അക്രമം നടത്തുകയാണ്. അതൊരു പക്ഷേ എനിക്ക് തോന്നുന്നത് നീലം വാലി മുതൽ ഒരുപക്ഷെ പൂഞ്ച് ജില്ല വരെ നീളുന്ന ഏകദേശം 750ഓളം വരുന്ന LOCയുടെ മേഖലയിൽ ഉടനീളം നിരവധി ഭീകര ക്യാമ്പുകളുണ്ട്. ആ ക്യാമ്പുകൾ ഇന്ത്യ ഓൾറെഡി ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 9 ആക്രമിച്ചതിൻ്റെ തുടർച്ചയായി മറ്റ് ക്യാമ്പുകൾ കൂടി ആക്രമിക്കപ്പെടും എന്നുള്ള സാഹചര്യത്തിൽ അതിന് പ്രതിരോധം സൃഷ്ടിക്കാനാണോ ആ മേഖലയിൽ നിരന്തരമായി വെടിവെയ്പ്പ് നടത്തുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കും. സംസാരിക്കാൻ ശ്രീ മോഹൻ വർഗീസുണ്ട്. ശ്രീ മോഹൻ വർഗീസ്, ഇന്ന് തെളിയിക്കപ്പെട്ട ഒരു കാര്യം, ഇന്ത്യയുടെ S-400 ട്രയംഫ്, ഇന്ത്യയുടെ റഷ്യൻ കവർ, അത് വളരെ ഭദ്രമാണ്. പാകിസ്ഥാന്റെ മിസൈലുകളൊന്നും ഇങ്ങോട്ട് ഇന്ത്യൻ ടെറിട്ടറിയിലേക്ക്, ഇന്ത്യൻ മിലിറ്ററി ഇൻസ്റ്റലേഷനുകളിലേക്ക് വന്നിട്ടില്ല, അതിനു മുമ്പ് തകർക്കപ്പെട്ടു. അപ്പോൾ ആ കാര്യത്തിൽ അത് വളരെ വളരെ അഡ്വാൻസ്ഡ് ആണ് എന്ന് തെളിയുന്നു ഒരു ഭാഗം. 2, പാകിസ്ഥാന്റെ ചൈനീസ് HQ-9 അത്ര ഫലപ്രദമല്ല എന്ന് കൂടി തെളിയിക്കുകയാണ്. കാരണം ഇന്ത്യയുടെ ഹരോപ്പ് മാത്രമല്ല, ഇന്ത്യയുടെ തദ്ദേശീയമായ നാഗാസ്ത്രയും വാർമേറ്റും അടക്കമുള്ള ഡ്രോണുകൾ പാകിസ്ഥാനിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, പാകിസ്ഥാനിൽ സൈനിക ആസ്ഥാനം ഇരിക്കുന്ന റാവൽപിണ്ടിയിൽ 3 ഡ്രോണുകൾ എത്തുകയും 1 ഡ്രോൺ റാവൽപിണ്ടി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ ഭക്ഷണ ക്രമീകരണ ശാലയിൽ പതിക്കുകയും വരെ ചെയ്തു. ലാഹോറിലും ഒരു സൈനിക സ്ഥാനത്തിന് അടുത്താണ് ഇന്ത്യയുടെ ഒരു ഡ്രോൺ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇസ്രായേലി നിർമ്മിത ഹരോപ്പ് ലക്ഷ്യവേദിയാവുന്നു, റഷ്യൻ നിർമ്മിത S-400 ഇന്ത്യക്ക് കവർ ഒരുക്കുന്നു. അപ്പോൾ ഒരു യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ത്യ എന്താണ് എന്ന് വ്യക്തമാക്കപ്പെടുന്ന ദിവസമാണോ കടന്നു പോകുന്നത്? അഭിലാഷ്, ആകാശങ്ങൾ ആരാണ് വാഴുന്നത് എന്നത് ഇന്ന് കൃത്യമായി തെളിയുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ആകാശ ആധിപത്യത്തിന് വേണ്ടിയാണ് ഇപ്പോൾ പാകിസ്ഥാനും ഇന്ത്യയും പോരാടുന്നത് എന്നുള്ള ഒരു കണക്കാണ് ഇപ്പോൾ വരുന്നത്. അപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം, വ്യോമ ഡിഫൻസ് സംവിധാനം, അതാണല്ലോ S-400 സംവിധാനം. S-400 സംവിധാനം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇന്ത്യയുടെ മണ്ണിൽ
പാകിസ്ഥാനിൽ നിന്നുള്ള കാര്യമായ ഒബ്ജക്റ്റുകൾ വീണ് നാശമുണ്ടാക്കിയതായി തെളിവില്ല. ആകെപ്പാടെയുള്ളത് ഷെല്ലുകൾ മാത്രമാണ്, അതിർത്തിയിലുള്ള ഷെല്ലാക്രമണം മാത്രമാണ് പാകിസ്ഥാനിൽ നിന്നും കടന്നു വരുന്ന ഏറിയൽ ഒബ്ജക്ട്സ്. അതേസമയം ഇന്ത്യയുടെ 15 നഗരങ്ങൾ, അതിൽ പഞ്ചാബിലെ നഗരങ്ങളുണ്ട്, രാജസ്ഥാനിലെ നഗരങ്ങളുണ്ട്, കാശ്മീരിലെ നഗരങ്ങളുണ്ട്, ഇവിടെ എല്ലാം തന്നെ എയർഫീൽഡുകളുമുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ ആദ്യഘട്ടത്തിൽ ടാർഗറ്റ് ചെയ്തത് എയർഫീൽഡുകളെയാണ്, ഇന്ത്യയിലെ എയർഫീൽഡുകളെയാണ്. ഒരുപക്ഷെ ഇന്ത്യയുടെ വിമാനങ്ങൾ പറന്നുയരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുന്നതിൻ്റെ ഭാഗമായി എയർഫീൽഡുകളെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ചിത്രം നമ്മൾ കണ്ടു. എയർഫീൽഡുകൾ ഉണ്ടെങ്കിൽ മാത്രമല്ലേ വിമാനങ്ങൾക്ക് പറന്നു കയറാനാവും. ഒരു നല്ലൊരു യുദ്ധതന്ത്രമാണ് പൊതുവെ പറഞ്ഞാൽ എയർഫീൽഡുകൾ ആക്രമിക്കുക, അങ്ങനെ എയർക്രാഫ്റ്റുകൾ പറന്നു പോകുന്ന അന്തരീക്ഷം ഒഴിവാക്കുക. ആ ഒരു ദൗത്യമാണ് പാകിസ്ഥാന്റെ ഡ്രോണുകൾക്കും മിസൈലുകൾക്കും നൽകിയിരുന്നത്. പക്ഷേ ഇന്ത്യയുടെ റഷ്യൻ നിർമ്മിത S-400 സംവിധാനം ഒരു കവചം ഒരുക്കുന്ന കാഴ്ചയാണ്. ഇതത്ര എളുപ്പമല്ല. ഇസ്രയേലിന് അയൺ ഡോം കവചം ഒരുക്കുന്നത് പോലെ അത്ര ലളിതമായ ഒരു കാര്യമല്ല. ഇന്ത്യ പോലെയുള്ള ഒരു ബൃഹത് രാജ്യത്തെ, ദീർഘമായ അതിരുകളുള്ള ഒരു രാജ്യത്തെ ആകാശ കവചം ഒരുക്കുക എന്നത് ക്ഷിപ്രസാധ്യമായ ഒരു കാര്യമല്ല. എന്നിരുന്നാൽ തന്നെ തദ്ദേശീയമായി ഡെവലപ്പ് ചെയ്ത ആന്റി ബാലിസ്റ്റിക് മിസൈൽ സംവിധാനങ്ങളും വെളിയിൽ നിന്ന് സോഴ്സ് ചെയ്ത S-400 ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഒത്തുചേർന്ന് പ്രവർത്തിച്ചപ്പോൾ യാതൊരു ഡാമേജും ഇല്ലാതെ തന്നെ ഇന്നത്തെ ദിവസം കടന്നുപോയി എന്ന രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ പാകിസ്ഥാൻ ഹാസ് സ്റ്റാർട്ടഡ് ദി എസ്കലേഷൻ ഡ്രൈവ്. അതായത് ഇന്നലെ കഴിഞ്ഞ 24 മണിക്കൂറിന് മുൻപിൽ യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യ ഒന്നാന്തരം ഒരു ഓഫർ വെച്ചതാണ്. അതുമാത്രമല്ല, ആ ഒരു ചൂണ്ടയിൽ പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഒന്ന് കുത്തുകയും ചെയ്തതാണ്. ഞങ്ങൾ എസ്കലേഷൻ മോഡിൽ നിന്നും പിന്നോട്ട് പോകാൻ തയ്യാറാണ്, ഇന്ത്യ ആക്രമണം നിർത്തുമെങ്കിൽ ഞങ്ങൾ ഇനി ആക്രമിക്കാനില്ല എന്ന രീതിയിൽ പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്റ്റർ ഖ്വാജ ആസിഫ് പറഞ്ഞതാണ്. പക്ഷേ കേവലം 6 മണിക്കൂറിനുള്ളിൽ ആ വാദം തിരുത്തി പറയേണ്ടി വന്നു. സൈന്യത്തിന്റെ സമ്മർദ്ദം കാരണം ശ്രീ അഭിലാഷ് അദ്ദേഹത്തിന് തന്റെ വാക്കുകളിൽ നിന്നും പിന്നോട്ട് പോകേണ്ടി വന്നു. അപ്പൊ പോപ്പുലർ പ്രഷറുണ്ട്. മാത്രമല്ല പാകിസ്ഥാൻ ബാക്ക് ഫുട്ടിലായി. ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ സിവിൽ ഏവിയേഷൻ അതോറിറ്റി പാകിസ്ഥാനിലേക്കുള്ള മുഴുവൻ അന്താരാഷ്ട്ര വിമാന സർവീസുകളും സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നു. നേരത്തെ തന്നെ 3 പ്രധാനപ്പെട്ട ലാഹോർ, കറാച്ചി, ഇസ്ലാമാബാദ് അടക്കമുള്ള വിമാനത്താവളങ്ങൾ അടച്ചിരുന്നെങ്കിൽ പാകിസ്ഥാന്റെ ഒരു അന്താരാഷ്ട്ര സർവീസ് പോലും നടത്താൻ കഴിയാത്ത വിധത്തിൽ എയർ സ്പേസ് ക്ലോസ് ചെയ്യുകയാണ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി. എന്ന് പറഞ്ഞാൽ ഒരു വിമാനവും, ഒരു അന്തർദേശീയ വിമാനവും പാകിസ്ഥാനിലേക്ക് വരേണ്ടെന്ന് അവർ തീരുമാനിക്കുമ്പോൾ അത്രയും വൾണറബിൾ ആണ് എന്ന് ലോകത്തോട് പറയുകയാണ്. പാകിസ്ഥാന്റെ എയർ സ്പേസ് നിശ്ചലമായിരിക്കുന്നു ശ്രീ അഭിലാഷ്. കാരണം നോക്കൂ, ഈ ആധുനിക കാലത്തെ യുദ്ധങ്ങളിൽ ആകാശത്ത് മേൽക്കോയ്മ സ്ഥാപിക്കാൻ സാധിച്ചില്ല എങ്കിൽ ഗ്രൗണ്ട് ലെവൽ ഓപ്പറേഷൻസ് നടക്കില്ല. കാരണം ആകാശങ്ങളിൽ സൃഷ്ടിക്കുന്ന മേധാവിത്വം, സുരക്ഷ, ഏറിയൽ ഒരു ഡിഫൻസ് അല്ലെങ്കിൽ ഏറിയൽ ഒരു കവർ, ആ ഏറിയൽ കവറിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഗ്രൗണ്ട് ഓപ്പറേഷനിൽ മുന്നോട്ട് പോകാനാക്കൂ. ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ ഗ്രൗണ്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ഈ സ്റ്റേജിൽ നടക്കുമെന്നറിയില്ല, പക്ഷേ ലോക്കൽ യുദ്ധം ആണ് നടക്കുന്നത് എന്ന പ്രതീതിയാണ് ആദ്യം ഉണ്ടായതെങ്കിലും ഇപ്പോഴത്തെ നിലയിൽ അതിൻ്റെ സ്കെയിൽ വെച്ച് നോക്കുമ്പോൾ ശ്രീ വിജയ് വിൻസെന്റ് പറഞ്ഞതും ശരിയാണ്. കാരണം അതിർത്തിയിലുടനീളം 2 തരം അതിർത്തിയുണ്ട്. LOC എന്ന കാശ്മീർ അതിർത്തി, അതുപോലെ റെസ്റ്റ് ഓഫ് ദ നേഷൻ അതിർത്തിയുണ്ട്. അതാണ് ഇന്റർനാഷണൽ ബോർഡർ. അപ്പോൾ ഈ ഒരു ഇന്റർനാഷണൽ ബോർഡറായ റാഡ്ക്ലിഫ് ലൈനിലെ ഉടനീളം ആക്രമണ സജ്ജമായി നിൽക്കുന്ന 2 സൈന്യങ്ങൾ എന്ന് പറയുമ്പോൾ കൃത്യമായി പറഞ്ഞാൽ നിർവചനം, ഞാനൊരു പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകൻ കൂടിയായിരുന്നു, അപ്പോൾ കൃത്യമായി ലോക്കൽ വാറിൻ്റെ നിർവചനത്തിൽ പെടുന്ന ഒരു എസ്കലേഷൻ അല്ല ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു യുദ്ധ സമാനമായ സാഹചര്യത്തിൽ നിന്നും കഴിഞ്ഞ 6-7 മണിക്കൂറുകൾക്കുള്ളിൽ ഒരു യുദ്ധ സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വാർ ഫുട്ടിങ്ങിലേക്ക് രാജ്യം പോയിരിക്കുന്നു. 2 രാജ്യങ്ങളും മാറിയിരിക്കുന്നു. അപ്പോൾ ഇനി ഇതിനെ ഒരു നോമൻക്ലേച്ചർ എന്നുള്ള നിലയിൽ ഇതിനെ വിശകലനം ചെയ്യേണ്ടത് ഇന്ത്യ പാക് യുദ്ധം എന്നാണ്. 1971 യുദ്ധത്തിന് ശേഷം കാർഗിൽ അപൂർണമായ യുദ്ധമല്ല, കാർഗിൽ ഒരു പോരാട്ടം, അതിർത്തി പോരാട്ടം, ലോക്കൽ വാർ മാത്രമാണ്. ഇതൊരു ഫുൾ സ്കെയിൽ വാറിന്റെ എല്ലാ ലക്ഷണങ്ങളും കാണുന്നു. അതുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഡീഎസ്കലേഷന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എവിടെ നിന്ന് എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. എനിക്ക് ഒരു ഇടവേള അത്യാവശ്യമാണ്, അതിനുശേഷം ഞാൻ അതിഥികളിലേക്ക് മടങ്ങിയെത്തും. വീണ്ടും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം എന്നാണോ, യുദ്ധ സമാനമായ സാഹചര്യം എന്നാണോ വിളിക്കേണ്ടത് എന്നറിയില്ല. ശ്രീ PJ വിൻസെന്റ്, ഇനി എന്ത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ
ആദ്യം ഇന്ത്യ പാകിസ്ഥാനിലെ 9 ടെറർ ലോഞ്ച് പാഡുകളെ ലക്ഷ്യം വെച്ചു. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് അതിന് തിരിച്ചടി രാത്രിയിലുണ്ടായി. അവർ ഇന്ത്യയുടെ സൈനിക സ്ഥാപനങ്ങളെ ലക്ഷ്യം വെച്ചു. വീണ്ടും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് പുലർച്ചെ അതിന് മറുപടി ഉണ്ടായി. ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞ പോലെ ടിറ്റ് ഫോർ ടാറ്റ് ആണ് ഉണ്ടായിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് പോയിട്ടില്ല. അപ്പോൾ ഇനി അവിടെ നിന്ന് പ്രകോപനം ഉണ്ടാവാതിരുന്നാൽ ഒരുപക്ഷെ ഇത് അവസാനിക്കും എന്ന് നമുക്ക് വിചാരിക്കാൻ കഴിയുമോ? സ്വാഭാവികമായും ഒരു വലിയ ലാർജ് സ്കെയിൽ വാറിന് ലോകത്താർക്കും താല്പര്യം ഉണ്ടാവില്ല. 2 ആണവ ശക്തികളാണ്. സ്വാഭാവികമായും ഇതര രാജ്യങ്ങൾ ഇടപെടുകയും ചെയ്യും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ടിറ്റ് ഫോർ ടാറ്റ് യുക്തി വെച്ചാൽ ഇനിയിപ്പോ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനം ഉണ്ടാവണം, ഇന്ത്യയുടെ ഒരു തിരിച്ചടി ഉണ്ടാവണം എങ്കിൽ പാകിസ്ഥാൻ ഇനി സംയമനം പാലിച്ചാൽ ഇത് അവസാനിക്കുമോ? ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞത് വളരെ കൃത്യമാണ്. ഇത് ഒരു ലോക്കൽ വാറോ അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് വാറിൻ്റെ സ്വഭാവമല്ല ഉള്ളത്. 1999 കാർഗിൽ യുദ്ധസമയത്ത് ഇന്ത്യയിലേക്ക് കടന്നു കയറിയ 12 കിലോമീറ്ററോളം കടന്നു വന്ന ഭീകരരെ പുറത്താക്കുക എന്നതായിരുന്നു. അതിനപ്പുറത്തേക്ക് കടക്കുക, LOC ക്രോസ് ചെയ്യുക എന്ന അജണ്ട പോലും അന്ന് ഇന്ത്യക്കുണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് അങ്ങനെയല്ല. അതിർത്തിയിലുടനീളം രാജ്യത്തിനകത്തും പുറത്തും ഇന്ത്യ നടത്തിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ സൂചിപ്പിക്കുന്നത് ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് വാർ, ഒരു സമ്പൂർണ്ണ യുദ്ധത്തിന് രാജ്യം തയ്യാറാണ് എന്നതാണ്. മാത്രമല്ല, ട്രംപ് സൂചിപ്പിച്ചതുപോലെ ടിറ്റ് ഫോർ ടാറ്റ്, അവരൊരു അടി തന്നു മറ്റൊരു തിരിച്ചടി കൊടുക്കുക, അതോടുകൂടി അവസാനിപ്പിക്കുക എന്ന് പറയാൻ പറ്റുമോ? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എത്രയാണ് പത്രസമ്മേളനം എന്നല്ല മിശ്രിയും അതുപോലെ സോഫിയ ഖുറൈഷിയും ജോമിക സിംഗും നടത്തിയിട്ടുള്ള പത്രസമ്മേളനത്തിൻ്റെ തുടക്കത്തിൽ 2001 പാർലമെൻറ്റ് ആക്രമണം മുതൽ കാണിച്ചുകൊണ്ടാണ് 2025 ഒക്ടോബർ 22 പഹൽഗാം കാണിച്ചത്. അത് വ്യക്തമായ സൂചനയാണ്. എന്ന് വെച്ചാൽ ഒരക്രമം ഇങ്ങോട്ടുണ്ടാകുമ്പോൾ തിരിച്ചങ്ങോട്ട് ഒരക്രമം കൊടുക്കുക, അത് ഒരു റിട്ടാലിയേഷനാണ്. അപ്പം ഈ ജസ്റ്റ് റിട്ടാലിയേഷൻ അതിനപ്പുറത്തേക്ക് കടക്കാതെ ഇതിങ്ങനെ നിരന്തരമായി ചത്തും കൊന്നും അടക്കിക്കൊള്ളുക എന്ന മട്ടിൽ മുന്നോട്ട് പോകണം എന്നാണോ ലോകരാഷ്ട്രങ്ങളും ഇന്ത്യയും ആഗ്രഹിക്കുന്നത്? ഏതായാലും ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ഫോർമേഷൻ അങ്ങനെയല്ല ആഗ്രഹിക്കുന്നത്. ഇനി ഒരു ടിറ്റ് ഫോർ ടാറ്റ് അല്ല, മറിച്ച് ഇനി പാകിസ്ഥാൻ്റെ മണ്ണിൽ നിന്ന് ഇത്തരത്തിലുള്ള തീവ്രവാദവും അക്രമവും ഉണ്ടായാൽ അത് ഫിനിഷ് ചെയ്യുന്നതിലേക്ക് നയിക്കുന്ന ശക്തമായ റെസ്പോൺസസ് ഉണ്ടാകും എന്നതിൻ്റെ സൂചനയാണല്ലോ. അതുകൊണ്ടാണ് ഇപ്പം ബലാക്കോട്ട് നമ്മൾ അറ്റാക്ക് ചെയ്തത് 12 ദിവസം കഴിഞ്ഞിട്ടാണ്. അതുപോലെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് മാത്രം നടത്താനാണെങ്കിൽ ഇത്രയും അധികം ഒരു മുന്നൊരുക്കങ്ങളുടെ ആവശ്യമുണ്ടായിരുന്നില്ല. അപ്പോൾ അത് മാത്രവുമല്ല, രാജ്യം സമ്പൂർണമായ യുദ്ധപ്രഖ്യാപനം ഇതിനു മുന്നേ തന്നെ നടത്തിക്കഴിഞ്ഞു സാങ്കേതികമായി. കാരണം ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് സമസ്ത തലങ്ങളിലുമുള്ള ബന്ധവിച്ഛേദനം നടത്തി കഴിഞ്ഞു. എല്ലാ കരാറുകളിൽ നിന്നും നമ്മൾ പിൻവാങ്ങി. അതിപ്പം സിംല കരാർ പിന്നെ പാകിസ്ഥാൻ തന്നെ മുൻകൂട്ടി അങ്ങ് പിൻവാങ്ങിയതുകൊണ്ട് അതിൻ്റെ പ്രശ്നവുമില്ല. അപ്പോൾ വാട്ടർ ട്രീറ്റി, ഇൻഡസ് വാട്ടർ ട്രീറ്റി അടക്കം പാകിസ്ഥാനുമായിട്ട് നയതന്ത്ര തലത്തിലും തന്ത്രപരമായിട്ടും സാമ്പത്തിക രംഗത്തിലും സാംസ്കാരികവുമായിട്ടുള്ള സകല ബന്ധങ്ങളും വിച്ഛേദിച്ചിരിക്കുന്നു. അതിൻ്റെ അവസാനമായിട്ട് അതിനുശേഷമാണ് ഒരു കൈനറ്റിക് വാറിലേക്ക് ഇന്ത്യ കടക്കുന്നത്. ഇനി അതിനോട് പാകിസ്ഥാൻ്റെ പ്രതികരണം ശക്തമാണ്. പാകിസ്ഥാനും അതിനെതിരെ പ്രതിരോധിച്ചു കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും ഇതുവരെ സംഭവിച്ച രീതിയിൽ ഒരു ടിറ്റ് ഫോർ ടാറ്റ് കൊടുത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കുക, ഇനി അടുത്ത ആക്രമണത്തിന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുക, അന്നേരം വീണ്ടും ഒരു തിരിച്ചടി കൊടുക്കാൻ നമ്മൾ തയ്യാറെടുക്കുക. ഇത് ഒരു രാജ്യം എന്ന നിലയ്ക്ക് ഇത് ഈ രൂപത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇനി നേരിട്ട് യുദ്ധം ചെയ്തിട്ട് യുദ്ധവിജയമുണ്ടായ ഘട്ടത്തിലാണെങ്കിൽ നേരെ ഡിപ്ലോമാറ്റിക് ടേബിളിൽ പോയിട്ട് നമ്മൾ നേടിയ യുദ്ധവിജയങ്ങളെല്ലാം അടിയറ വെച്ച് പഴയ അതിർത്തിയിലേക്ക് പിൻവാങ്ങി എല്ലാം സബൂറാക്കി മടങ്ങിപ്പോരുക. ഇതാണ് ഈ പാക് ഇന്ത്യ സംഘർഷത്തിൽ ഇതുവരെ നമ്മൾ കണ്ടുവന്ന ഒരു ശീലം. 2016 ഉറി ആക്രമണത്തിന് ശേഷം ആ ശീലത്തിൽ ഒരു മാറ്റം കണ്ടു. LOC കടന്ന് നമ്മൾ പാക് അധീന കാശ്മീരിൽ ആക്രമണം നടത്തി. 2019 പുൽവാമയ്ക്ക് ശേഷം പാകിസ്ഥാനിലെ ഖൈബർ പഷ്തൂൺഖ പ്രോവിൻസിലുള്ള ബലാക്കോട്ട് അറ്റാക്ക് ചെയ്തു. അത് ആദ്യമായിട്ടാണ് ഇന്ത്യ പാകിസ്ഥാനിൽ പോയിട്ട് ആക്രമണം നടത്തുന്നത്. രണ്ടാമത് നടക്കുന്ന പഹൽഗാമിന് ശേഷം ഇപ്പോൾ നമ്മൾ
പഞ്ചാബ് പ്രോവിൻസാണ് പാകിസ്ഥാൻ്റെ കേന്ദ്രം. പഞ്ചാബ് പ്രോവിൻസിലെ സിയാൽകോട്ടിലെ ഹിസ്ബുൾ മുജാഹിദിൻ്റെ കേന്ദ്രം തകർത്തു. അതുപോലെ ജെയ്ഷെ മുഹമ്മദിൻ്റെ കേന്ദ്രം തകർത്തു. അവിടെ ഡ്രെഡഡ് ക്രിമിനലും ടെററിസ്റ്റുമായിട്ടുള്ള റൌഫ് അഷർ അടക്കമുള്ള ആളുകൾ കൊല ചെയ്യപ്പെട്ടു. അപ്പോൾ ഇത് നൽകുന്ന സൂചന ഒരു സമഗ്ര യുദ്ധത്തിൻ്റെതാണ്. ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, പാകിസ്ഥാന് ഏതൊക്കെ തരത്തിലാണോ ദൗർബല്യമുള്ളത് അതെല്ലാം ഉപയോഗപ്പെടുത്തുക എന്ന നിലയിലേക്ക് ഇന്ത്യൻ സ്ട്രാറ്റജി മാറിയിട്ടുണ്ട്. അവിടെ ഒരു സിവിലൈസ്ഡ് വാർ എന്ന മനോഹരമായ വാക്കെല്ലാം പദത്തിനകത്ത് നമ്മൾ പാകിസ്ഥാൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടുകയോ പാകിസ്ഥാനെ ശിഥിലീകരിക്കുന്ന ശക്തികൾക്ക് സഹായം കൊടുക്കുകയോ എന്നിത്യാദി കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നാണ് നമ്മൾ സാങ്കേതികമായി മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോൾ അതിൽ നിന്നുള്ള മാറ്റം കാണുന്നുണ്ട്. പാകിസ്ഥാൻ്റെ ആന്തരിക ദൗർബല്യങ്ങളെ വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ ഇന്ത്യ ഇടപെടൽ നടത്തുന്നുണ്ട്. അത് വേണ്ടതാണ് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. എന്തുകൊണ്ടാണ് ഏപ്രിൽ 14 പാകിസ്ഥാൻ്റെ സൈനിക മേധാവി ജിഹാദി ജനറൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട അസിം മുനീർ ഈ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഒരു ഹിന്ദു മുസ്ലിം ദേശീയതയിലേക്ക് ചുരുക്കി അവതരിപ്പിച്ചത്? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ചെയ്താൽ പോരെ, അതിലേക്ക് എന്തിനാണ് ഇത് ഒരു ഹിന്ദു മുസ്ലിം നാഷണാലിറ്റിയുടെ പ്രശ്നമാണ് എന്ന് 1940കളിലെ വീണ്ടും വാദിച്ചുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് ആഭ്യന്തരമായി ഇന്ത്യയെ ശിഥിലീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആഭ്യന്തരമായി ഹിന്ദു മുസ്ലിം സംഘർഷം ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. പഹൽഗാമിൽ അവർ വളരെ കൃത്യമായി ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ച് വന്നതിന് വേണ്ടിയിട്ടാണ്, അതിനും ഇതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് ടിറ്റ് ഫോർ ടാറ്റ് തിരിച്ചും അങ്ങോട്ട് വരുന്നുണ്ട്. അവിടെയാണ് ബലൂച്ച് നാഷണൽ ആർമി പ്രസക്തമാകുന്നത്. 2007 പാകിസ്ഥാൻ ചൊല്ലും ചെലവും കൊടുത്ത് വളർത്തിയ തെഹ്രീക്കെ ഈ താലിബാൻ ഈ പാകിസ്ഥാൻ, അവർ ഖൈബർ പഷ്തൂൺഖ മേഖലയിൽ പാക് സൈന്യത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്നു. ഇവരെയൊന്നും ഇതൊന്നും ഞങ്ങളുടെ ഭാഗമല്ല, ഇതൊന്നും ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന പഴയ ശീലത്തിനപ്പുറത്തേക്ക് പാകിസ്ഥാന്റെ സൈനിക രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെ സാധിക്കാവുന്ന എല്ലാ ആയുധങ്ങളും അത് ഇന്ത്യ പ്രയോഗിക്കുക തന്നെ ചെയ്യും. അത് പറയുമ്പോൾ തെഹ്രീക്കെ താലിബാൻ വളരെ പ്രകടമായി ഇപ്പോൾ പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ മസൂദ് അസറിന്റെ കുടുംബത്തെ അടക്കം കൊലയ്ക്ക് കൊടുത്തത് നിങ്ങളാണ്, നിങ്ങളുടെ പക്കൽ നിന്നാണ് ഭീകര ക്യാമ്പുകളുടെ വിവരങ്ങൾ ഇന്ത്യക്ക് ചോർന്നു കിട്ടിയത് എന്ന ആരോപണം ഉന്നയിച്ച് തെഹ്രീക്കെ താലിബാൻ ഇപ്പോൾ പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ രംഗത്ത് വരുന്നതും നമ്മൾ കണ്ടു. കേണൽ രാജീവ്, ഇവിടെ ഇപ്പോൾ താങ്കൾക്ക് കാർഗിലിന്റെ എക്സ്പീരിയൻസ് ഉണ്ട്. കാർഗിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു ലോക്കലൈസ്ഡ് വാറായിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് അന്നത്തെ സൈനിക ശേഷിയിൽ തന്നെ വേണമെങ്കിൽ നിയന്ത്രണ രേഖ മറികടന്ന് ഒരു വലിയ പണിഷ്മെന്റ് കൊടുക്കാമായിരുന്നു. പക്ഷേ അന്നത്തെ ഇന്ത്യൻ ഭരണകൂടം, അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ഭരണകൂടം ആ ഓപ്ഷൻ സ്വീകരിച്ചില്ല. ടൈഗർ ഹിൽസ് അടക്കം പിടിച്ചെടുത്ത് ഇന്ത്യ ആ യുദ്ധം, ഇന്ത്യയുടെ ഭൂപ്രദേശങ്ങൾ വിൻ ചെയ്ത് അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. ഇത് അങ്ങനെയുള്ള ഒരു യുദ്ധത്തിൽ നിൽക്കുമോ അതോ അതിനപ്പുറത്തേക്കുള്ള സ്പേസിലേക്ക് പോകുമോ? താങ്കളുടെ ഒരു സൈനിക പരിചയം വെച്ചിട്ട് എങ്ങനെയാണ് തോന്നുന്നത്? ഞാൻ ഇതിനെ കാണുന്നത്, ഒന്ന്, കാർഗിൽ യുദ്ധസമയത്ത് നമ്മൾ ബാക്ക് ഫുട്ടിലായിരുന്നു. കാരണം പാകിസ്ഥാനികൾ വന്ന് നമ്മുടെ കാർഗിൽ ഏരിയയിൽ ആധിപത്യം ഉറപ്പിച്ചിരുന്നു. അപ്പോൾ അവരെ പുറത്താക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ലക്ഷ്യം. അത് സാധിച്ചു. അവിടെ ഒരു ലിമിറ്റഡ് വാറിൻ്റെ ഒരു സ്കോപ്പിലാണ് ഒതുങ്ങിയിരുന്നത്. കാലം വളരെയധികം കടന്നു പോയിരിക്കുന്നു. ഇന്ന് പാകിസ്ഥാന് നഷ്ടപ്പെടാനൊന്നുമില്ല. ഇന്ത്യ ഒരു വലിയ വൻ സാമ്പത്തിക ശക്തിയായിട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു യുദ്ധം ഇന്ത്യ കാക്ഷിക്കുന്നുണ്ടോ? എൻ്റെ ഉത്തരം, ഇന്ത്യ ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളിത് ടിറ്റ് ഫോർ ടാറ്റിൽ തന്നെ നിർത്തണം എന്ന് കരുതുന്ന കൂട്ടത്തിലാണ് ഞാൻ. കാരണം പാകിസ്ഥാൻ പാകിസ്ഥാനെ നമ്മളധികം മൈൻഡ് ചെയ്യേണ്ട കാര്യം തന്നെയില്ല. നമ്മുടെ ഒരു സൈഡിൽ അവർ നിന്നോട്ടെ, അവർക്കും നിലനിൽക്കാൻ വേണമെങ്കിൽ അവർ നിന്നോട്ടെ എന്നുള്ളതിനപ്പുറം പാകിസ്ഥാനെ തീർക്കാൻ വേണ്ടി നമ്മളൊരു സമഗ്ര യുദ്ധത്തിലേക്ക് പോകുന്ന കാര്യം, അത് നമ്മുടെ ഭരണകൂടം അത്ര ദീർഘവീക്ഷണമില്ലാത്ത കൂട്ടത്തിലാണെന്ന് ഞാൻ കരുതുന്നില്ല. നമ്മുടെ ഭരണകൂടം എൻ്റെ ഒരു ഇതനുസരിച്ച് ഒരു ടിറ്റ് ഫോർ ടാറ്റിൽ ഒതുക്കാൻ പറ്റുമെങ്കിൽ അത് ഒതുക്കണം എന്നുള്ള താല്പര്യമാണ് കാണിക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ 10 മടങ്ങ് ശക്തിയിൽ തിരിച്ച് കിട്ടും എന്നുള്ളൊരു മെസ്സേജ് ഇതിനകം വളരെ കൃത്യമായിട്ട് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്.
ചോയ്സ് ഇപ്പോഴും പാകിസ്ഥാൻ്റെ കയ്യിലാണ്. അവർക്ക് എങ്ങനെ വേണമെങ്കിൽ പ്രതികരിക്കാം. ആ പ്രതികരണത്തിൽ ഊന്നിയായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുക. അതായത് പാകിസ്ഥാൻ ഇനി ഒന്നും ചെയ്തില്ല എങ്കിൽ, ഇന്ന് ഇന്ത്യ ലാഹോറിലേക്ക് അടക്കം ഡ്രോൺ അയച്ചത് ഇന്നലെ 15 കേന്ദ്രങ്ങൾ പാകിസ്ഥാൻ ടാർഗറ്റ് ചെയ്തതിന്റെ മറുപടി ആയിട്ടായിരുന്നു. അത് കൃത്യമായി പാകിസ്ഥാന്റെ അതേ പ്രൊപ്പോർഷനിൽ, അതേ ഇന്റൻസിറ്റിയിൽ, കൃത്യമായ വാക്ക് അതേ ഇന്റൻസിറ്റിയിലായിരുന്നു ഇന്ത്യയുടെ തിരിച്ചടി എന്ന് വിക്രം മിശ്രി വിശദീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഇനി പാകിസ്ഥാൻ ഒന്നും ചെയ്തില്ലെങ്കിൽ ഇന്ത്യയും ഒന്നും ചെയ്യില്ല. ഇന്ത്യ ഒന്നും ചെയ്യാൻ പാടില്ല. കാരണം നമുക്ക് ഒരു യുദ്ധം ഉണ്ടായാൽ അത് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത് നമുക്കായിരിക്കും. പാകിസ്ഥാൻ എന്ത് നഷ്ടപ്പെടാനാണ്? ഇതിൽ കൂടുതൽ എന്ത് നഷ്ടമാണ് പാകിസ്ഥാൻ ഉണ്ടാകാനുള്ളത്? അവർ ഒരു സാമ്പത്തിക ശക്തിയല്ല, അവരൊരു സൈനിക ശക്തിയല്ല. നമ്മൾ ഈ രണ്ടും ഏരിയയിലല്ല നമ്മൾ വ്യാപരിച്ചിരിക്കുന്നത്. നമ്മൾ പാകിസ്ഥാനെ ഒതുക്കുക എന്നുള്ളൊരു ലക്ഷ്യം തന്നെ നമ്മൾ മുന്നോട്ട് വയ്ക്കാൻ പാടില്ല. നമ്മുടെ വിഹാരരംഗം വളരെ വലുതാണ്. നമ്മൾ വളരെയധികം ദീർഘവീക്ഷണത്തോടുകൂടിയാണ് കാര്യങ്ങൾ കാണേണ്ടത്. നമുക്കിനിയും വളരെയധികം മുന്നോട്ട് പോകാനുണ്ട്. ഒരു പാകിസ്ഥാനിൽ ഒതുങ്ങുന്നതല്ല നമ്മുടെ വീക്ഷണം. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഭരണകൂടം വളരെ കൃത്യമായിട്ട് അത് മനസ്സിലാക്കി അതനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നുള്ളത്. പിന്നെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ വക്താക്കൾ ഓൾറെഡി കൃത്യമായിട്ട് വളരെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എസ്കലേഷൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പാകിസ്ഥാൻ എസ്കലേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഇവിടെ സംഗതി അവസാനിക്കും എന്നുള്ളത്. അതിനപ്പുറം ഒന്നും ഇപ്പോൾ കാണേണ്ട കാര്യമില്ല. നോൺ എസ്കലേറ്ററി ആണ് ഇന്ത്യയുടെ നടപടികൾ എന്ന് ഇന്ത്യ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. ജിൻഡോ ജോൺ, കോൺഗ്രസ് നേതാവ്. ഡോക്ടർ ജിൻഡോ ജോൺ, ഇന്നിപ്പോൾ സർവകക്ഷി യോഗം ചേർന്നിരുന്നു. സർക്കാർ എടുത്ത നടപടികൾ പ്രതിപക്ഷ കക്ഷികളോട് വിശദീകരിച്ചു. ഇന്ത്യയിലെ രാഷ്ട്രീയ കക്ഷികളും ഒറ്റക്കെട്ടാണ് ഈ കാര്യത്തിൽ. കാരണം ഇത് ദേശീയ താല്പര്യത്തിന്റെ വിഷയവുമാണ്. അപ്പോൾ ഭീകരതയെ എങ്ങനെ നേരിടണോ അങ്ങനെ നേരിടുന്നു, ഏറ്റവും ഉചിതമായ നിലയിൽ, ഏറ്റവും കൃത്യമായ അനുപാതത്തിൽ എന്ന നിഗമനത്തിലാണോ പാർട്ടിയും, കോൺഗ്രസ് പാർട്ടിയും? തീർച്ചയായിട്ടും അഭിലാഷ്, ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഏതൊരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഭൂമിയിൽ കയറി വന്ന് പാകിസ്ഥാൻ്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘങ്ങൾ നമ്മുടെ രാജ്യത്തെ സിവിലിയൻസിനെ വെടിവെച്ച് കൊല്ലുകയും ടൂറിസ്റ്റെ കൊല്ലുകയും ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൃത്യമായിട്ടുള്ള മറുപടി നമ്മൾ കൊടുത്തു എന്നാണ് നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത്. മാത്രമല്ല, ലോകത്തിൻ്റെ മുൻപിൽ തന്നെ ഇന്ത്യ എന്നുള്ള ഒരു മതേതര രാജ്യത്തിൻ്റെ കൃത്യമായി ഉത്തരവാദിത്ത ബോധമുള്ള ഒരു രാജ്യത്തിൻ്റെ, ജനാധിപത്യ രാജ്യത്തിൻ്റെ പ്രവർത്തനം എത്തരത്തിലുള്ളതാണ് എന്ന് കൂടെ കാണിക്കുന്നതാണ്. പാകിസ്ഥാനെ പോലെ ഭീരുത്വത്തിൽ മാത്രം ഉള്ള ഒരു നടപടിയല്ല, ഭീരുത്വത്തിൻ്റെ അകമ്പടിയിൽ ഒളിച്ചിരുന്നു കൊണ്ട് ചെയ്യുന്ന പരിപാടിയല്ല നമ്മൾ ചെയ്തത്. നമ്മൾ കൃത്യമായിട്ട് അളന്നു തൂക്കി നമ്മുടെ ടാർഗറ്റ് ആരാണ്, ഭീകരവാദ കേന്ദ്രങ്ങളാണെന്ന് കൃത്യമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ നടത്തിയ ആ പ്രത്യാക്രമണം അത് കൃത്യമായിട്ടും വിജയിച്ചു എന്ന് തന്നെയാണ് പൂർണ്ണമായിട്ടുള്ള കോൺഗ്രസിൻ്റെയും വിലയിരുത്തൽ. ഈ രാജ്യത്തിൻ്റെ സൈന്യത്തിന്, അതിന് നേതൃത്വം കൊടുത്ത ആളുകൾക്ക് എല്ലാം പൂർണ്ണ പിന്തുണയാണ് കോൺഗ്രസും ഈ രാജ്യത്തെ പ്രതിപക്ഷവും ഇതുവരെ വാഗ്ദാനം ചെയ്തിട്ടുള്ള. ഇനിയും അങ്ങോട്ട് അങ്ങനെ തന്നെയാണ്. രാജ്യത്തിൻ്റെ സുരക്ഷയും രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും ഒപ്പം തന്നെയാണ് ഞങ്ങൾ സൈന്യത്തിന് പൂർണ്ണ പിന്തുണ കൊടുക്കുന്നു. സൈന്യമെടുത്ത നിലപാടുകൾ ലോകരാജ്യങ്ങൾക്ക് മുമ്പ് നമ്മൾ പാകിസ്ഥാന് മറുപടി കൊടുക്കുക മാത്രമല്ല, കൃത്യമായിട്ടുള്ള അന്തസ്സുള്ള നിലപാട് ഉള്ള ഒരു പ്രത്യാക്രമണമാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള സിവിലിയൻസിന് ആത്മവിശ്വാസം കൂടി നൽകുന്ന, നമുക്ക് എന്ത് വന്നാലും നമുക്ക് പ്രൊട്ടക്ഷൻ നൽകാൻ നമ്മുടെ രാജ്യത്തെ സൈന്യം സജ്ജമാണെന്ന്. ഈ രാജ്യത്തിൻ്റെ സൈന്യം പാകിസ്ഥാനെ പോലെയല്ല, അവിടുത്തെ ജനങ്ങളോട് യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്തൊരു ഭരണ നേതൃത്വമാണ് ഉള്ളത്. അതിന് വ്യത്യസ്തമായിട്ട് ഈ രാജ്യത്തെ ജനത ഒന്നാകെ, ഭരണ നേതൃത്വവും പ്രതിപക്ഷവും എല്ലാം, രാഷ്ട്രീയ നേതൃത്വങ്ങളെല്ലാം ഒന്നിച്ച് നിന്നുകൊണ്ട് ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം നോക്കൂ, അവിടുത്തെ സാധാരണ മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെയും അഡ്രസ്സ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരു ഭരണ നേതൃത്വമാണ് പാകിസ്ഥാനുള്ളത്. അവിടുത്തെ മനുഷ്യരെ യുദ്ധത്തിൻ്റെ കെടുതിയിലേക്ക് തള്ളിവിടാൻ പോലും ഒരു താല്പര്യക്കുറവുമില്ലാത്ത, എന്തിനും തയ്യാറായിട്ടുള്ള, എത്ര മനുഷ്യരെ, സിവിലിയൻസിനെ വേണമെങ്കിലും ബലി കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരു ഭരണ നേതൃത്വം പാകിസ്ഥാനിലുള്ളപ്പോൾ, അവരുടെ പട്ടാളക്കാരെ എത്ര പേരെ വേണമെങ്കിലും ബലി കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളുള്ളപ്പോൾ, തീവ്രവാദികൾക്കും ഭീകരവാദികൾക്കും വിടുപണി ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വവും ഭരണ നേതൃത്വവും അവിടെ ഉള്ളപ്പോൾ, ഇന്ത്യ എന്ന മതേതര രാജ്യത്തിൻ്റെ പ്രത്യേകത എന്താ? ഈ രാജ്യത്തിൻ്റെ ഭരണകർത്താക്കളോടൊപ്പം ഈ രാജ്യത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടനകളും ഈ രാജ്യത്തെ മുഴുവൻ ആളുകളും, പൗരന്മാർ മുഴുവനും, 142 കോടിയിലധികം വരുന്ന ജനങ്ങൾ ഒന്നടങ്കം സൈന്യത്തെ പിന്തുണച്ച് സൈന്യത്തിൻ്റെ പുറകിൽ അണിനിരക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. നമ്മുടെ പട്ടാളക്കാർ അതിർത്തിയിൽ പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ പോരാടുമ്പോൾ ആ പട്ടാളക്കാർക്ക് പിന്തുണയുമായിട്ട് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും മതേതര കൂട്ടായ്മയോടുകൂടി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിന് കോൺഗ്രസിന്റെ പൂർണ്ണ പിന്തുണയുമുണ്ട്. യെസ്, ശ്രീ ശങ്കുട്ടി ദാസ് കൂടിയുണ്ട്. അതിനു മുമ്പ് ശ്രീ മോഹൻ വർഗീസ്,
ഇന്ന് വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത മസൂദ് അസറിന്റെ സഹോദരൻ തന്നെ കൊല്ലപ്പെട്ടിരിക്കുന്നു, റൌഫ് അസർ തന്നെ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ നടത്തിയ ആക്രമണത്തിൽ, ബഹാവൽപൂരിൽ നടത്തിയ ആക്രമണത്തിൽ ഈ ഭീകരൻ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് HVT ആണ്, ഹൈ വാല്യൂ ടാർഗറ്റ് ആണ്. ഇന്ത്യയിൽ നടന്ന നിരവധി ഭീകരാക്രമണങ്ങളുടെ, കാണ്ഡഹാർ വിമാന റാഞ്ചൽ തുടങ്ങി പാർലമെന്റ് ആക്രമണം വരെ കൊടും ക്രൂരകൃത്യങ്ങളുടെ അധ്യക്ഷ സ്ഥാനത്തുണ്ടായിരുന്ന ആളാണ്. അതുപോലെ തന്നെ ഹഫീസ് അബ്ദുൽ മാലിക് മുരീദ് കയിൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഇന്നലെ തന്നെ വാർത്തകളുണ്ടായിരുന്നു. ഇന്ത്യ ഒഫീഷ്യലായി ഇക്കാര്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും പാകിസ്ഥാനിൽ നിന്ന് വരുന്ന വാർത്തകൾ ഇതിനെ ശരിവെക്കുന്നതാണ്. അങ്ങനെ സംഭവിച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നു മുൻകാലങ്ങളിലും ഇന്ത്യ ആക്രമണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും ഇത്ര ലക്ഷ്യവേദിയായി വളരെ കൃത്യമായി ഭീകരതയുടെ തലയ്ക്ക് നേർക്ക് ഉള്ള ഒരു ആക്രമണം എന്നുള്ള നിലയിൽ ഈ ആക്രമണം മാറി എന്ന് തോന്നുന്നു. അത്രയും ടാർഗറ്റഡ് ആണ്, അത്രയും പ്രിസിഷനോടുകൂടി ഭീകരവാദത്തെ ഒരു പാഠം പഠിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ള നിലയിൽ ഈ പറഞ്ഞ കില്ലിങ്സ് ഒക്കെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെടുമ്പോൾ നമ്മൾ അങ്ങനെ വിലയിരുത്തേണ്ടി വരുമോ? അങ്ങനെ തന്നെയാണ് വിലയിരുത്തേണ്ടത് ശ്രീ അഭിലാഷ്. നമ്മുടെ ടാർഗറ്റുകൾ വളരെ കൃത്യമാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ വിരോധം എന്നതല്ലാതെ കൃത്യമായ ടാർഗറ്റുകളില്ല. അതേസമയം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ 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 ഫോക്കസ്ഡായ ഒരു ഹിറ്റ് ലിസ്റ്റ് ഉണ്ട്. ആ ഹിറ്റ് ലിസ്റ്റിൽ ഇന്ത്യ തേടിക്കൊണ്ടിരിക്കുന്ന ഭീകരരുടെ ഒരു ഹൈറാർക്കി ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിൽ ഉന്നത സ്ഥാനീയരായ 2 പേരാണ് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ കൺഫേംഡായി എലിമിനേറ്റ് ചെയ്തത്. അതിലൊന്ന് ലഷ്കർ ഇ തോയ്ബയുടെ പിന്നെ ജയ്ഷെ മുഹമ്മദിൻ്റെ കമാൻഡ് ഏറ്റവും സുപ്രീമോ എന്ന് പറയുന്ന മസൂദ് അസർ, മൗലാന മസൂദ് അസറിൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ. അദ്ദേഹമാണല്ലോ മസൂദ് അസറിനെ കാണ്ഡഹാർ റാഞ്ചൽ, അതായത് ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നേപ്പാളിൽ നിന്നും ഇന്ത്യൻ എയർലൈൻസിൻ്റെ വിമാനം അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാറിലേക്ക് കൊണ്ടുവന്നിറക്കിയ പാക് ഭീകരന്മാർക്ക് ഒത്താശ ചെയ്തു കൊടുത്ത അതിൻ്റെ പിന്നിലെ സൂത്രധാരൻ ഇത് ഈ ആളിൻ്റെ ബ്രദർ തന്നെയാണ്. അപ്പം അദ്ദേഹം അവിടെ കാലയവരയ്ക്കുള്ളിൽ മറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, റൌഫ് അസർ. അപ്പം റൌഫിൻ്റെ ഒരു മരണം ഇന്നലെ അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലായിരുന്നു. മസൂദ് അസറിൻ്റെ കുറേ റിലേറ്റീവ്സ്, പിന്നെ ഭാര്യ സഹോദരനും സഹോദരൻ്റെ ഭാര്യയും മക്കളും അതുപോലെ അനന്തരവന്മാരും, അങ്ങനെ കുടുംബത്തിലെ 10-14 പേര് മരിച്ചു എന്നല്ലാതെ, 10 പേരും 4 പിന്തുണക്കാരും മരിച്ചു എന്നതല്ലാതെ, കൊല്ലപ്പെട്ടു എന്നതിൽ കവിഞ്ഞ് ഈ റൌഫിൻ്റെ മരണം സ്ഥിരീകരിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനുള്ള സ്ഥിരീകരണമായി 3-4 മണിക്കൂറിന് മുമ്പ്. അതുമാത്രമല്ല, മൗലാന മസൂദ് അസർ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്ന ചിത്രങ്ങളൊന്നും കണ്ടതുമില്ല. അതുകൊണ്ട് മസൂദ് അസദ് ഉൾപ്പെടെ ഉള്ള ആളുകളെ ഒന്നുകിൽ വളരെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇദ്ദേഹത്തിനും ഒരു പക്ഷേ എന്തെങ്കിലും ഒരു രീതിയിൽ അത്യാഹിതം സംഭവിച്ചിരിക്കാൻ സാധ്യത പൂർണ്ണമായി ഈ ഘട്ടത്തിൽ തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് പറഞ്ഞു വരുന്നത്, പാകിസ്ഥാൻ ഇന്ത്യ തേടിക്കൊണ്ടിരുന്ന പാകിസ്ഥാനിലെ ഭീകരരെ ഒന്നൊന്നായി ഒന്നുകിൽ പാകിസ്ഥാനുള്ളിൽ കടന്നു കയറി യുദ്ധസമയത്തല്ല, ഓരോന്നോരോന്നായി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവർ വധിക്കപ്പെടുകയാണ്. ഇന്ത്യയെ അനുകൂലിക്കുന്ന സംഘങ്ങളാവാം, പാകിസ്ഥാനിലെ തന്നെ റൈവൽ ഗ്രൂപ്പുകളാകാം. അങ്ങനെ 10-ലധികം പേരാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ഉന്നത നേതാക്കൾ ലഷ്കർ ഇ തോയ്ബയുടെയും ഹിസ്ബുൾ മുജാഹിദീൻ്റെയും അതുപോലെ ജയ്ഷെ മുഹമ്മദിൻ്റെയും എല്ലാം നേതാക്കൾ കൊല്ലപ്പെടുകയാണ്. ഇപ്പോഴിതാ നേരിട്ടുള്ള ഇന്ത്യൻ ആക്രമണത്തിൽ അവരെ തെരഞ്ഞു പിടിച്ച് കൊല്ലുകയാണ്. അതാണ് നമ്മൾക്ക് നമ്മുടെ പ്രയോറിറ്റീസിനെ കുറിച്ച് കൃത്യമായ ലക്ഷ്യമുണ്ട്. പാകിസ്ഥാന് പ്രയോറിറ്റീസിനെ കുറിച്ച് ലക്ഷ്യമില്ല. ഏതെങ്കിലും ഒരു ടാർഗറ്റ് എവിടെയെങ്കിലും നാശം വിതയ്ക്കണം, ഇന്ത്യക്ക് വേദനിക്കുന്ന രീതിയിൽ ഇന്ത്യയുടെ സിവിലിയൻസിന് നേരെ ടാർഗറ്റ് ചെയ്യണം. ഇതാണ് പാകിസ്ഥാൻ്റെ ഒരു ഡൈനമിക്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഡൈനമിക്സ് വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന, കഴിഞ്ഞ 24 മണിക്കൂറിൽ ഇന്ത്യ അഡോപ്റ്റ് ചെയ്ത് കണ്ട മിലിറ്ററി ഒരു പോളിസി എന്ന് പറയുന്നത് കൃത്യമായ ടിറ്റ് ഫോർ ടാറ്റ് ആണ്. മെഷേർഡ് റെസ്പോൺസ്. ഇന്ത്യക്ക് നേരെ വരുന്ന ആക്രമണത്തിൻ്റെ ഏതാണ്ട് അതേ തോതിൽ തന്നെയുള്ള മറു ആക്രമണത്തിലൂടെ പാകിസ്ഥാനെ ചെക്ക്മേറ്റ് ചെയ്യുന്ന ഒരു ഘട്ടമാണ്. ഒരുപക്ഷെ ഓപ്പറേഷൻ 2ാം ഘട്ടം, അതായത് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ 2.0 എന്നത് ഇപ്പോൾ ഔപചാരികമല്ല എങ്കിൽ പോലും അത് തുടങ്ങിക്കഴിഞ്ഞു എന്നതാണ്. കാരണം രാജ്നാഥ് സിംഗ് പറയുകയും ചെയ്തെന്ന് പകല് ഈ ഓപ്പറേഷൻ സിന്ധൂർ 2ാം ഘട്ടം ഒരുപക്ഷെ തുടങ്ങിയേക്കാം. 1ാം ഘട്ടം കൊണ്ട് അവസാനിക്കുന്ന ഒരു ഓപ്പറേഷനല്ല, നീണ്ടു നിൽക്കുന്ന ഓപ്പറേഷനാണ്. ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം ശ്രീ അഭിലാഷ്. ഇവിടെ ഓരോ ദിവസവും അല്ലെങ്കിൽ നിരന്തരമായി പാകിസ്ഥാനിൽ കടന്നു കയറി നമുക്ക് ആക്രമണം നടത്താനാവില്ല. ശാശ്വതമായ പരിഹാരങ്ങളാണ് ആവശ്യം. ഇപ്പോഴിതാ ഒരു ഏതാണ്ട് ഡിഫാക്റ്റോ ഒരു വാറിലേക്ക് നീങ്ങിയിരിക്കുന്നു.
ഇവിടെ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് വളരെ കൃത്യമാണ്. നമ്മുടെ മിലിറ്ററിയെ സംബന്ധിച്ചിടത്തോളം ക്ലാരിറ്റി ഉണ്ട്, പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് കൃത്യമായ ആശയമുണ്ട്. എന്നാൽ നമ്മുടെ അടിവേരിളക്കുക, ഭീകരതയുടെ അടിവേരിളക്കുക എന്ന നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുന്നത് തെറ്റില്ല എന്നൊരു ചിന്ത ഒരുപക്ഷെ സെറ്റപ്പിലുണ്ട്. അതുകൊണ്ടായിരിക്കണം ഈ സെക്കൻഡ് ആൻഡ് തേർഡ് വേവിലേക്ക് നീങ്ങാൻ സാധ്യത. യെസ്, ഓക്കെ. ശ്രീ ശങ്കുട്ടി ദാസ്, ഇന്നലെ രാജ്യം വിശദീകരിച്ചത് ഇന്ത്യയുടെ ആക്രമണം മെഷേർഡ്, നോൺ എസ്കലേറ്ററി, പ്രൊപ്പോർഷനേറ്റ് ആൻഡ് റെസ്പോൺസിബിൾ എന്നായിരുന്നു. ഭീകരവാദ ക്യാമ്പുകളാണ് ലക്ഷ്യം വെച്ചത്. ഇന്നും വിദേശകാര്യ സെക്രട്ടറി കെയർഫുൾ ടാർഗറ്റുകളായിരുന്നു, ടെറർ ഡെസ്റ്റിനേഷൻസ് ആണ്, ടെറർ ഇൻസ്റ്റലേഷൻസ് ആണ് ഞങ്ങൾ തകർത്തത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇന്നിപ്പോൾ ഡ്രോണുകൾ റാവൽപിണ്ടിയിലും അതുപോലെ തന്നെ ലാഹോറിലുമൊക്കെ സ്ഫോടനങ്ങൾ ഉണ്ടാക്കിയത്. പാകിസ്ഥാൻ കുറെ കൂടി പാനിക്കായി എന്നുള്ളത് വ്യക്തവുമാണ്. അപ്പോൾ ഈ വളരെ കെയർഫുള്ളായ, വളരെ ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു പ്രിസിഷൻ സ്ട്രൈക്കിൽ നിന്ന് അതിനപ്പുറമുള്ള ഒരു ഘട്ടത്തേക്ക് പോവുകയാണോ? എന്താണ് താങ്കളുടെ വിലയിരുത്തൽ? തീർച്ചയായിട്ടും അങ്ങനെ വേണം നിലവിലെ സാഹചര്യങ്ങൾ കൊണ്ട് അനുമാനിക്കാൻ. നോക്കൂ, നമ്മൾ ഇവിടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്തുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത്, നമുക്ക് പാകിസ്ഥാനെ ആക്രമിക്കണമെന്ന് ആഗ്രഹമില്ല. പാകിസ്ഥാനിലെ സിവിലിയന്മാരെയോ പാകിസ്ഥാനിലെ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻറ്റുകളെ പോലും ആക്രമിക്കണമെന്നുള്ള ആഗ്രഹം നമുക്കില്ല. ഇവിടെ എസ്കലേഷൻ നടത്തുന്നത് നമ്മളല്ല. എസ്കലേഷൻ എന്ന് പറയുന്നത് പഹൽഗാമിൽ പാകിസ്ഥാൻ സ്പോൺസേർഡ് ആയിട്ടുള്ള തീവ്രവാദികൾ നടത്തിയിട്ടുള്ള ആക്രമണമാണ്. ഇന്ത്യയുടെ ടെറിട്ടറിക്കുള്ളിൽ കടന്നു കയറിക്കൊണ്ട് നിരായുധരായിട്ടുള്ള വിനോദസഞ്ചാരികളെ വെടിവെച്ച് കൊല്ലുക. അതിൽ 25 പേര് ഇന്ത്യക്കാരും ഒരാൾ നേപ്പാളി പൗരനുമാണ്. അങ്ങനെയുള്ള 26 ആൾക്കാരെ മതം ചോദിച്ച് വെടിവെച്ച് കൊന്നിട്ടുള്ള ആ ആക്രമണമാണ് ഇവിടുത്തെ എസ്കലേഷൻ. ഇന്ത്യയുടെ നടപടി എന്ന് പറയുന്നത് പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള റിയാക്ഷനാണ്, അതിനുള്ള ആനുപാതികമായിട്ടുള്ള മറുപടിയാണ്. ആ മറുപടി എങ്ങനെയായിരുന്നു? അങ്ങ് പറഞ്ഞതുപോലെ തന്നെ മെഷേർഡ് ആയിരുന്നു, കൺട്രോൾഡ് ആയിരുന്നു, നോൺ എസ്കലേറ്ററി ആയിരുന്നു. അത് തോത് വർദ്ധിച്ചു പോകരുത് എന്നുള്ള കണക്കോട് കൂടി എന്താണോ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ആക്രമണം, ആ ആക്രമണത്തിൻ്റെ അതേ തോതിലുള്ള മറുപടിയാണ് കൊടുത്തിട്ടുള്ളത്. കൃത്യമായിട്ടുള്ള തീവ്രവാദ ക്യാമ്പുകളെയാണ് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് അറ്റാക്ക് ചെയ്തിട്ടുള്ളത്. ആ ആക്രമണത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ അതിൻ്റെ 3 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതിലത്തെ സ്ട്രാറ്റജി ഉണ്ട്, അതിലത്തെ സിംബോളിസം ഉണ്ട്, അതേപോലെ തന്നെ അതിലെ സിംഫണി എന്ന് പറയുന്ന ഒരു എലമെൻ്റ് കൂടിയുണ്ട്. ആദ്യത്തെ അതിലെ സ്ട്രാറ്റജി, നമ്മളിപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോഴൊക്കെ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചിരുന്നൊരു ചോദ്യം, എന്തുകൊണ്ടാണ് തിരിച്ചടി ഉണ്ടാവാത്തത്? ഏപ്രിൽ 22-ാം തീയതി ആക്രമണം നടന്നു, മെയ് 7-ാം തീയതി വരെ നമ്മൾ കാത്തിരുന്നു, 15 ദിവസത്തെ സമയം നമ്മൾ കാത്തിരുന്നു. മുൻപേ ഉള്ള അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഉറിക്ക് നമ്മൾ മറുപടി പറയുന്നത് 11 ദിവസം കൊണ്ടാണ്, പത്താൻകോട്ടിന് നമ്മൾ മറുപടി പറയുന്നത് 12 ദിവസം കൊണ്ടാണ്. എന്താണ് വൈകുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇത്തവണ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള അറ്റാക്കായിരുന്നു നടത്തിയിരുന്നത്. വളരെ കൃത്യമായിട്ട് അറ്റാക്ക് ചെയ്യേണ്ട ഓരോ പോയിന്റുകളും തിരഞ്ഞെടുത്തുകൊണ്ട്. മാത്രമല്ല ഇത്തവണത്തെ അറ്റാക്കിൻ്റെ പ്രത്യേകത അത് പാക് ഓക്കുപൈഡ് കശ്മീരിൽ പോലും അല്ല. നമ്മൾ സാധാരണഗതിയിൽ 1999 പോലും കാർഗിൽ യുദ്ധത്തിൽ പോലും LOC ക്രോസ് ചെയ്തിട്ടില്ല. LOC ക്രോസ് ചെയ്യാനുള്ള നയം നമ്മൾ സ്വീകരിക്കുന്നത് 2015 ശേഷമാണ്. മ്യാൻമാറിൽ നിന്നുള്ള NCSN തീവ്രവാദികൾ നമ്മളെ ഗൂർഖ റെജിമെന്റിനെ ആക്രമിച്ചപ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് ക്രോസ് ബോർഡർ ചെയ്യുന്നത്. അതിനുശേഷം മുറിക്ക് മറുപടി പറയുമ്പോഴാണ് നമ്മൾ LOC കടന്നു പോയിട്ട് അതിന് മറുപടി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത്തവണ LOC അല്ല, പാക് ഓക്കുപൈഡ് കശ്മീരിലും അല്ല, പാകിസ്ഥാൻ മെയിൻലാൻഡിൽ തന്നെയാണ് നമ്മൾ ആക്രമണം നടത്തുന്നത്. നമുക്ക് ഒരു പരിചയമില്ലാത്ത ടെറൈനാണ്, നമ്മൾ മുന്നേ കടന്നു ചെന്നിട്ടില്ലാത്ത പ്രദേശങ്ങളാണ്, നമുക്ക് വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് ഓരോ പോയിന്റും ഐഡന്റിഫൈ ചെയ്ത്, അത് റാൻഡം ആയിട്ടുള്ള സെലക്ഷൻ അല്ല. ഈ സെലക്ഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, 21 ടെറർ ലോഞ്ച് പാഡുകൾ സെലക്ട് ചെയ്തതിൽ ഓഡ് ഈവൻ നമ്പേഴ്സ് വെച്ചുകൊണ്ട് അതിലെ ഓഡ് നമ്പേഴ്സിലാണ് നമ്മൾ സ്ട്രൈക്ക് ചെയ്തത്. ഈ ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത് എല്ലാം 2001 പാർലമെന്റ് അറ്റാക്ക് മുതൽ 2025 പഹൽഗാം അറ്റാക്ക് വരെ ഇന്ത്യക്കെതിരെ നടന്നിട്ടുള്ള ഭീകരാക്രമണങ്ങളുമായി ഏതെങ്കിലും നിലയിൽ ബന്ധപ്പെട്ടിട്ടുള്ള കേന്ദ്രങ്ങളാണ്. അതിൽ ഈ പറയുന്ന തീവ്രവാദികളെ ട്രെയിൻ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, അതേപോലെ തന്നെ തീവ്രവാദികളെ ലോഞ്ച് ചെയ്യുന്ന ലോഞ്ച് പാഡുകളുണ്ട്, ഇവർക്ക് ജംഗിൾ ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഏറ്റവും അവസാനം കണ്ടു 1999 കാണ്ഡഹാർ ഹൈജാക്കിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളെ പാർപ്പിച്ചിരുന്ന സ്ഥലമുണ്ട്. 2001 പാർലമെന്റ് അറ്റാക്കിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ മരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ കൃത്യമായിട്ട് ഇന്ത്യക്ക് 21-ാം നൂറ്റാണ്ടിൽ നേരിട്ടിട്ടുള്ള എല്ലാ തീവ്രവാക്രമണങ്ങൾക്കും ഒരുമിച്ച് മറുപടി പറയുകയാണ്. പഹൽഗാമിന് മാത്രമല്ല നമ്മൾ ഇത്തവണ മറുപടി പറഞ്ഞത്, 1999 മുതൽ ഉണ്ടായിട്ടുള്ള ഇന്ത്യക്കെതിരായിട്ടുള്ള എല്ലാ ഭീകരവാദങ്ങൾക്കും ഒറ്റയടിക്ക് നമ്മൾ മറുപടി പറയുകയാണ്. അങ്ങനെ സ്ട്രാറ്റജിക്കലി നമ്മൾ ഓരോ ലൊക്കേഷൻസും പിൻ പോയിന്റ് ചെയ്തുകൊണ്ട് നമ്മൾ അറ്റാക്ക് നടത്തുകയാണ് ചെയ്യുന്നത്. അതിലത്തെ സിംബോളിസം എന്ന് പറയുന്നത് വളരെ പ്രധാനം തന്നെയാണ്. അതിലൊരു പൊളിറ്റിക്കൽ മെസ്സേജ് ഉണ്ട്. കാരണം ഇന്ത്യയിലെ സ്ത്രീകളുടെ സിന്ദൂരം മായ്ക്കാൻ ശ്രമിച്ചിട്ടുള്ള ആളുകൾക്ക് മറുപടി കൊടുക്കുമ്പോൾ അതിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിടുന്നത് മുതൽ ആ മിലിറ്ററി ഓപ്പറേഷനെ പറ്റി വിശദീകരിക്കാൻ 2 സ്ത്രീകളെ തന്നെ കൊണ്ടുവരുന്നത്, അത് ആർമിയിൽ നിന്നുള്ള കേണൽ സോഫിയ ഖുറേഷി ആണെങ്കിലും എയർഫോഴ്സിൽ നിന്നുള്ള വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് ആണെങ്കിലും അവിടെ ഇന്ത്യയുടെ നാരീശക്തിയുടെ പ്രദർശനമാണ്. നിങ്ങൾ തീവ്രവാദികൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ സ്ത്രീകളെ ഭയപ്പെടുത്താൻ സാധിക്കില്ല, അവർ അനാഥരാണെന്നുള്ളൊരു പ്രതീതി നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ സാധിക്കില്ല. ഇന്ത്യ അവരുടെ സ്ത്രീ കരുത്ത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മറുപടി പറയുമെന്ന് പറയുന്ന
വളരെ ശക്തമായിട്ടുള്ള ഒരു മെസ്സേജ് ഉണ്ട്. അതിൽ സോഫിയ അൻസാരി എന്ന് പറയുന്ന മുസ്ലിം വിഭാഗത്തിൽ നിന്ന് വരുന്ന സ്ത്രീ അവരെന്താണെന്ന് വെച്ചാൽ പഹൽഗാം അറ്റാക്കിൽ പാകിസ്ഥാൻ വളരെ കൃത്യമായി ശ്രമിച്ചത് ഇന്ത്യയിൽ ഈ പറയുന്ന കമ്മ്യൂണിറ്റി ഡിവൈഡ് ഉണ്ടാക്കാനാണ്. മതം ചോദിച്ച് ഹിന്ദു ആണെന്ന് ഉറപ്പുവരുത്തി വെടിവെച്ച് കൊല്ലുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഹിന്ദു മുസ്ലിം ഡിവൈഡ് ഉണ്ടാക്കാനാണ്, ഇന്ത്യയിൽ വർഗീയ കലാപം ഉണ്ടാവട്ടെ എന്നുള്ള ആഗ്രഹത്തിലാണ്. അത് ഞങ്ങൾ വകവെച്ച് തരില്ല. ഇവിടുത്തെ പൗരന്മാർ രാജ്യത്തിൻ്റെ കാര്യത്തിൽ ഒറ്റക്കെട്ട് തന്നെയാണ്, അതിൽ ഹിന്ദു മുസ്ലിം എന്നുള്ള ഭേദമില്ല. ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ മതം എന്ന് പറയുന്നത് ഇന്ത്യ മാത്രമാണ് എന്ന് പറയുന്ന വളരെ കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് അവിടെ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതിൽ സിംഫണി എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും യാതൊരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ലാതെ, അത് രാഷ്ട്രീയ പാർട്ടികളായിക്കോട്ടെ ഇന്ത്യയിലെ മാധ്യമങ്ങളായിക്കോട്ടെ, നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളെ ഇന്നത്തെ ദിവസം അഭിനന്ദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം വളരെ ദേശീയ പക്ഷത്ത് നിന്നുകൊണ്ടുള്ള യാതൊരു അസ്വാരസ്യങ്ങൾക്കും ഇടം കൊടുക്കാതെ വളരെ പഴുതടച്ചിട്ടുള്ള റിപ്പോർട്ടിംഗ്, പാകിസ്ഥാനിൽ നിന്ന് വരുന്ന മിസ്ഇൻഫർമേഷനുകളെ കൃത്യമായിട്ട് പൊളിച്ചു കാണിക്കുന്നത് മുതൽ ഇന്ത്യൻ ഭാഗത്തു നിന്നുള്ള വിശദീകരണങ്ങളെ യഥാസമയം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് വരെ വളരെ അവധാനതയോടുകൂടി വളരെ മിതത്വത്തോടു കൂടി നടത്തിയിട്ടുള്ള റിപ്പോർട്ടിങ്ങിൽ ഇന്ത്യൻ മാധ്യമങ്ങളായിക്കോട്ടെ ഇന്ത്യൻ പൗരന്മാരായിക്കോട്ടെ ഇന്ത്യയിലെ പൊതുസമൂഹം പൊതുവിലായിക്കോട്ടെ വളരെ അച്ചടക്കത്തോട് കൂടിയിട്ട് ഓരോരുത്തരുടെയും നിർദ്ദിഷ്ടമായിട്ടുള്ള റോളുകൾ നിർവഹിച്ചു. അതിൽ നമ്മുടെ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് നടത്തിയിട്ടുള്ള റോൾ എടുത്തു പറയേണ്ടതാണ്. കാരണം നോക്കൂ, നരേന്ദ്രമോദി ഈ വിഷയത്തിൽ ഒരു ട്വീറ്റ് പോലും ഇപ്പോഴും ചെയ്തിട്ടില്ല. അതിൻ്റെ ഓണസ് ഏറ്റെടുക്കാൻ ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു നടപടിയാണ് എന്ന് പറയാനോ അതിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള മൈലേജ് എടുക്കാനോ ഗവൺമെൻറ് ശ്രമിച്ചിട്ടില്ല. നമ്മളിവിടെ ആർമിക്ക് ഒരു ഫ്രീ ഹാൻഡ് കൊടുത്തു. ആർമിക്ക് ഇതിൻ്റെ മോഡ് എന്താണ്, ഇതിൻ്റെ ടാർഗറ്റ് എന്താണ്, അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് തീരുമാനിക്കാനുള്ള സമ്പൂർണ്ണാധികാരം കൊടുത്തു. ആർമി അവരുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മറുപടി കൊടുത്തു. അത് വിശദീകരിക്കാൻ ആർമിയിലെ ഉദ്യോഗസ്ഥന്മാരെ തന്നെയാണ്, സംയുക്ത സൈനിക അഭ്യാസം ആയതുകൊണ്ട് 2 സേനാ വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ തന്നെയാണ് നിയമിച്ചത്. അതല്ലാതെ നരേന്ദ്രമോദി വന്നിട്ട് രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയോ അതുമായി ബന്ധപ്പെട്ട് ചെസ് തമ്പിങ്ങിൻ്റെ സ്വഭാവമുള്ള ഒരു ട്വീറ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഓരോരുത്തരും വളരെ കൃത്യമായിട്ട് റോൾ നിർവഹിച്ചു. ഫോറിൻ മിനിസ്റ്റർ മാത്രമാണ് വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള കറസ്പോണ്ടൻസ് നടത്തിയിട്ട് എല്ലാ രാജ്യങ്ങളുടെയും പിന്തുണ ആർജിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത്. ഇന്ന് ഓൾ പാർട്ടി മീറ്റിംഗ് നടത്തിയപ്പോൾ അതിൽ പങ്കെടുത്ത പ്രതിരോധ മന്ത്രിയാണ്, പ്രധാനമന്ത്രിയല്ല. കാരണം ഡിഫൻസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രതിരോധ മന്ത്രിയാണ് വിശദീകരിക്കേണ്ടത്. എല്ലാ പാർട്ടികളെയും വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് അവരുടെ കൂടി കോൺഫിഡൻസ് ആർജിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള നടപടി. ഇവിടെ എല്ലാം ഓരോരുത്തരും അവരുടെ നിർദ്ദിഷ്ടമായിട്ടുള്ള റോളുകൾ നിർവഹിച്ചു. അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച് പാകിസ്ഥാൻ നിർത്തുകയാണെങ്കിൽ നമ്മളവിടെ വെച്ച് നിർത്തുന്നതാണ് നമ്മൾ പറഞ്ഞത്. കാരണം ഇത് നോൺ എസ്കലേറ്ററി ആണ് എന്ന് നമ്മൾ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. പക്ഷേ പാകിസ്ഥാൻ അവിടെ വെച്ച് നിർത്താൻ തയ്യാറായില്ല. പാകിസ്ഥാൻ അവിടെ കൊണ്ട് പാഠം ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. അവർ ഇന്നലെ ഇന്ത്യയുടെ 15 കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താനുള്ള ശ്രമം നടത്തി. പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ ശ്രമിച്ചത് ഇന്നലെ നേരം പുലർന്നപ്പോൾ ലോകം മുഴുവൻ ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റി കേട്ടതുപോലെ ഇന്ന് നേരം വെളുക്കുന്ന സമയത്ത് പാകിസ്ഥാന്റെ കൗണ്ടർ സ്ട്രൈക്കിനെ പറ്റി കേട്ടിട്ട് വേണം ലോകം ഉണരാൻ. പാകിസ്ഥാൻ ശക്തമായി തിരിച്ചടിച്ചു. കാരണം അവിടുത്തെ ജനങ്ങൾ പോലും സർക്കാരിനെതിരെ തിരിയുന്നൊരു സാഹചര്യമുണ്ട്. ഈ പറയുന്ന ആർമി എന്ന് പറയുന്ന സംവിധാനത്തിന്റെ ക്രെഡിബിലിറ്റി തന്നെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ട് നിൽക്കുന്ന, നമുക്കറിയാം സാധാരണ പാകിസ്ഥാനെ പറ്റി പറയാറുണ്ട് ബാക്കി എല്ലാ സ്വതന്ത്ര പരമാധികാര രാജ്യങ്ങൾക്കും സ്വന്തമായിട്ടൊരു സൈന്യമുണ്ട്, പാകിസ്ഥാനിൽ മാത്രം ഒരു സ്വതന്ത്ര പരമാധികാര സൈന്യത്തിന് സ്വന്തമായിട്ടൊരു രാജ്യമുണ്ട് എന്ന് പറയുന്ന അവസ്ഥയാണ്. അവിടെ സൈന്യമാണ് സർക്കാരിനെ നിയന്ത്രിക്കുന്നതും അവിടുത്തെ ജനങ്ങൾക്ക് മേലെ ഭരണം നടപ്പാക്കുന്നതുമൊക്കെ. ആ സൈന്യത്തിനെതിരെയുള്ള ജനവികാരത്തെ തിരിച്ചുവിടാൻ അവരെപ്പോഴും ഇന്ത്യ വിരുദ്ധത എന്ന് പറയുന്ന ഒരു ആയുധത്തെയാണ് ഉപയോഗിക്കുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന ശത്രുവിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് നിങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങളെ ഉള്ളൂ എന്നുള്ള രക്ഷകർത്തൃത്വം ചമയിലാണ് അവർ ചെയ്യുന്നത്. ആ നിലയിൽ പാകിസ്ഥാന്റെ ആർമിയുടെ കേപ്പബിലിറ്റി വലിയ അളവിൽ ചോദ്യം ചെയ്യപ്പെട്ടൊരു സാഹചര്യത്തിലാണ് അവർക്ക് ഈ നരേറ്റീവ് വാറിലേക്കൊക്കെ തിരിച്ച് ഇറങ്ങേണ്ടി വന്നത്. അവർ ഈ പറയുന്ന പോലത്തെ മിസ്ഇൻഫർമേഷൻ നടത്തും, നമ്മുടെ ജെറ്റുകൾ വെടിവെച്ചിട്ടു, ഫൈറ്റർ ജെറ്റുകൾ വെടിവെച്ചിട്ടു, ഇന്ത്യയുടെ ഇത്ര ജവാന്മാരെ പിടികൂടി എന്നൊക്കെ പറയുന്ന തെറ്റായിട്ടുള്ള പ്രചരണം അവർ നടത്തിവിടുന്നത്. എന്നാൽ അവർക്ക് യഥാർത്ഥത്തിലൊരു സ്ട്രൈക്ക് നടത്തുകയും അതിന് തെളിവ് കാണിക്കാൻ ഇന്ത്യൻ സൈന്യം ചെയ്തതുപോലെ ബ്രീഫിംഗ് നടത്തി വീഡിയോ തെളിവുകൾ ഉൾപ്പെടെ കാണിച്ചുകൊണ്ട് അവിടുത്തെ ജനങ്ങളെ അവർക്ക് വിശ്വാസത്തിലെടുക്കാനും ലോകത്തിന് മുമ്പിൽ പാകിസ്ഥാന്റെ അഭിമാനം സംരക്ഷിക്കാനും ആർമിയെ ഹ്യൂമിലിയേഷനിൽ നിന്ന് രക്ഷിക്കാനും ഒരു കൗണ്ടർ സ്ട്രൈക്ക് നടത്താൻ അവർ ശ്രമിച്ചു. പക്ഷേ ഇന്ത്യയുടെ ഈ പറയുന്ന ഈ മിസൈൽ ഡിറ്റക്ഷൻ ആൻഡ് ഇന്റർസെപ്ഷൻ ഡിവൈസ് എന്ന് പറയുന്ന ഈ സുദർശന ചക്ര എന്ന് പറയുന്ന S-400 ഡിവൈസ് വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഒരു നഗരത്തിൽ പോലും ഒരു റോക്കറ്റ് ഒരു മിസൈൽ പോലും വീഴുന്ന സാഹചര്യം ഉണ്ടായില്ല. നമുക്ക് അവർ എത്രയും സ്ട്രാറ്റജിക് ആയിട്ടുള്ള ലൊക്കേഷൻസ് ആണ് അവർ തിരഞ്ഞെടുത്തത്. അമൃത്സർ ഉൾപ്പെടെ ആക്രമണം നടത്താനുള്ള പദ്ധതി ഉണ്ടായിരുന്നു. സുവർണക്ഷേത്രം, ഗോൾഡൻ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്ന അമൃത്സർ ഉൾപ്പെടെ ആക്രമണം നടത്താൻ ഒരു പദ്ധതി ഇട്ടിരുന്നു. എന്നാൽ നമ്മുടെ കൃത്യമായിട്ടുള്ള പ്രതിരോധ സംവിധാനത്തിന്റെ മികവ് കൊണ്ട് നമുക്കതിനെ പ്രതിരോധിക്കാൻ സാധിച്ചു. എന്നാൽ അങ്ങനെ ചെയ്ത സ്ഥിതിക്ക് വേണ്ടി നമുക്ക് മറുപടി പറയാണ്ടിരിക്കാൻ സാധിക്കില്ല. കാരണം പാകിസ്ഥാൻ അപ്പോൾ നമ്മുടെ ഡിഫൻസ് എസ്റ്റാബ്ലിഷ്മെന്റിനെയാണ് ആക്രമിക്കുന്നത്, നമ്മുടെ മിലിറ്ററി ബേസുകളെയാണ് ആക്രമിക്കുന്നത്. അതിനുള്ള റിട്ടാലിയേറ്ററി സ്ട്രൈക്കാണ് ഇന്ന് ഇന്ത്യൻ ആർമി രാവിലെ നടത്തിയിട്ടുള്ള പാകിസ്ഥാന്റെ ഡിഫൻസ് സംവിധാനങ്ങളെ ആക്രമിച്ചുകൊണ്ടുള്ള മറുപടി. എന്നാൽ പാകിസ്ഥാന്റെ ഈ പറയുന്ന സംവിധാനങ്ങൾക്ക് അതിനെ പ്രതിരോധിക്കാൻ സാധിച്ചില്ല. ചൈനയിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടുള്ള അവരുടെ ഈ പറയുന്ന മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഒന്നും പ്രോപ്പർലി വർക്ക് ചെയ്യാത്തതുകൊണ്ട് പാകിസ്ഥാന്റെ പല സ്ഥലങ്ങളിലും ഇന്ത്യൻ മിസൈലുകൾ വീഴുന്ന സാഹചര്യം ഉണ്ടായി. ലഹോറിൽ ഉൾപ്പെടെയുള്ള അവരുടെ
എയർ ഡിഫൻസ് സംവിധാനം തകരാറിലായി. ഇപ്പോൾ ഏറ്റവും അവസാനം വന്നിട്ടുള്ള വാർത്ത പ്രകാരം HQ-9 പുറമെ HQ-16 കൂടി അവിടെ ന്യൂട്രലൈസ് ചെയ്യപ്പെട്ടു എന്നുള്ള സാഹചര്യമാണ്. അപ്പോൾ ഇത് ഇന്ത്യയുടെ ആക്രമണം അവിടുത്തെ ആർമിക്കെതിരെ ആയി കഴിഞ്ഞു. അവരുടെ എയർ ഡിഫൻസ് സംവിധാനം നമ്മൾ തകർക്കപ്പെട്ട് കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും ഇനി ആ രീതിയിലുള്ള ഒരു മറുപടി ഉണ്ടാവുമോ എന്നുള്ളത് കണ്ടറിയേണ്ടത്. അത് കാത്തിരിക്കേണ്ട കാര്യമാണ്. എന്തായാലും HQ-9 പരാജയപ്പെട്ട സാഹചര്യത്തിൽ കൂടി ആയിരിക്കും പാകിസ്ഥാൻ എയർ സ്പേസ് എല്ലാം ക്ലോസ് ചെയ്ത് എല്ലാ എയർപോർട്ടുകളും അടച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് വിചാരിക്കുകയും ചെയ്യാം. ഒരു ഇടവേള വേണം, അത്യാവശ്യമായിട്ട് ഇടവേളയ്ക്ക് ശേഷം ഞാൻ മടങ്ങി. ചർച്ചയിലേക്ക് ഷിപ്പി ജെ വിൻസെന്റ്, പാകിസ്ഥാൻ ഇനി എന്ത് ചെയ്യും എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പാകിസ്ഥാനെ സംബന്ധിച്ച് ഇന്ത്യ പാകിസ്ഥാൻ മണ്ണിൽ കയറി ആക്രമിച്ചാൽ തിരിച്ച് ആക്രമിക്കാതിരിക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച്, അവരുടെ സൈന്യത്തിന്റെ മൊറൈലിനെ സംബന്ധിച്ച്, ജനത്തിന്റെ മൊറൈലിനെ സംബന്ധിച്ച് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അതിനവർ ശ്രമിച്ചു, പക്ഷേ പരാജയപ്പെട്ടു പോയി. ഒരു ഇന്ത്യൻ ടാർഗറ്റും അവർക്ക് ഭേദിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അവിടെ പരാജയപ്പെട്ടു പോയി എന്ന പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. ഇന്ത്യ ഇന്ന് വീണ്ടും ലാഹോറിലും റാവൽപിണ്ടിയിലും അടക്കം ഡ്രോൺ അയക്കുകയും ചെയ്തു. അപ്പോൾ പാകിസ്ഥാൻ എന്ത് ചെയ്യും, അടുത്ത സ്റ്റെപ്പ് എവിടെ വെക്കും എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ. അവിടെ സിവിലിയൻ ഭരണകൂടത്തിന് മുകളിൽ പ്രശ്നമുണ്ട്. അപ്പോഴും നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇന്ന് രണ്ട് സംഭവങ്ങൾ. ഒന്ന്, BLA ബലോച്ച് ലിബറേഷൻ ആർമി ഇന്നും ആക്രമണം നടത്തി, പാക് സൈനികർക്ക് ജീവനഷ്ടമുണ്ടായി. പാകിസ്ഥാന്റെ സൈനിക വാഹനത്തിൽ സ്ഫോടനം നടത്തി. ബലൂചിസ്ഥാൻ അസ്വസ്ഥമാണ്. രണ്ട്, തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാനിലെ ജനങ്ങൾ പാക് സൈന്യത്തെ ഒരു കാരണവശാലും വിശ്വസിക്കരുത്, ഈ ഭീകര കേന്ദ്രങ്ങളൊക്കെ ഇന്ത്യക്കാർക്ക് ഒറ്റിക്കൊടുത്തത് പാകിസ്ഥാന്റെ സൈന്യമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പാക് സൈന്യത്തിനെതിരെ രംഗത്ത് വരുന്നു. അപ്പോൾ രണ്ട് മേഖലകളിലും പാകിസ്ഥാനെ സംബന്ധിച്ച് ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അതിർത്തി അശാന്തമാണ്. ചൈന എത്ര കണ്ട് സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. കാരണം ചൈന നടത്തിയ സ്റ്റേറ്റ്മെന്റ് പോലും സ്ട്രോങ്ലി വേർഡഡ് ആയിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഇനി പത്തി മടക്കുകയല്ലാതെ വഴിയുണ്ടോ? അതിനപ്പുറത്ത് ഒരു വലിയ മിസ്അഡ്വഞ്ചർ കാണിക്കാനുള്ള കേപ്പബിലിറ്റി ഇന്നത്തെ പാകിസ്ഥാൻ ഉണ്ടോ? തീർച്ചയായിട്ടും ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അത് പറയുമ്പോഴും നമ്മുടെ ഫയർ പവർ ഇൻഡെക്സിലെടുത്താൽ 12ാം സ്ഥാനത്തുള്ള രാജ്യമാണ് പാകിസ്ഥാൻ. അവർക്ക് അണവായുധങ്ങളുണ്ട് എന്നുള്ളത് ഫാക്റ്റാണ്. ഷഹീൻ 1, ഷഹീൻ 2 സീരീസിലുള്ള അവരുടെ മിസൈലുകൾക്ക് വലിയ പ്രഹരശേഷിയുള്ളതാണ്. അവരുടെ ഖോറി, അതുപോലെ ബാബർ മിസൈലുകളൊക്കെ ശക്തമാണ്. അതുകൊണ്ട് പാകിസ്ഥാന് ഇപ്പോൾ നിലവിൽ അവരുടെ ആക്രമണ ലക്ഷ്യങ്ങൾ എല്ലാം തകർക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നതുകൊണ്ട് ഇനിയും ഇന്ത്യയെ അപകടപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ ഒക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ആക്രമിക്കാനുള്ള ശേഷി 100% നഷ്ടപ്പെട്ടു എന്നൊന്നും നമുക്ക് കരുതാൻ സാധിക്കില്ല. അതോടൊപ്പം ചൈനയുടെ ശക്തമായ പിന്തുണ അവർക്കുണ്ട് എന്നത് നമുക്ക് കാണണം. ഇപ്പോൾ തന്നെ ചൈനയുടെ ആയുധങ്ങളും അവരുടെ സഹായത്താൽ രൂപപ്പെടുത്തിയിട്ടുള്ള ആണവായുധങ്ങൾ അടക്കമാണ് പാകിസ്ഥാനുള്ളത്. ചൈനയുടെ ഒരു വാസൽ സ്റ്റേറ്റ് പോലെയാണ് അത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതൊക്കെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ നമുക്ക് എഴുതിത്തള്ളാൻ പറ്റില്ല. പാക് സൈന്യവും ശക്തമായ സൈന്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. മാത്രമല്ല, ചൈന ലോകത്തിലെ ഏറ്റവും ശക്തമായ 3ാമത്തെ മിലിറ്ററി പവറാണ്. അവർക്ക് അവരുടെ പിന്തുണ പാകിസ്ഥാൻ ഉണ്ട് എന്നതുകൂടെ നമ്മൾ കണക്കാക്കണം. പക്ഷേ ചൈന നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടാനുള്ള സാധ്യത കുറവാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് ബലൂചിസ്ഥാനിലെ ഗൊദാർ തുറമുഖം. അത് തെക്ക് പടിഞ്ഞാറ് ബലൂചിസ്ഥാനിലാണ് നിൽക്കുന്നത്. അത് ഈ ബലൂചി ലിബറേഷൻ ആർമി നിരന്തരമായി സ്ട്രൈക്ക് ചെയ്യുന്ന മേഖലയാണ്. അത് ചൈന പാട്ടത്തിനടുത്ത് ചൈന ഓപ്പറേറ്റ് ചെയ്യുന്ന തുറമുഖമാണ് ഗൊദാർ. അവിടെ വലിയ നിക്ഷേപം ചൈന നടത്തിയിട്ടുണ്ട്. അപ്പം ഈ ബലൂചിസ്ഥാനിലെ മിനറൽ റിച്ച് ആയിട്ടുള്ള പ്രദേശമാണ്. അവിടെയുള്ള പല ഖനന ലൈസൻസുകളും നേടിയിട്ടുള്ളത് ചൈനയ്ക്കാണ്. അപ്പോൾ ഈ ബലൂചി ലിബറേഷൻ ആർമി ശക്തിപ്പെട്ടു വന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെ അവരുടെ നാട്ടിൽ ബലൂചിസ്ഥാൻ മേഖലയിൽ ചൈനയുടെ സാന്നിധ്യം, ചൈനീസ് വംശജർ, ചൈനക്കാരുടെ സാന്നിധ്യം ശക്തിപ്പെട്ടതാണ്. അപ്പോൾ ഇത്തരം ഘടകങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് ചൈന ഒരുപക്ഷെ ഓപ്പണായിട്ട് പാകിസ്ഥാനെ സഹായിച്ചില്ല എങ്കിലും ചൈന ഒരു ശക്തിയായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് പാകിസ്ഥാനെതിരായിട്ട് സർവ്വതലത്തിലും നമ്മൾ പ്രതിരോധം കൊണ്ടുവരിക എന്നത് മാത്രമേ ഉള്ളൂ. ആഭ്യന്തരമായി അവർക്ക് വലിയ പ്രശ്നമുണ്ട്. അത് ദേശീയതയുടെ പ്രശ്നമാണ് പ്രധാനമായും. ഈ പത്താൻ ദേശീയതയുമായി വലിയ സംഘർഷത്തിലാണ് ഈ അസീം മുനീർ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പത്താൻ വംശജരായ പല ആർമി ഉദ്യോഗസ്ഥന്മാരെയും അദ്ദേഹം പിരിച്ചുവിടുകയുണ്ടായി. അതുപോലെ ഇമ്രാൻഖാനെതിരായിട്ടുള്ള നടപടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കിങ് പിന്നായി വർത്തിച്ചത് ഈ അസീം മുനീറാണ്. ഇതൊക്കെയാണ് ഈ ഖൈബർ പഷ്തൂൺഖ പ്രദേശം കേന്ദ്രീകരിച്ച് അവിടെയുള്ള ഈ പത്താൻ വംശജർ അവരുടെ ദേശീയത, അവർ പാകിസ്ഥാൻ്റെ മുഖ്യധാരയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു, പാകിസ്ഥാൻ എന്ന രാജ്യം വെറും ഒരു പഞ്ചാബായി മാറുന്നു എന്നതാണ് അവിടുത്തെ പ്രശ്നം.
അവിടുത്തെ ഭൂമിശാസ്ത്രപരമായി നോക്കിയാൽ ഏറ്റവും വലിയ പ്രവിശ്യ ബലൂചിസ്ഥാനാണ്, പക്ഷേ ജനസംഖ്യ വളരെ കുറവാണ്. ഖൈബർ പഷ്തൂൺഖ പ്രോവിൻസ് പത്താൻ ഡോമിനേറ്റഡ്, പത്താൻ വംശജർക്കൊക്കെ ഭൂരിപക്ഷമുള്ള പ്രദേശമാണ്. സിന്ധികളും ഒരു പരിധിവരെ സൈഡ് ലൈൻഡ് ആണ്. അപ്പോൾ അവിടുത്തെ പൊളിറ്റിക്കൽ എലൈറ്റും മിലിറ്ററി എലൈറ്റ് എല്ലാം പാകിസ്ഥാനിലെ പഞ്ചാബ് കേന്ദ്രീകരിച്ചുള്ളവരാണ്. അപ്പോൾ അവിടെയാണ് ഈ സുന്നി ജിഹാദി ആശയങ്ങളുടെ പ്രഭവ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ പാകിസ്ഥാൻ ആഭ്യന്തരമായി നേരിടുന്ന ഈ പ്രതിസന്ധി വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം സമീപകാലത്തുണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട മാറ്റം ഈ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ മേഖലയിലും അതുപോലെ ഈവൻ പാക് ഒക്കുപോയുടെ കാശ്മീരിലും ഉള്ള സാധാരണ മനുഷ്യരുടെ ഇടയിലുള്ള ഇന്ത്യ വിരുദ്ധത ക്രമാനുഗതമായി കുറഞ്ഞു വരുന്നു എന്ന സാഹചര്യമുണ്ട്. അത് ഈ പാക് അധീന കാശ്മീരിൽ 2018 വെള്ളപ്പൊക്കം തുടങ്ങിയിട്ടാണ് അത്തരമൊരു സംഗതി നിരീക്ഷകർ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അവിടെ യഥാർത്ഥത്തിൽ പാകിസ്ഥാനോടുള്ളതിനേക്കാൾ പലപ്പോഴും സ്നേഹം അവർക്ക് ഇന്ത്യക്കാരോട് കാണിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. 2018 വെള്ളപ്പൊക്കത്തിൽ ഏറ്റവും വലിയ സഹായം ഉണ്ടായത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നാണ്. അതുപോലെ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ മേഖലയിൽ 15 ലക്ഷം മനുഷ്യരുണ്ട്. അവർക്ക് പാകിസ്ഥാനുമായിട്ട് ഒരു മാനസിക ഐക്യമോ ബന്ധവുമില്ല. മാത്രവുമല്ല ആ മേഖലയിൽ പ്രത്യേകിച്ച് ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ മേഖലയിലെ ഏറ്റവും വലിയ നഗരമാണ് സ്കർദു. ഈ സ്കർദുവിൽ പ്രധാനപ്പെട്ട പല കേന്ദ്രങ്ങളും ചൈനക്കാരുടെ കയ്യിലായി, ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കൊറിഡോറിൻ്റെ ഭാഗമായി. അതുകൊണ്ട് സ്കർദു സ്റ്റുഡൻറ് ഫെഡറേഷൻ 2016 മുതൽ ആ മേഖലയിൽ ചൈനയുടെ ആധിപത്യത്തിനെതിരായിട്ട് സമരം ചെയ്യുകയാണ്. അവിടെയുള്ള ആളുകളുടെ ഒരു പൊതുവികാരം എന്താ വെച്ചാൽ ചൈനയ്ക്ക് വേണ്ടി ഈ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ മേഖലയെ പാകിസ്ഥാൻ കൈയൊഴിഞ്ഞിരിക്കുന്നു എന്ന ഫീലിംഗ് ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്തരം ഘടകങ്ങളൊക്കെ പാകിസ്ഥാൻ അകത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ആണെങ്കിലും പാക് സൈന്യം ശക്തമായ സൈന്യമാണ്. അതിന് ഇനിയും സ്ട്രൈക്കിംഗ് പവർ ഉണ്ട് എന്ന് തന്നെ മുഹമ്മദ് ഷെരീഫ് ചൗധരി അല്പസമയം മുൻപ് അവിടെ പാകിസ്ഥാനിൽ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം പറയുന്നത് ഈ ഞങ്ങൾ ഇന്ത്യയുടെ 15 സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി എന്നുള്ളത് ഇന്ത്യൻ പ്രൊപ്പഗാൻഡയാണ്, ഞങ്ങളങ്ങനെ ചെയ്തിട്ടില്ല, പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് തിരിച്ചടിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പാകിസ്ഥാന്റെ സൈന്യം ഇപ്പോഴും അവകാശപ്പെടുന്നു. നാഷണൽ സെക്യൂരിറ്റി മീറ്റിംഗ് ചേരുകയാണ്. ഇഷാഖ് ദർ പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രിയും അവിടെ പാകിസ്ഥാൻ മാധ്യമങ്ങളോടും അന്താരാഷ്ട്ര മാധ്യമങ്ങളോടും സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങളൊരു സ്ട്രാറ്റജിക് റെസ്ട്രെയിന്റ് ആണ്, തന്ത്രപരമായ സംയമനമാണ് ഞങ്ങൾ ഇപ്പോൾ പാലിക്കുന്നതെന്നാണ് പാകിസ്ഥാന്റെ അവകാശവാദം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനി എന്ത് നടക്കുമെന്നുള്ളത് നോക്കേണ്ടതുണ്ട്. ഇവിടെ ശ്രീ ജിൻഡോ ജോൺ ഇന്ത്യയെ സംബന്ധിച്ച് നേരത്തെ ശ്രീ ശങ്കുട്ടിദാസ് പറഞ്ഞതുപോലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും മതസംഘടനകളും സാമൂഹ്യ പ്രസ്ഥാനങ്ങളും എല്ലാം രാജ്യം എന്ന ഒറ്റ ഘടകത്തിൽ ഒരുമിച്ച് നിൽക്കുകയും ഇന്ത്യക്ക് നേരെ നടന്ന ആക്രമണത്തിന് കൃത്യമായ മറുപടി കൊടുക്കണം എന്ന നിലപാടെടുക്കുകയും സൈന്യത്തെ സമ്പൂർണ്ണമായി പിന്തുണയ്ക്കുകയും ചെയ്തു. പൊളിറ്റിക്കൽ ടാർഗറ്റ് ഒന്നുമില്ല, ഇത് ഇന്ത്യയെ സംബന്ധിച്ച് അനിവാര്യമായ ആക്രമണമാണ് എന്ന നിലപാടിലാണ് ഇന്നലെയും ഇന്നും ഒക്കെ രാജ്യത്ത് ഉള്ള ഒരു പൊതുവികാരം അങ്ങനെ തന്നെയാണ്. തുടർന്ന് അങ്ങോട്ട് ഇപ്പോൾ ഇതിനൊരു എസ്കലേഷൻ ഉണ്ടാവുകയാണെങ്കിലും ഇപ്പോൾ സർക്കാരുമായി ബന്ധപ്പെട്ട് ഇന്ന് തന്നെ ഇപ്പോൾ പ്രധാനമന്ത്രി വന്നില്ല തുടങ്ങിയ ചില വിമർശനങ്ങൾ ഉന്നയിക്കപ്പെട്ടു, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് പറഞ്ഞില്ല തുടങ്ങിയ ചില വിമർശനങ്ങൾ ഓൾ പാർട്ടി മീറ്റിംഗിൽ തന്നെ ഉന്നയിക്കപ്പെട്ടു. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇതൊരു ഓൺഗോയിങ് പ്രോസസ്സാണ് എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ അറിയേണ്ട വിവരങ്ങൾ അറിയുക എന്നതായിരിക്കില്ലേ ഉചിതമായ കാര്യം? അല്ല അഭിലാഷ്, ഇതിൽ 2 ഭാഗമുണ്ട്. ഒന്ന്, നമ്മളുടെ പഹൽഗാമിൽ നമ്മളുടെ ടൂറിസ്റ്റുകൾക്കെതിരെ നടത്തിയ പാകിസ്ഥാൻ്റെ പിന്തുണയോടെ തീവ്രവാദികൾ നടത്തിയ അക്രമത്തിന് തിരിച്ചടി പാകിസ്ഥാന് കൊടുത്തു. അത് അളന്നു തൂക്കി കൃത്യമായിട്ടുള്ളതാണെന്നുള്ള രീതിയിലാണ് എല്ലാ ആളുകളും നമ്മൾ ലോകത്തിന് മുമ്പിൽ കൊടുത്ത മെസ്സേജും അങ്ങനെയാണ്. പാകിസ്ഥാൻ അതിൽ നിന്ന് കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട്. 2, ലോകത്തിന് മുമ്പിൽ നമ്മൾ കൊടുത്ത മെസ്സേജ് ഇന്ത്യ എന്ന മതേതര രാജ്യം എത്തരത്തിലാണ് ഭീകരവാദത്തെ നേരിടുന്നതെന്നും പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യം നമ്മുടെ ശത്രുവല്ല, ഭീകരവാദമാണ് നമ്മുടെ ശത്രുവെന്നും അതിന് കൃത്യമായിട്ട് ഏത് രീതിയിൽ പ്രത്യാക്രമണം നടത്തണമെന്നുള്ള മെസ്സേജ് ലോകത്തിൻ്റെ മുമ്പിൽ നമ്മൾ കൊടുക്കുകയാണ്. മറ്റ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ UN ഉൾപ്പെടെ പരാജയപ്പെടുന്ന പല യുദ്ധമുഖങ്ങളും ഇന്നും നിലനിൽക്കുന്നുണ്ട് ലൈവായിട്ട് തന്നെ. പക്ഷെ ആ സമയത്താണ് ഇന്ത്യ കൃത്യമായിട്ട് അളന്നു തൂക്കി ഒരു തിരിച്ചടി കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാകിസ്ഥാന്റെ ഐഡന്റിറ്റി തന്നെ ഇന്ത്യ വിരുദ്ധതയാണ്. ഇന്ത്യയുടെ ഐഡന്റിറ്റി പാക് വിരുദ്ധതയല്ല. നമ്മൾ തീവ്രവാദത്തിനെതിരെ ഭീകരവാദത്തിനെതിരെയാണ് ഫൈറ്റ് ചെയ്യുന്നത്. പാകിസ്ഥാൻ എന്നുള്ള രാജ്യത്തിനോട് നമുക്ക് എന്താ ശത്രുത? നമുക്ക് ശത്രുതയൊന്നുമില്ല. പാകിസ്ഥാൻ ഭീകരവാദികളെയും തീവ്രവാദികളെയും പ്രോത്സാഹിപ്പിക്കുന്ന ആ ഒരു കോസിനോടാണ് നമുക്ക് എതിർപ്പുള്ളത്. 2, പാകിസ്ഥാൻ ഒരു മതരാഷ്ട്രമാണ്, ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്. അത് ഏതറ്റം വരെ യുദ്ധം പോയാലും യുദ്ധത്തിന്റെ ഏത് കെടുതികൾ സഹിക്കേണ്ടി വന്നാലും ഇന്ത്യയുടെ ആ മതേതര രാഷ്ട്രം എന്നുള്ള ഐഡന്റിറ്റി അവിടെ നിലനിൽക്കുകയും പാകിസ്ഥാൻ ആ
മതരാഷ്ട്രം എന്നുള്ളതിലേക്ക് ചുരുങ്ങപ്പെടുകയും ചെയ്യുന്നതാണ്. മൂന്നാമത്തെ എന്താ, അവിടെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ഫൈറ്റ് നടക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട്. ഇപ്പൊ എനിക്ക് മുമ്പ് സംസാരിച്ച എക്സ്പേർട്സുകളൊക്കെ സൂചിപ്പിച്ചതുപോലെ പ്രാദേശികമായിട്ട് പലതരത്തിലുള്ള വിഘടനവാദപരമായിട്ടുള്ള ഫൈറ്റുകൾ നടക്കുന്നു, അക്രമങ്ങൾ നടക്കുന്നു, സ്ഫോടനങ്ങൾ നടക്കുന്നു. ഇന്ത്യ എങ്ങനെയാ? ഇന്ത്യയിൽ നരേന്ദ്രമോദി സർക്കാരിനോട് കൃത്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള എതിർപ്പ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾക്കുള്ളപ്പോൾ തന്നെ ഈ കാര്യത്തിൽ പാകിസ്ഥാന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കണമെന്നുള്ള കാര്യത്തിൽ ഇന്ത്യൻ സൈന്യത്തോടൊപ്പം കേന്ദ്ര സർക്കാരിനോടൊപ്പം ഏതറ്റവും വരെ പിന്തുണ കൊടുക്കാൻ പ്രതിപക്ഷം, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം ഒപ്പം നിൽക്കുന്നു. പാകിസ്ഥാനിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യമില്ല. രണ്ട്, പാകിസ്ഥാൻ ഒരു തെമ്മാടി രാഷ്ട്രമാണെന്ന് ലോകത്തിന് മുമ്പിൽ വീണ്ടും വെളിവാക്കപ്പെടുകയാണ്. ഇന്ത്യ അങ്ങനെയല്ല. ഏറ്റവും മാന്യമായിട്ടുള്ള യുദ്ധതന്ത്രങ്ങളിലൂടെ, യുദ്ധ മാതൃകയിലൂടെ നമ്മുടെ മാന്യത വീണ്ടും വീണ്ടും നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നു. അവിടെ പട്ടാള ഭരണത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് ഭീകരവാദത്തിന് വിടുപണി ചെയ്യുന്ന ഒരു ഭരണ നേതൃത്വമുള്ളപ്പോൾ ഇവിടെ പട്ടാളം ഈ രാജ്യത്തിന്റെ ആഗ്രഹത്തിനോടൊപ്പം, ഈ രാജ്യത്തെ പൊതുസമൂഹത്തിന്റെ പൊതുബോധത്തിന്റെ ഒപ്പം നിൽക്കുന്ന ഒരു പട്ടാളമാണ് നിൽക്കുന്നത്. അപ്പുറത്ത് ജനങ്ങളെ ബലി കൊടുക്കാൻ ഒരു മടിയുമില്ലാത്ത ഒരു ഭരണ നേതൃത്വവും പട്ടാളവും ഉള്ളപ്പോൾ ഇവിടെ ഓരോ മനുഷ്യന്റെയും, ഇന്ത്യയുടെ മണ്ണിൽ പിടഞ്ഞു വീണ് മരിക്കുന്ന ഓരോ മനുഷ്യന്റെയും ഓരോ തുള്ളി രക്തത്തിനും കൃത്യമായിട്ട് വിലയുണ്ടെന്ന് ബോധ്യമുള്ള ഒരു സേനയാണ് ഈ രാജ്യത്തിനുള്ളത്. അപ്പുറത്ത് അവർ നമ്മുടെ രാജ്യത്തെ ആളുകളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് മതം തെരഞ്ഞ് ആളുകളെ കൊല്ലുമ്പോൾ ഈ രാജ്യത്തെ മനുഷ്യർ എന്താ തീരുമാനിച്ചത്? മതത്തിനതീതമായിട്ട്, മതേതരമായിട്ട് മുഴുവൻ ആളുകളും, അക്രമത്തിന് വിധേയമാക്കപ്പെട്ടവർ പോലും കൃത്യമായിട്ടുള്ള മതേതര ബോധം ഉയർത്തിക്കൊണ്ടാണ് പാകിസ്ഥാന്റെയും ഭീകരവാദികളുടെയും ആ തീരുമാനത്തെയും നമ്മൾ അഡ്രസ് ചെയ്തത്. അടുത്ത, അവർക്ക് യുദ്ധക്കൊതിയാണ്. കാരണം എന്താ? അവരുടെ ആഭ്യന്തര വിഷയങ്ങളെ ഒക്കെ അഡ്രസ് ചെയ്യാൻ, അത് ഹൈഡ് ചെയ്യാൻ അവർക്ക് യുദ്ധം വേണം. നമുക്ക് യുദ്ധക്കൊതി ഇല്ല എന്നുള്ളത് നമ്മുടെ ആദ്യ പ്രത്യാക്രമണത്തിൽ, അതിനുശേഷം നമ്മൾ നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ, നമ്മുടെ സൈന്യത്തിന്റെ തീരുമാനത്തിൽ, നമ്മുടെ പ്രതിരോധ വകുപ്പിന്റെ പ്രസ്താവനകളിലൊക്കെ കൃത്യമായിട്ട് നമ്മൾ സ്റ്റേറ്റ് ചെയ്യുന്നു. അടുത്തത്, അവർ ഭീകരവാദികളുടെ പുറകിൽ അണിനിരക്കുക. പാകിസ്ഥാൻ പട്ടാളക്കാർ ഭീകരവാദികളായിട്ട് നമ്മുടെ അക്രമത്തിൽ മരണപ്പെട്ട ആളുകളുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്ന പാകിസ്ഥാൻ പട്ടാളക്കാർ ഭീകരവാദികളുടെ പുറകിൽ അണിനിരക്കുന്നത്. നമ്മളെങ്ങനെയാ? നമ്മുടെ പട്ടാളക്കാർ ആരുടെ കൂടെ നിൽക്കുന്നത്? നമ്മുടെ പട്ടാളക്കാരായിട്ട് നമ്മൾ വെക്കുന്ന ആരെയാ? വ്യോമിക സിംഗിനെ പോലുള്ള ആളുകൾ, അല്ലെങ്കിൽ സോഫിയ ഖുറേഷിയെ പോലുള്ള ആളുകൾ കൃത്യമായിട്ട് നമ്മുടെ രാഷ്ട്രീയം പറയുന്നത്. നമ്മുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ 142 കോടി ജനങ്ങളുടെ സുരക്ഷയാണ് നമ്മുടെ രാഷ്ട്രീയം. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ആ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൃത്യമായ സ്റ്റേറ്റ്മെന്റ് ലോകത്തിന്റെ മുമ്പിൽ നമ്മൾ കൊടുക്കുന്നു. അവർ ഭീകരവാദികളുടെ പുറകിൽ നിൽക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ മുന്നിൽ നിന്ന് ഈ ഫൈറ്റിന് നേതൃത്വം കൊടുത്തത് വ്യോമിക സിംഗും അതുപോലെ സോഫിയ ഖുറേഷിയെ പോലുള്ള നൂറുകണക്കിന് പട്ടാളക്കാരാണ്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. അടുത്തത് എന്താ? അവർ വ്യാജ വാർത്തകൾ നിരന്തരം സൃഷ്ടിക്കുമ്പോൾ ഇവിടെ സുബൈർ എന്ന് പറഞ്ഞ ആൾട്ട് ന്യൂസിന്റെ സുബൈർ കൃത്യമായിട്ട് ഒരൊറ്റ രാത്രി കൊണ്ട് മറ്റാർക്കും കഴിയാത്ത രീതിയിൽ കൃത്യമായിട്ട് ആ വ്യാജ വാർത്തകളെ പൊളിച്ചെഴുതിക്കൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ കൃത്യമായിട്ടുള്ള മെസ്സേജുകൾ കൊടുക്കുന്നു. യാഥാർത്ഥ്യം എന്താണെന്ന് വെളിവാക്കപ്പെടുന്നു. അപ്പൊ ഈ രാജ്യം പല രീതിയിൽ അവർ ഭിന്നിപ്പിക്കാൻ നോക്കിയിട്ടും അതിനെ അതിജീവിക്കുന്ന സാഹചര്യം നമ്മളുണ്ടായി. ഇനി അടുത്തത്, സർവകക്ഷി യോഗത്തിൽ, അതിനു മുമ്പ് നടന്ന സർവകക്ഷി യോഗത്തിലൊക്കെ പ്രധാനമന്ത്രി വരാതിരുന്നത്, വിഷയങ്ങളെ നേരിട്ട് പ്രതിപക്ഷ കക്ഷികൾ ഉൾപ്പെടെയുള്ള ആളുകളോട് അഡ്രസ് ചെയ്യാതിരുന്നത്, അത് ശരിയായ മാതൃകയാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് തന്നെ പറയണം. കൃത്യമായിട്ട് അതിൽ പ്രധാനമന്ത്രി പങ്കെടുക്കേണ്ടതായിരുന്നു, മറുപടി തരേണ്ടതായിരുന്നു, അതിൽ ഇടപെടേണ്ടതായിരുന്നു. കാരണം പ്രതിപക്ഷവും ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും രാഷ്ട്രീയത്തിന് അതീതമായിട്ട്, രാഷ്ട്രീയത്തിനപ്പുറം ഈ രാജ്യം ഭരിക്കുന്ന സർക്കാരിന്, ഈ രാജ്യത്തിന്റെ പട്ടാളത്തിന് പൂർണ്ണ പിന്തുണ കൊടുക്കുമ്പോൾ മറുപടി കൃത്യമായിട്ട് പറയണം, നമ്മളെ കൂടി അറിയിക്കേണ്ടതാണ് എന്നുള്ളത് ഒരു കാര്യമാണ്. പിന്നെ സൈന്യത്തിന്റെ രഹസ്യങ്ങൾ മുഴുവൻ നാട്ടിലെ ആളുകളോട് മുഴുവൻ വെളിപ്പെടുത്തണമെന്നല്ല നമ്മൾ പറയുന്നത്. നമ്മുടെ നിലപാട് എന്താണെന്ന് കൃത്യമായിട്ട് നമ്മളോട് കൂടി പറഞ്ഞിട്ട് വേണം അത് പ്രഖ്യാപിക്കാൻ എന്നുള്ളതാണ്. അല്ലാതെ ഏകപക്ഷീയമായിട്ടുള്ള നടപടികളിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളൊരു തിരുത്ത് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്ത് വേറൊരു രാഷ്ട്രീയ വിവാദവും ഇല്ല. അതിനപ്പുറത്തുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ചോദിക്കാനിരിക്കുന്ന, ഇപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ മുമ്പിലുള്ള പ്രശ്നം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് അവർ പാലൂട്ടി വളർത്തുന്ന ഭീകരവാദത്തിന് കൃത്യമായിട്ട് അഡ്രസ് ചെയ്യുക, ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഈ നിമിഷം വരെ നമ്മൾ കൃത്യമായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിന് നമ്മൾ നടത്തിയിട്ടുള്ള മെസ്സേജ്, അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഉയർത്തിയ ഓരോ ഐക്കൺസും, സോഫിയ ഖുറേഷിയും വ്യോമിക സിംഗും സുബൈർ അടക്കമുള്ള മുഴുവൻ ആളുകളും ഈ രാജ്യം ഒന്നടങ്കം നിന്ന് മതത്തിനതീതമായിട്ട് മതേതര ഇന്ത്യയുടെ യശസ് ഉയർത്തുന്ന രീതിയിൽ മതരാഷ്ട്രമായിട്ടുള്ള ഭീകരവാദത്തിന് പിന്തുണ കൊടുക്കുന്ന പാകിസ്ഥാൻ അടികൊടുത്തുകൊണ്ടേയിരിക്കുന്നു. നമുക്ക് അഭിമാനിക്കാം അഭിലാഷേ. ശരി, തീർച്ചയായിട്ടും. ശ്രീ മോഹൻ വർഗീസ്, ഇഷാഖ് ധർ അല്പസമയം മുമ്പ് പറഞ്ഞത് ഞങ്ങളൊരു സ്ട്രാറ്റജിക് റെസ്ട്രെയിന്റ് ആണ് ഇപ്പോൾ സ്വീകരിക്കുന്നത് എന്നാണ്. പാകിസ്ഥാൻ ഇന്നലെ ഖ്വാജ അസീസിന്റെ പ്രസ്താവന താങ്കൾ തന്നെ കോട്ട് ചെയ്തല്ലോ. പാകിസ്ഥാനെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് എത്ര പ്രഷറുണ്ട് എങ്കിലും ഒരു ഫുൾ ബ്ലോൺ വാറിലേക്ക് പോവുക എന്നുള്ളത് ഇപ്പോൾ ആലോചിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഈ സ്ട്രാറ്റജിക് റെസ്ട്രെയിന്റ് എന്ന പേരിൽ പാകിസ്ഥാൻ ഇനി
ഒന്ന് പതുങ്ങുക എന്നുള്ളതായിരിക്കും ഉണ്ടാകുക. പാകിസ്ഥാൻ പതിറ്റാണ്ടുകളായി ഇന്ത്യയോട് ഒരു പ്രോക്സി വാർ നടത്താറുണ്ട്. ഈ ഭീകരവാദികളെയൊക്കെ ഉപയോഗിച്ച് അതിർത്തികൾ അശാന്തമാക്കുക, ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്തുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാറുണ്ട് എല്ലാ കാലത്തും. അതിനപ്പുറത്ത് ഞങ്ങളിപ്പോൾ ഒരു അടുത്ത എസ്കലേഷനിലേക്ക് ഇല്ല എന്നതിന്റെ സൂചന നമുക്ക് ഇപ്പോൾ പാകിസ്ഥാനിൽ നടക്കുന്ന നേതാക്കളുടെ വാർത്താ സമ്മേളനത്തിൽ നിന്നോ അവരുടെ വർത്തമാനത്തിൽ നിന്നോ കേൾക്കാമോ? ഒരിക്കലും അങ്ങനെ നമ്മൾ കാണാൻ പാടില്ല. കാരണം പാകിസ്ഥാൻ്റെ ഒരു ഭരണ നേതൃത്വത്തിൽ നിന്നും വരുന്ന മിക്ക കാര്യങ്ങളും ഭാരതത്തെ മാത്രമല്ല ലോകത്തെ മുഴുവൻ മിസ്ലീഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ചരിത്രപരമായി അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഈ സ്ട്രാറ്റജിക് റിസ്ട്രെയിൻറ്റ് അല്ലെങ്കിൽ തന്ത്രപ്രധാനമായ ഒരു വിട്ടുനിൽക്കൽ അല്ലെങ്കിൽ ഒരു എസ്കലേഷനിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കൽ എന്ന് പറയുന്നത് തത്വത്തിൽ നമുക്കതിനകത്തൊരു റീസൺ ഉണ്ടെന്ന് തോന്നാമെങ്കിലും ഒരു ഡിസ്റ്റോർഷൻ ഗെയിമിൻ്റെ ഭാഗമായി പടച്ചുവിടുന്നൊരു കാര്യമാണ്. യുദ്ധസമയത്തെ രാഷ്ട്രീയ നേതൃത്വം പല അടവുകളും പയറ്റും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. രാഷ്ട്രീയ നേതൃത്വമല്ല പ്രസ്താവനകൾ നടത്തുന്നത്. വ്യക്തമായി ഇന്ത്യ പ്രസ്താവനകൾ നടത്തുന്നത് ചെയ്തതിന് ശേഷം ഇന്നതാണ് ചെയ്തത് എന്ന് വ്യക്തമായി, അല്ല ഞങ്ങൾ ഇന്ന കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ പോകുന്നു, ആണവാക്രമണം നടത്താൻ പോകുന്നു, വിടുവാകളല്ല പറയുന്നത്. നോക്കൂ, ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊണ്ടേ കഴിഞ്ഞാൽ ഇപ്പം ഇന്ത്യയുടെ സെലക്ഷൻ ഓഫ് പബ്ലിക് ഫേസസ് രാജ്യത്തോടായി ലോകത്തോടായി കാര്യങ്ങൾ വിശദീകരിക്കാനായി ചുമതലപ്പെടുത്തിയത് ആരെയാണെന്ന് നോക്കൂ. ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഉദ്യോഗസ്ഥനാണ്. അതുപോലെ വ്യോമിക സിംഗ്, ദ വിംഗ് കമാൻഡർ, എയർഫോഴ്സിൻ്റെ പൈലറ്റ് കൂടിയാണ്, ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ പൈലറ്റ് കൂടിയാണ്. ഹെലികോപ്റ്റർ 2000 പരം മണിക്കൂറുകൾ ഹെലികോപ്റ്റർ പറത്തിയ പാരമ്പര്യമുള്ളയാളാണ്. അതുപോലെ കരസേനയുടെ ഭാഗത്ത് നിന്ന് മറ്റൊരു വനിത സോഫിയ ഖുറേഷി. നോക്കൂ, ഖുറേഷി സോഫിയ എന്ന് പറയുന്നത് മുസ്ലിം ഭാഗത്ത് വരുന്ന ആളാണ്. വ്യക്തികൾ എന്ന നിലയിൽ ഒരു പ്രാധാന്യം കൊടുക്കാനാവില്ല എങ്കിലും സെലക്ഷൻ ഓഫ് ദ പേഴ്സൺസ് ഒരു സ്ത്രീയാണ്. അതുമാത്രമല്ല മുസ്ലിം വനിതയാണെന്ന് ഓർക്കണം. ഒരുപാട് അർത്ഥതലങ്ങളുള്ള ഒരു കാര്യമാണ്. നമ്മൾ എടുത്തതൊന്നും പറയുന്നില്ല എങ്കിൽ പോലും ലോകം ഇത് കാണുകയാണ്. ഇന്ത്യയിലെ സ്ത്രീകൾ പൊതു ഇടങ്ങളിൽ പ്രൊഫഷണൽ രംഗത്തെ സൈന്യത്തിൽ ഉൾപ്പെടെ എത്രത്തോളം ആദരിക്കപ്പെടുന്നു. അതൊന്ന്. 2, ഇവിടെ സിന്ദൂരമാണ്, ഓപ്പറേഷൻ സിന്ദൂറാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സിന്ദൂരം മാഞ്ഞത് സ്ത്രീകൾക്കാണ്. പുരുഷന്മാരാണ് ജീവൻ ബലി കൊടുത്തതെങ്കിൽ പോലും നഷ്ടം സ്ത്രീകൾക്കാണെന്ന് ഓർക്കണം. ഇവിടെ സ്ത്രീകളെ കൊണ്ട് തന്നെ ലോകത്തോടായി പറയിപ്പിക്കുന്നു. അപ്പോൾ എന്ത് ക്ലാരിറ്റിയോടുകൂടി തന്നെയാണ് ഇന്ത്യ പറയുന്നത്. അതേസമയം പാകിസ്ഥാൻ പറയുന്നത് മിസ് ഇൻഫർമേഷൻ ക്യാമ്പയിൻ്റെ ഭാഗമാണ്, രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഇപ്പം ഞങ്ങൾ തൽക്കാലം പിൻവലിയുന്നു. വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ വരുന്നുണ്ട്. പാകിസ്ഥാന്റെ 50ഓളം ഡ്രോണുകൾ ഇതിനോടകം വെടിവെച്ചിട്ടിരിക്കുന്നു. ജമ്മു കാശ്മീരിൽ ഡ്രോൺ ആക്രമണ ശ്രമം ഇന്ത്യൻ സേനകൾ തകർത്തിരിക്കുന്നു. അഖ്നൂരിലും ജമ്മുവിലും കശ്മീരിലും സൈറനുകൾ മുഴങ്ങിയിരിക്കുന്നു. 50ഓളം ഡ്രോണുകൾ വെടിവെച്ചിട്ടു എന്നാണ് ലഭ്യമാവുന്ന വിവരം. ജമ്മു എയർപോർട്ട് ലക്ഷ്യമിട്ട് വന്ന പേലോഡുകളും പരാജയപ്പെടുത്തിയിരിക്കുന്നു. കുപ്വാരയിൽ ഷെല്ലിംഗ് പാകിസ്ഥാൻ ഭാഗത്ത്, അതായത് അതിർത്തിയുടെ അപ്പുറത്ത് നിന്ന് കുപ്വാരയിൽ ഷെല്ലിംഗ് നടക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് രാത്രിയിൽ വ്യോമാക്രമണ ശ്രമം ഉണ്ടാകുന്നു. ഡ്രോണുകൾ ഇന്ത്യൻ ഭൂഭാഗത്തേക്ക് വരാൻ ശ്രമിച്ചു, പക്ഷേ ഇന്ത്യ അത് ന്യൂട്രലൈസ് ചെയ്തിരിക്കുകയാണ്, വെടിവെച്ചിട്ടിരിക്കുകയാണ്. ആക്രമണ ശ്രമം തടഞ്ഞിരിക്കുകയാണ്. അഖ്നൂറിലും ജമ്മുവിലും കശ്മീരിലുമാണ് ഇപ്പോൾ സൈറനുകൾ മുഴങ്ങിയിരിക്കുന്നത്. അതായത് കശ്മീരിലാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒരു ഡ്രോൺ ആക്രമണ ശ്രമം ഉണ്ടായിരിക്കുന്നത്. അത് പരാജയപ്പെട്ടു.